Yes, sir. Okay, fine. So UGC നെറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള മാരത്തോൺ ലെക്ചർ സീരീസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ 9 സബ്ജക്ട്സും 10 സബ്ജക്ട്സും 9 ഡേയ്സുമായിട്ടായിരിക്കും നമ്മുടെ ലെക്ചർ വരുന്നത്. അതുകൂടാതെ മാത്തമാറ്റിക്കൽ റീസണിങ് അതേപോലെ ലോജിക്കൽ റീസണിങ് പോലുള്ള ഏരിയാസിന് വേണ്ടി അഡീഷണൽ ഡേയ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനുവേണ്ടിയാണ് ടോട്ടൽ 10 ഡേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മേ ബി 11 ഡേയ്സോളം നമുക്ക് ക്ലാസ് വേണ്ടി വരും. അതിനുള്ളിൽ ഡിസംബർ 5 കൂടിയായിരിക്കും നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദി പ്ലാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, ICT. സോ ICTയുടെ ലെക്ചേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം മാരത്തോൺ ലെക്ചർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ലെക്ചറിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും 100% കിട്ടണമെങ്കിൽ, അതായത് ഈ ലെക്ചറിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുക. അതായത് ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഡ്യൂറേഷനിലായിരിക്കും നമ്മുടെ സെഷൻസ് വരിക. ഈ 4 മണിക്കൂർ 100% എഫേർട്ട് എടുക്കുക. ഓക്കെ, എന്ത് ഡൗട്ട്സ് വന്നാലും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ചോദിക്കാം, മൈക്ക് ഓൺ ചെയ്യുക, ചോദിക്കാം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇൻ ബിറ്റ്വീൻ ദർ മേ ബി ഒരു 5 minutes ബ്രേക്ക് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും. ആ രീതിയിലായിരിക്കും സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. സോ ലെറ്റ് മി സ്റ്റാർട്ട്. ആർ യു ഗൈസ് റെഡി? Yes, sir. ഓക്കെ, ഫൈൻ. സോ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മളുടെ സിലബസിൽ, ജനറൽ പേപ്പറിന്റെ സിലബസിൽ 8ാമത്തെ ടോപ്പിക് ആയിട്ടാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരുന്നത്. സോ ICT നമ്മൾ കോമൺലി പറയും. സിലബസ് പ്രകാരം പറയുന്ന ടോപ്പിക്സ് 4 മേജർ ഏരിയാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ICT ജനറൽ അബ്രിവേഷൻസ് ആൻഡ് ടെർമിനോളജി, രണ്ടാമതായിട്ട് ബേസിസ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ് ബേസിക് കൺസെപ്റ്റുകളാണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഫൈനലി ICT ആൻഡ് ഗവേണൻസ്. സിലബസ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 മേജർ ഏരിയാസ് ആയിട്ടേ പറയുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടിയും 2018 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ പുതിയ ഒരുപാട് ഏരിയാസ് ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ കുറെ ഏരിയാസ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ലെറ്റ് മി സ്റ്റാർട്ട്. ഓരോ ഏരിയ വൈസ് ആയിട്ടായിരിക്കും ഡിസ്കഷൻ. ഞാൻ ഈ സിലബസ് പ്രകാരമുള്ള ഓർഡർ ഫോളോ ചെയ്യുന്നില്ല. പകരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസ് എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് പോവുക. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഈസ് സോഫ്റ്റ്വെയർ ആൻഡ് റിലേറ്റഡ് ടേംസ്. ഓക്കെ, പറയുകയാണെങ്കിൽ ICTയിൽ കമ്പ്യൂട്ടർ IT കൺസെപ്റ്റിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഫ്റ്റ്വെയർ ആൻഡ് റിലേറ്റഡ് ടേംസ്. സോ ഈ ഒരു ഏരിയയിൽ നിന്നും റെഗുലർലി ദർ വിൽ ബി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ, പല തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ മാൽവെയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആകാം. അതെല്ലാം എന്താണ് കൺസെപ്റ്റുകൾ എന്ന് നമുക്ക് കാണാം. ആദ്യമായി വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം ദി ബേസിസ്. എന്താണ് സോഫ്റ്റ്വെയർ? ഓക്കെ, ദി ടേം സോഫ്റ്റ്വെയർ which refers to the instruction needed to make a computer work. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിക്കാൻ സഹായിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, സെറ്റ് ഓഫ് കോഡ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ നോൺ ആസ് എ പ്രോഗ്രാം. ഇതൊരു ഇൻടാഞ്ചിബിൾ നേച്ചറിലുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻസും നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ജനറിക് നെയിം, ഇറ്റ് ഈസ് ദി ജനറിക് നെയിം ഫോർ ഓൾ പ്രോഗ്രാംസ്. എല്ലാ പ്രോഗ്രാംസിനെയും നമ്മൾ കോമൺലി വിളിക്കുന്ന ഒരു പേരാണ്, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ടേം ആണ് സോഫ്റ്റ്വെയർ. ഓക്കെ, സോ സോഫ്റ്റ്വെയർ റൈറ്റ് ചെയ്യുന്നത് പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടുണ്ടാകും. അതിനകത്ത് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് ജാവ, C++, പേൾ, ഇവയെല്ലാം പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 2 kinds ഓഫ് സോഫ്റ്റ്വെയർസ് ആണ്. നമുക്ക് സോഫ്റ്റ്വെയറിനെ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും രണ്ടാമതായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഓക്കെ, കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ സോഫ്റ്റ്വെയർസിനെ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ് കൺസേൺഡ് വിത്ത് ദി കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. നമ്മൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഡിവൈസസ്, കമ്പ്യൂട്ടറിലെ ഫയൽസ്, അല്ലെങ്കിൽ സ്റ്റോറേജ് മാനേജ്മെന്റ്, എറർ കറക്ഷൻ. അതായത് കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ എന്ന നിലയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന
എല്ലാ സോഫ്റ്റ്വെയർസും സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിന്റെ ബേസിക് പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അതിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറയാം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്ലാറ്റ്ഫോം. നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസിനെയൊക്കെ റൺ ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലൈക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക? മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് വർക്ക് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി ഡ്രൈവിംഗ് പ്രോഗ്രാം. കമ്പ്യൂട്ടറിന്റെ ഒരു ഡ്രൈവിംഗ് പ്രോഗ്രാമാണ്, കമ്പ്യൂട്ടറിന്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം എന്ന് പറയാം. അതിനെ അധിഷ്ഠിതമായിട്ടാണ് മറ്റ് പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്യുന്നത്. മൈക്ക് പ്ലീസ്, മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നാണ്. സോ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ബിറ്റ്വീൻ ഓൾ പ്രോഗ്രാംസ് ആൻഡ് ഹാർഡ്വെയർ. നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മളുടെ ഇപ്പോൾ പ്രിന്റർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ പ്രിന്ററിന്റെ കോഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മനസ്സിലാക്കിയെടുക്കുന്നതും അതേപോലെ എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നതും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. അതേപോലെ കൺട്രോൾസ് ടൈമിംഗ്, സീക്വൻസസ് ഓഫ് ഇവന്റ്സ്. ഏത് ഇവന്റ് ആദ്യം റൺ ചെയ്യണം, അതിനുശേഷം രണ്ടാമത് വരേണ്ട ഇവന്റ് എന്താണ്, അതിന്റെ സീക്വൻസ് എന്താണെന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദെൻ മാനേജസ് ഡേറ്റ ടു എൻഷുർ സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി മെയിൻ പാർട്ട് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി വേൾഡ് ഔട്ട്സൈഡ് ദി കമ്പ്യൂട്ടർ. ജനറലി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെ പറയാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് ഓൾ അബൌട്ട് ദി കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. കമ്പ്യൂട്ടറിന്റെ വേയിൽ റൺ ചെയ്യിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ബേസിക് സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്നാൽ അതിന് പുറത്തേക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് മറ്റ് ആക്ടിവിറ്റീസ്, കമ്പ്യൂട്ടറിന്റെ ബേസിക് റണ്ണിങ് അല്ലാതെ അഡീഷണൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഗീവ്സ് ദി ജനറൽ പർപ്പസ് നേച്ചർ. അതായത് കമ്പ്യൂട്ടറിന് അതിൻ്റെതായ, കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? കമ്പ്യൂട്ടർ ഈസ് എ ജനറൽ പർപ്പസ് മെഷീൻ. ആ ഒരു ജനറൽ പർപ്പസ് നേച്ചർ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാം. ഇതൊരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതല്ല. അതുകൊണ്ട് ഈ ഒരു ജനറൽ പർപ്പസ് നേച്ചർ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്, നിലനിർത്താൻ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, സോ യൂസ്ഡ് ഫോർ തിങ്സ് യു വാണ്ട് യുവർ കമ്പ്യൂട്ടർ ടു ഡു. മേ ബി നമ്മളിപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് നടത്തുന്നുണ്ട്, എക്സൽ, സ്പ്രെഡ്ഷീറ്റ്, ഫയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ബേസിക് പർപ്പസിന് മുകളിലേക്കുള്ളതാണ്. അതായത് അതിന്റെ ജനറൽ പർപ്പസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന അഡീഷണൽ ആക്ടിവിറ്റീസ്, അക്കൗണ്ടിങ് പാക്കേജ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആർക്കിടെക്ചർ പാക്കേജ് ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മൾ അഡീഷണലി ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ പുറത്ത്, കമ്പ്യൂട്ടറിന്റെ ബേസിക് പർപ്പസിന് മുകളിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി മോർ സ്പെഷ്യലൈസ്ഡ്, ലൈക്ക് നമ്മൾ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് പാക്കേജ് ആകാം, ആർക്കിടെക്ചർ പാക്കേജ് ആകാം. ഇവയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ആ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. സോഫ്റ്റ്വെയർ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഞാൻ സോഫ്റ്റ്വെയറിനെ ബ്രോഡായിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അതേപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. സിസ്റ്റം സോഫ്റ്റ്വെയർ acts as a bridge between hardware and dash software. എന്ത് തോന്നുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതിനിടയിലാണ്? ഹാർഡ്വെയറിനെയും ദെൻ എക്സാക്ട്ലി ഓപ്ഷൻ ഡി, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്, ഇതെല്ലാം പ്രീവിയസ് വൺ ആണ്. MS Office, Photoshop, Animagic are examples of device driver, application software, system software, operating system. All these are examples for, yeah, exactly. Application software. Right. All these are examples for application software. Now, so ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റുകൾ ജസ്റ്റ് നോക്കുക. MS Office ആയാലും ഫോട്ടോഷോപ്പ് ആയാലും Animagic ആയാലും ഇവയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ദെൻ MS Office എന്താണെന്ന് നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫീസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ബണ്ടിൽ പ്രൊവൈഡഡ് ബൈ, സോഫ്റ്റ്വെയർ ബണ്ടിൽ പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ്. ദെൻ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസിന്റെ ഭാഗമായിട്ട് വരുന്ന
ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് MS Word, MS Excel, MS PowerPoint, then Outlook, Access, OneNote ആൻഡ് മെനി അതർ. ഓക്കെ, ഇവയെല്ലാം മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് പാക്കേജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷനെ വീണ്ടും ഇപ്പോൾ ബ്രോഡ്ലി നമ്മൾ പറയുമ്പോൾ ഡിവൈഡഡ് സോഫ്റ്റ്വെയർസ് ഇൻടു വാട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, റൈറ്റ്? ഇനി കുറച്ചുകൂടി ഫെർദർ ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ആദ്യത്തെ ടൈപ്പാണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ. എന്താണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ? ലെറ്റ്സ് സീ. പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ എ കോപ്പിറൈറ്റ്. സി, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടതാണ് പബ്ലിക് ഡൊമൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? വിച്ച് ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ദി കോപ്പിറൈറ്റ് ആക്ട്. കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൻഡ് സോ there is no particular owner or author has given up his ownership rights, leaving the software available for everyone to use. അതായത് ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന് ഒരു ഇന്ന വ്യക്തിയാണ് ഇതിന്റെ ഓണർ എന്ന് പറയാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത വ്യക്തി തന്നെ അതിന്റെ ഓണർഷിപ്പ് റൈറ്റ്സ് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അത് കോപ്പിറൈറ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഇത്തരം സോഫ്റ്റ്വെയർസിനെയാണ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ് പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് വൺ നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ കോപ്പിറൈറ്റ്. ദെൻ രണ്ടാമത്തെ ടൈപ്പാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കോൺട്രിബ്യൂട്ടഡ് അണ്ടർ എ ലൈസൻസ് ഓർ software distributed under license that makes the source code or program instructions freely available to the end user. അതായത് ഇത്തരം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ പറഞ്ഞ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ആകാം. ഇത് രണ്ട് രീതിയിലും ആകാം. പക്ഷേ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതിനർത്ഥം ആ സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഈ പ്രോഗ്രാമിനെ മാറ്റാൻ സാധിക്കും. അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫ്രീലി അവൈലബിൾ ടു ദി എൻഡ് യൂസർ. അതായത് നമ്മൾ ആ എഡിറ്റ് ചെയ്യുന്നത് വീണ്ടും നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സച്ച് എ ലൈസൻസ് ഓഫൺ എൻകറേജസ് ദി യൂസർ ടു മോഡിഫൈ ദി സോഴ്സ് കോഡ് ആസ് ലോങ് ആസ് ദി മോഡിഫിക്കേഷൻസ് ആർ മെയ്ഡ് ഫ്രീലി അവൈലബിൾ ടു അതർ യൂസേഴ്സ്. നമ്മൾ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ടോ ആ മോഡിഫിക്കേഷൻസ് ഒക്കെ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഫ്രീ ആയിട്ട് സാധിക്കും. അതാണ് കൺസെപ്ച്വലി പറയുവാണെങ്കിൽ അത്രയും മാത്രമാണ്. അതായത് ഇത്തരം സോഫ്റ്റ്വെയർസ് കിട്ടുവാണെങ്കിൽ, ഇത്തരം സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫോസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ നമ്മൾ ഐ തിങ്ക് ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോസിനെ പറ്റി പറയും. ഓക്കെ, ഫോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനൊക്കെ ഇപ്പൊ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ സപ്പോർട്ടോട് കൂടിയാണ് റൺ ചെയ്യുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം ആണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോസ്. ഈ ഫോസിൽ സോഴ്സ് കോഡ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നീഡിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ജനറലി ഈസ് അവൈലബിൾ അറ്റ് നോ ചാർജ്. നോർമലി ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അവൈലബിൾ ആകുക. ലിനക്സ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ. സോ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഐ തിങ്ക് 2 or 3 times പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞ ഒരു ഏരിയ ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിരുന്നത് ലിനക്സിനെ ആയിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ മോസില ഫയർഫോക്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിരുന്നു. ഓക്കെ, ഫയർഫോക്സ്, റിമെമ്പർ ദാറ്റ്. ഫയർഫോക്സ് ഉണ്ടല്ലോ ബ്രൗസർ, അതൊക്കെ ഈ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ദെൻ ലിനക്സിന്റെ കേർണൽ, ദെൻ വേർഡ് പ്രസ്, ഫ്രീ ഓഫീസ്, മോസില്ല ഫയർഫോക്സ് ഇവയെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണെന്ന് ഓർക്കുക. നമ്മൾ അടുത്തതിലേക്ക് പോകാം. അടുത്ത ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ? ലെറ്റ്സ് സീ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആർ ആപ്ലിക്കേഷൻസ് in which all rights are retained by the developer or publisher. അതായത് ഇത്തരം സോഫ്റ്റ്വെയർസിന്റെ പൂർണ്ണമായിട്ടുള്ള കോപ്പിറൈറ്റും അതേപോലെ അവകാശങ്ങളും മൊത്തം പബ്ലിഷറുടെ കയ്യിൽ തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ. അത് ഒരു പേയ്മെന്റോട് കൂടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കൂ. സോ ദേ ആർ നോട്ട് ടിപ്പിക്കലി ക്ലോസ്ഡ് സോഴ്സ്.
Meaning, sorry, they are typically closed source. They are not typically open source. Open source അല്ല, closed source ആണ്. അതിന്റെ അർത്ഥം എന്താണ്? Developer does not provide the source code to anyone outside the company. കമ്പനിക്ക് പുറത്ത് ഒരാൾക്കും ഈ പറയുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസോ പ്രോഗ്രാമിന്റെ കോഡോ പുറത്ത് റിവീൽ ചെയ്യില്ല. എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക പ്രോഗ്രാംസും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ലൈക്ക് അവാസ്റ്റിന്റെ സോഫ്റ്റ്വെയർസ് എല്ലാം, അതേപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ സോഫ്റ്റ്വെയർസ് എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. ദെൻ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അഡോബ് സ്യൂട്ട്, ഇവയെല്ലാം ആക്ച്വലി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്, മീൻസ് കോപ്പി റൈറ്റഡ് സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഷെയർവെയർ ആണ്, മറ്റൊരു കൺസെപ്റ്റ്. കോപ്പി റൈറ്റഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് ചാർജ് ഓൺ എ ട്രയൽ ബേസിസ്, യൂഷ്വലി വിത്ത് എ കണ്ടീഷൻ ദാറ്റ് യൂസർ പേ എ ഫീ ഫോർ കണ്ടിന്യൂഡ് യൂസ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് നമ്മളിപ്പോൾ ചില ആന്റിവൈറസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ പറയും 30 ഡേയ്സിൽ ട്രയൽ ആണ്, 30 ദിവസം നമുക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ആ 30 ദിവസം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ വി മേ ഹാവ് ടു പേ സംതിങ്. അവരുടെ ഒരു പേയ്മെന്റ് ഉണ്ടാവും, ആ പേയ്മെന്റ് നടത്തേണ്ടി വരും. ഇത്തരം സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ ആൻഡ് വിച്ച് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് ചാർജ് ഓൺ എ ട്രയൽ ബേസിസ്. ഒരു ട്രയൽ ബേസിസ് എന്നുള്ള രീതിയിൽ ഒരു 15 ഡേയ്സിലേക്കോ 30 ഡേയ്സിലേക്കൊക്കെ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ കണ്ടിന്യൂഡ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടി വരും. അത്തരം സോഫ്റ്റ്വെയർസ് ആണ് ഷെയർവെയർ. ദെൻ അടുത്തത് ഫ്രീവെയർ. സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ചാർജ് ആൻഡ് വിച്ച് മേ ബി റീഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് ചാർജ് ബൈ ഇറ്റ്സ് യൂസേഴ്സ്. അതായത് ഇത്തരം സോഫ്റ്റ്വെയർ ഫ്രീവെയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒറിജിനൽ കോപ്പി അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഓതർ കൊടുത്തിരിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അത് നമുക്ക് വേണമെങ്കിൽ വേറെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് റീഡിസ്ട്രിബ്യൂട്ടും ചെയ്യാം. പക്ഷേ ഓണർഷിപ്പ് റൈറ്റ് ഈസ് റീറ്റെയിൻഡ്. ഈ സോഫ്റ്റ്വെയറിന്റെ ഓണർഷിപ്പ് ആരാണോ അത് ക്രിയേറ്റ് ചെയ്ത് ആ ഓതർ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇത്ര മാത്രമാണ്. ഹൗഎവർ, ഓണർഷിപ്പ് ഈസ് റീറ്റെയിൻഡ് ബൈ ദി ഡെവലപ്പർ ഹു മേ ചേഞ്ച് ഫ്യൂച്ചർ റിലീസസ് ഫ്രം ഫ്രീവെയർ ടു എ പെയ്ഡ് പ്രൊഡക്റ്റ് ഓർ ഫ്രീവെയർ. അതിന്റെ മീനിങ് ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓണർഷിപ്പ് നമ്മുടെ കൈവശം വയ്ക്കുന്നത്? ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് പെയ്ഡ് ആക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ കോപ്പിറൈറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കത് പെയ്ഡ് ആക്കാൻ പിന്നീട് സാധിക്കാതെ പോകും. ആ ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചറിൽ ഒരു പുതിയ വെർഷൻ ഇറക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു പെയ്ഡ് വെർഷൻ ആയിട്ടായിരിക്കും ഇറക്കുക. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീവെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിന്റെ ഒരു പുതിയ വെർഷൻ വരുമ്പോൾ അത് ചിലപ്പോൾ പെയ്ഡ് വെർഷൻ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഇതാണ് ഫ്രീവെയർ. ദെൻ കൺസെപ്റ്റ്സ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞത് ഓപ്പൺ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഷെയർവെയർ, ഫ്രീവെയർ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയണം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണോ? ഫൈൻ, ശരി. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുമായി ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോഫ്റ്റ്വെയർ ദാറ്റ് യു ക്യാൻ ഡൗൺലോഡ് ഫോർ ഫ്രീ ബട്ട് ഹൗ ടു പേ ടു കണ്ടിന്യൂ ഇറ്റ്സ് യൂസ് ആഫ്റ്റർ ട്രയൽ പീരീഡ് ഈസ് കോൾഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, പക്ഷെ ഒരു ട്രയൽ പീരീഡ് കഴിയുമ്പോൾ പേയ്മെന്റ്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ, ഷെയർവെയർ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ? പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സാമ്പിൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് പറയും. പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സാമ്പിൾ. വിൻഡോസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്. എക്സാക്ട്ലി, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നല്ല, പ്രൊപ്രൈറ്ററി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയുണ്ട്? ലിനക്സ് ഉണ്ടാകും, ദെൻ വിൻഡോസ് ഉണ്ട്. ബാക്കി രണ്ടും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്, റൈറ്റ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയാലും ഓഫീസ് ആയാലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ദെൻ പ്രൊപ്രൈറ്ററി കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 4, മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു ഏരിയയിൽ നിന്നുള്ള വേറൊരു ചോദ്യം ഇതായിരുന്നു. മാച്ച് ദി ഫോളോയിങ്. ജസ്റ്റ് നോക്കുക. ലിസ്റ്റ് 1 കമ്പ്യൂട്ടർ ടേംസിനെ പറ്റിയും ലിസ്റ്റ് 2 പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷനെ പറ്റിയുമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, www, then ഡിവൈസ് ഡ്രൈവർ, IP. കൺസെപ്റ്റുകളിൽ ഏതെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ഐ തിങ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, റൈറ്റ്? അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ടൈം പ്രോസസ് ടൈം മാനേജ് ചെയ്യുക. യെസ്, ഓപ്ഷൻ ഫസ്റ്റ് വൺ റൈറ്റ് ആണോ? ഓപ്ഷൻ 3. ഓക്കെ ഫൈൻ. ഓപ്ഷൻ 3 ആണോ? സെക്കൻഡ് വൺ ആണോ ഫോർത്ത് വൺ ആണോ? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഈസ് ഇറ്റ് എ സർവീസ് ദാറ്റ് റൺസ് ഓൺ ഇന്റർനെറ്റ് വഴിയുള്ള സർവീസ് അല്ല. ദെൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ടു കൺട്രോൾ എ പീസ് അല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് പെരിഫറൽസ് ആൻഡ് പ്രോസസർ ടൈം, റൈറ്റ്? പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ കണക്ടിവിറ്റി, എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യുന്നു. അതുകൂടാതെ പ്രോസസർ ടൈമും കൺട്രോൾ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റൈറ്റ്? ദെൻ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സർവീസ് ദാറ്റ് റൺസ് ഓൺ ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴി പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഒരു സർവീസ് ആണ് വേൾഡ് വൈഡ് വെബ്. ദെൻ ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ, ഡിവൈസ് ഡ്രൈവർ ഇപ്പൊ നമ്മളൊരു USB ഡിവൈസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു USB ആണെന്ന് എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്, നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ മനസ്സിലാവുന്നത്? ബിക്കോസ് ഈ USB-യുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇസ്. ആ പ്രോഗ്രാമാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിനോട് ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത്തരം പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈസ് ഡ്രൈവർ മീൻസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു കൺട്രോൾ എ പീസ്. എ പീസ് ഇൻ ദി സെൻസ് ഒരു പാർട്ട്. ലൈക്ക് നമ്മളിപ്പോൾ പ്രിന്റർ ഘടിപ്പിക്കുകയെന്ന് വിചാരിക്കുക. പ്രിന്ററുമായി ബന്ധപ്പെട്ട് മുമ്പൊക്കെ ഒരു CD കിട്ടുമായിരുന്നു. ആ CDക്കകത്ത് ആ ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് പ്രിന്റർ എന്താണെന്നും പ്രിന്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പൂർണ്ണമായിട്ടും ആർക്ക് മനസ്സിലാവുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് മനസ്സിലാവുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത്. അതുവഴിയാണ് ഈ ഒരു കൺട്രോളിങ് പോസിബിൾ ആവുന്നത്. ആൻഡ് ഫൈനലി IP എന്താ? IP എന്ന് പറഞ്ഞാൽ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദി നെറ്റ്വർക്ക് അഡ്രസ്. IP അഡ്രസ് എന്ന് പറയില്ലേ? ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റൂട്ടിംഗ് പാക്കറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ മെയിലൊക്കെ അയക്കുന്ന സമയത്തൊക്കെ കണക്ട് ചെയ്യുന്ന സെയിം അഡ്രസ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു നെറ്റ്വർക്ക് അഡ്രസ്സിനെയാണ് IP എന്ന് പറയുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് A. Okay, this one, right? Second one. Fine. So ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കിയേക്കുക. ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ലിനക്സ്, ദെൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, VMS ഒക്കെ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ദെൻ OS 400, AIX, ZOS, ഇതൊക്കെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ആ പേരുകളൊന്നും അനുസരിച്ചേക്കുക. ബിക്കോസ് നമ്മളുടെ അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, WWW പറ്റി. സോ WWW സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് വെബ്, ഓർ പോപ്പുലർലി നോൺ ആസ് ദി വെബ് എന്ന് കൂടി പറയും. ദി ലീഡിംഗ് ഇൻഫർമേഷൻ റിട്രീവൽ സർവീസ് ഓഫ് ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴിയുള്ള ഇൻഫർമേഷൻ റിട്രീവൽ സർവീസ് ആണ് വേൾഡ് വൈഡ് വെബ്. അതായത് നമുക്ക് ഈ പറയുന്ന ഡേറ്റ മൊത്തം ഇന്റർനെറ്റിലുള്ള പല വെബ് പേജുകൾ വഴി അവൈലബിൾ ആക്കുന്നത് ഈ വേൾഡ് വൈഡ് വെബിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. സോ ദി വെബ് ഗീവ്സ് യൂസർ ആക്സസ് ടു എ വാസ്റ്റ് അറേ ഓഫ് ഡോക്യുമെന്റ്സ് that are connected to each other by means of hypertext or hypermedia links. So hypertext എന്ന് പറഞ്ഞാൽ എന്താ? hypertext എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഒപ്പം മറ്റ് മൾട്ടിമീഡിയാസ് ഒക്കെ ചേരുമ്പോഴാണ് അത് ഹൈപ്പർ ടെക്സ്റ്റ് ആവുന്നത്. സോ ഈ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അത്തരത്തിൽ വെബ് പേജുകളെ തമ്മിൽ, ഇപ്പോൾ പല ഡോക്യുമെന്റ്സ് ഉദ്ദേശിക്കുന്നത് പല വെബ് പേജുകളാണ്. ഈ വെബ് പേജുകളെ തമ്മിൽ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നതാണ് വേൾഡ് വൈഡ് വെബ്. ഇത് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ അദ്ദേഹം അതിന്റെ കോപ്പിറൈറ്റ് ഒന്നും കൈവശം വെച്ചില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക ചെയ്തത്. അങ്ങനെ ഒരു സർവീസ് ആണ് വേൾഡ് വൈഡ് വെബ്. ദെൻ അടുത്തത് ഡിവൈസ് ഡ്രൈവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിവൈസ് ഡ്രൈവർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രിന്റർ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് ഹാർഡ്വെയറിനെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ഒരു ഡിവൈസ് ഡ്രൈവറിന്റെ സപ്പോർട്ടോടുകൂടിയാണ്. ദെൻ IP അഡ്രസ് പറഞ്ഞു. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്നാണ് പറയുക. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ
എന്നതാണ് IP-യുടെ ഫുൾ ഫോം. ദെൻ ഇനി കുറച്ച് അതർ ടേംസ് കൂടി സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ചില ടേംസുകൾ കൂടി മനസ്സിലാക്കുക. ലൈക്ക് മാൽവെയർ, മലീഷ്യസ് സോഫ്റ്റ്വെയർ, എന്താണ് കൺസെപ്റ്റുകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയുന്ന ഒരു ടേമാണ് ഫിഷിംഗ്. എന്താണ് ഫിഷിംഗ്? ഫിഷിംഗ് ഈസ് എ സൈബർ ക്രൈം in which a target or targets are contacted by email, telephone, or text message by someone posing as a legitimate institution to lure individuals into providing sensitive data such as personally identifiable information, banking information, credit card details, and other some passwords. നമ്മളിപ്പോൾ പലപ്പോഴും കാണാറുള്ളതാണ്, പലപ്പോഴും അനുഭവിക്കാറുള്ളതാണ്. ചില കോളുകൾ, ഫോൺ കോളുകളൊക്കെ വന്നിട്ട് അവർ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എക്സ്പയർ ആവുകയാണ്, പെട്ടെന്ന് അതിനകത്ത് CVV നമ്പർ പറയുകയാണെങ്കിൽ അത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫ്രോഡുലന്റ് ആയിട്ടുള്ള കോളുകൾ വരും. അങ്ങനെയുള്ള ഫ്രോഡുലന്റ് കോളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ലൈക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഐഡന്റിഫയബിൾ ഇൻഫർമേഷൻസ് ഒക്കെ ആകാം, ഇത് അവരിലേക്ക് ലീക്ക് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുന്ന പ്രാക്ടീസുകളെയാണ്, അത്തരം ക്രൈംസിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ഗോട്ട് വാട്ട് ഈസ് ഫിഷിംഗ്, റൈറ്റ്? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലെജിറ്റിമേറ്റ് എൻറ്റിറ്റി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സൈബർ ക്രൈം. ദെൻ മാൽവെയർ. എന്താണ് മാൽവെയർ? മാൽവെയർ ഇസ് എ കളക്റ്റീവ് നെയിം ഫോർ എ നമ്പർ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ വേരിയൻസ്. ഇതൊരു സോഫ്റ്റ്വെയർ അല്ല. മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. സോ മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെ പൂർണ്ണമായിട്ട് എടുത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മാൽവെയർ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് വൈറസ്, ദെൻ റാൻസംവെയർ, സ്പൈവെയർ. സോ ഷോർട്ട് ആൻഡ് for malicious software, malware typically consists of a code developed by cyber attackers designed to cause intensive damages to data and systems or to gain unauthorized access to networks. അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് അവരെന്താ ചെയ്യുക? നമ്മളുടെ സെൻസിറ്റീവ് ഡേറ്റ ചോർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കോഡുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വൈറസ്, ransomware or spyware. So computer virus എന്താണ്? Computer virus എന്ന് പറഞ്ഞാൽ is a malware that is attached to another program such as a document which can replicate and spread after an initial execution on the target system where human interaction is required. അതായത് ഇവിടെ നിങ്ങൾ വൈറസ് എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. അതായത് വൈറസ് നോർമലി വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രോഗ്രാമിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സോങ് ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യുന്നു. ആ മൂവിയുടെ ഒപ്പമാണ് വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുക. അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു വൈറസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. വൈറസ് എന്ന് പറയുന്നത് നോർമലി മറ്റൊരു പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത്, ഈ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിയാലും നമ്മളുടെ ഒരു ഇന്ററാക്ഷനോട് കൂടി നമ്മളൊരു റൺ കമാൻഡ് കൊടുത്താൽ മാത്രമേ വൈറസിന് റൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കാം. ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു റൺ ഓപ്ഷൻ ഉണ്ടാവും. റൺ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം. ആ ഒരു പോയിന്റിലാണ്, അതായത് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിലാണ് വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തുകയും അത് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതർവൈസ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ ഒരിക്കലും കമ്പ്യൂട്ടർ ഈ പറയുന്ന വൈറസിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് ഇസ് ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ വൈറസ് ആൻഡ് എ കമ്പ്യൂട്ടർ വേം. ഓക്കെ, കമ്പ്യൂട്ടർ വേം ആണെങ്കിൽ എങ്ങനെയാ? വേം ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു കാര്യവും വേണ്ട, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു, കമ്പ്യൂട്ടറിലേക്ക് എത്തിയിട്ട് സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യും. അവിടെ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ഹ്യൂമൻ ഇന്ററാക്ഷന്റെ യാതൊരു ആവശ്യമില്ല. ഓക്കെ, സോ മെനി വൈറസസ് ആർ ഹാർംഫുൾ ആൻഡ് ക്യാൻ ഡിസ്ട്രോയ് ഡേറ്റ, സ്ലോ ഡൗൺ സിസ്റ്റം റിസോഴ്സസ് ആൻഡ് മേക്ക് ലോ കീസ്ട്രോക്സ് സ്ലോ ആകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ സിസ്റ്റം റിസോഴ്സ് നശിപ്പിക്കാം, നമ്മളുടെ ഡേറ്റ നശിപ്പിക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വൈറസ് എൻ്റർ ചെയ്യുന്നത് വഴി ഉണ്ടാകാം. വൈറസിൽ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മറ്റൊരു പ്രോഗ്രാമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വൈറസ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുക. രണ്ടാമതായിട്ട് ഒരു ഹ്യൂമൻ ഇന്ററാക്ഷനോട് കൂടി മാത്രമേ ഇത് റിപ്ലിക്കേറ്റ് ചെയ്യൂ, സ്പ്രെഡ് ചെയ്യൂ. ഓക്കെ, ദെൻ അടുത്തത് കമ്പ്യൂട്ടർ വേം ആണ്. കമ്പ്യൂട്ടർ വേം ഇസ് എ സ്റ്റാൻഡ് അലോൺ മാൽവെയർ കമ്പ്യൂട്ടർ പ്രോഗ്രാം. See the way, this is a stand alone one. കമ്പ്യൂട്ടർ വൈറസ് എന്താണ്?
ഈസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. മറ്റൊന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ വേം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടർ മാൽവെയർ പ്രോഗ്രാമാണ്. ദാറ്റ് റിപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ്. അവിടെ ഒരു ഹ്യൂമൻ ഇന്ററാക്ഷന്റെ ആവശ്യമില്ല. ഇത് സ്വന്തമായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യും in order to spread it to other computers. ഒരു കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സെക്യൂരിറ്റി ഫെയിലിയർ ഒക്കെ കാരണമായിരിക്കും, നെറ്റ്വർക്കിലുള്ള ഫെയിലിയേഴ്സ് കാരണമായിരിക്കും ഇത് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിനെ ഹോസ്റ്റ് ആക്കി വെച്ചുകൊണ്ട് മറ്റ് കമ്പ്യൂട്ടറിനെ, ഒരു നെറ്റ്വർക്കിൽ വരുന്ന മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് ഇത് തന്നെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഓഫൺ യൂസസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു സ്പ്രെഡ് ഇറ്റ് സെൽഫ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്, relying on security failure on the target computer to access it. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, സെക്യൂരിറ്റി ഫെയിലിയർ ഉണ്ടെന്ന് കാണുമ്പോൾ ആ ഒരു ടൈമിൽ എൻ്റർ ചെയ്യുന്നു, കമ്പ്യൂട്ടർ കയറുന്നു, കമ്പ്യൂട്ടർ കയറിയതിനു ശേഷം റിപ്ലിക്കേറ്റ് ചെയ്യും, സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യും. അതിനുശേഷം മറ്റ് കമ്പ്യൂട്ടറുകളെ, ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ കമ്പ്യൂട്ടറുകളെയും അറ്റാക്ക് ചെയ്യും. സോ ഇറ്റ് വിൽ യൂസ് ദി മെഷീൻ ആസ് എ ഹോസ്റ്റ് ടു സ്കാൻ ആൻഡ് ഇൻഫെക്ട് അതർ കമ്പ്യൂട്ടർ. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ വെയിൻ. ദെൻ ട്രോജൻ ഹോഴ്സ്. ഒരു വൈറസ് ആയിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും വൈറസും ട്രോജൻ ഹോഴ്സും തമ്മിൽ അതിന്റെ ജനറൽ നേച്ചറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ട്രോജൻ ഹോഴ്സ് ഓർ ട്രോജൻ ഈസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് ഈസ് ഓഫൺ ഡിസ്ഗൈസ്ഡ് ആസ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ് ദി ബേസിക് ഡിഫറൻസ്. വൈറസ് എങ്ങനെയാണ് വരിക? ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു അനദർ പ്രോഗ്രാം. മറ്റൊരു പ്രോഗ്രാമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നത്. എന്നാൽ ട്രോജൻ ഹോഴ്സ് നമ്മളെ പറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരിക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മൂവി ആയിരിക്കും, പക്ഷെ കയറി വരുന്നത് ട്രോജൻ ഹോഴ്സ് ആയിരിക്കും. ഇതായിരിക്കും ട്രോജന്റെ ഒരു വേ. ഒരു ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നോർമലി ട്രോജൻ ഹോഴ്സ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നത്. സോ ട്രോജൻസ് ക്യാൻ ബി എംപ്ലോയിഡ് ബൈ സൈബർ തീവ്സ് ഓർ ഹാക്കേഴ്സ് ട്രൈങ് ടു ഗെയിൻ ആക്സസ് ടു യൂസേഴ്സ് സിസ്റ്റം. അവർ നമ്മുടെ സിസ്റ്റത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു മെക്കാനിസമായിട്ട്, അല്ലെങ്കിൽ ഒരു മാൽവെയർ പ്രോഗ്രാമാണ് Trojan horse. Users are typically tricked by some form of social engineering into loading and executing Trojan to their system. ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് അതാണെന്ന് വിചാരിച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നതാകാം. പക്ഷെ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രോജനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ട്രോജൻ. ദെൻ അടുത്തത് ലോജിക് ബോംബാണ്. ലോജിക് ബോംബ് എന്ന് പറഞ്ഞാൽ ഈസ് എ പീസ് ഓഫ് കോഡ് ദാറ്റ് ഈസ് ഇന്റൻഷനലി ഇൻസേർട്ടഡ് ഇൻ ടു എ software system that will set off a malicious function when specified conditions are met. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരാൾ യൂസ് ചെയ്യുവാണ്, നമ്മുടെ കമ്പ്യൂട്ടർ ഒരുപാട് രഹസ്യങ്ങളൊന്നും വിചാരിക്കുക, അത് മറ്റൊരാൾ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ഡേറ്റയും നശിപ്പിക്കാൻ വേണ്ടി ഒരു കോഡ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡിന് ഒരു ലോജിക് ബോംബ് എന്ന് പറയാം. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശിവാജി മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം പിടിയിട്ടു. ആ ഒരു മൂവി തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ലാപ്ടോപ്പിനകത്ത് എല്ലാ സീക്രട്ട് ഡേറ്റ അദ്ദേഹത്തിന്റെ ഉണ്ട്. സോ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോജിക് ബോംബാണ്. അത് ചെയ്തിരിക്കുന്ന വെച്ചിട്ട് 2-ൽ കൂടുതൽ പ്രാവശ്യം പാസ്വേഡ് തെറ്റായിട്ട് വരുവാണെങ്കിൽ എല്ലാ ഡേറ്റയും ഇറേസ്ഡ് ആയി പോകും. ഇത്തരം ആക്ടിവിറ്റീസിനെ, അതായത് ഇതിന്റെ യൂസർ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാംസിനെയാണ് ലോജിക് ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, എ പ്രോഗ്രാമർ മേ hide a piece of code that starts deleting files should they ever be terminated from the company. അതായത് ചില കേസുകളിൽ ചില പ്രോഗ്രാമേഴ്സ് ഇങ്ങനത്തെ കുരുത്തക്കേട് കാണിക്കാറുണ്ട്. അവരുടെ ഏതെങ്കിലും സമയത്ത് അവർ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുവാണെങ്കിൽ ആ ടൈമിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത എല്ലാ ഫയലും ഡിലീറ്റ് ആയി പോകാനുള്ള കോഡൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെയുള്ള കോഡുകളെല്ലാം ലോജിക് ബോംബിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ അനദർ ടേം ഈസ് ഈ ഒരു മാൽവെയർ കൺസെപ്റ്റ് പറയുന്ന മറ്റൊരു ടേമാണ് സ്പൈവെയർ. വാട്ട് ഈസ് സ്പൈവെയർ? സ്പൈസ് എന്താ ചെയ്യുന്നത്? അതേ പർപ്പസ് തന്നെ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് സ്പൈവെയർ. അതായത് സ്പൈവെയർ ഈസ് അൺവാണ്ടഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇൻഫിൽട്രേറ്റ്സ് യുവർ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, സ്റ്റീലിംഗ് യുവർ ഇന്റർനെറ്റ് യൂസേജ് ഡേറ്റ ആൻഡ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അറിയാതെ കയറി വരും. ദെൻ നമ്മളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തിയെടുത്തുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ പുറത്തു പോകും. ഇത്തരം സോഫ്റ്റ്വെയർസിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. സോ സ്പൈവെയർ ഇസ് ക്ലാസിഫൈഡ് ആസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ, malicious software designed to gain access to or damage your computer without your knowledge. നമ്മൾ അറിയാതെ എല്ലാ പ്രശ്നങ്ങളും വരുത്തി തീർക്കും. അത്തരം സോഫ്റ്റ്വെയർസ് ആണ്
സ്പൈവെയർ. ദെൻ അടുത്തത് റാൻസം വെയർ ആണ്. റാൻസം വെയർ ഇസ് എ malicious software that infects your computer and displays messages demanding a fee to be paid in order for your system to work again. ലൈക്ക് ഒരു തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇവരെന്താ ചെയ്യുക, കമ്പ്യൂട്ടറിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ വിൽ ഡിമാൻഡ് ഒരു റാൻസം ചോദിക്കുന്നു. ഈ റാൻസം പേ ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ പിന്നെ വർക്ക് ചെയ്യൂ. അത്തരം മാൽവെയർസിനെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. സോ റാൻസം വെയർ ഈസ് എ malicious software that infects your computer and displays messages demanding a fee. ഒരു ഫീ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഫീ ടു വർക്ക് ഇറ്റ് അഗെയിൻ, റൈറ്റ്? So this class of malware is a criminal money making mechanism that can be installed through descriptive links in an email message or instant messages or websites. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് വരാം. ഒന്നെങ്കിൽ ഒരു മെയിൽ ആകാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആകാം. ആ മെസ്സേജുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വഴി ഇത്തരത്തിലുള്ള റാൻസം വെയർ നമ്മുടെ സിസ്റ്റത്തിൽ എത്തുകയും അത് നമ്മുടെ സിസ്റ്റത്തെ മൊത്തമായിട്ടും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റാൻസം വെയർ, സ്പൈവെയർ, അതേപോലെ വൈറസ്, ലോജിക് ബോംബ് തുടങ്ങിയവ തമ്മിലുള്ള ഡിഫറൻസുകൾ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ മറ്റു ചില കൺസെപ്റ്റുകൾ കൂടിയുണ്ട്. ലെറ്റ് മീ ടേക്ക് 1 minute break. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ റാൻസം വെയർ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊരു ടേമാണ് ബഗ്. ബഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക് എററാണ്. അതായത് ഇവിടെ ഇതൊരു മാൽവെയർ ഒന്നുമല്ല. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഒരു ലോജിക് എറർ വരുവാണെങ്കിൽ, കോഡിനകത്ത് എന്തെങ്കിലും ഒരു എറർ വരുവാണെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യും. പക്ഷെ പ്രോഗ്രാം യഥാർത്ഥത്തിൽ റൺ ചെയ്യേണ്ട രീതിയിൽ റൺ ചെയ്യില്ല. അവിടെയാണ് ബഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, so in a computer programming, a logic error is a bug in a program that causes it to operate incorrectly. അവിടെ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്, പക്ഷെ റൺ ചെയ്യേണ്ട രീതിയിലല്ല. ഒരു ഇൻകറക്റ്റ്ലി ആണ് ആ ഓപ്പറേഷൻസ് നടക്കുന്നതെങ്കിൽ അതിനെ ബഗ് എന്ന് പറയാം. സോ ബട്ട് നോട്ട് ടു ടെർമിനേറ്റ് അബ്നോർമലി. ഇവിടെ ക്രാഷ് ആവുന്നില്ല, ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺ ഒന്നും ആവുന്നില്ല, റൺ ചെയ്യുന്നുണ്ട്, പക്ഷെ റൺ ചെയ്യുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് ബഗ് വരുന്നത്. അൺലൈക്ക് എ പ്രോഗ്രാം വിത്ത് സിന്റാക്സ് എറർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ആ പ്രോഗ്രാം എൻഡ് ആയി പോകും. സോ എ പ്രോഗ്രാം വിത്ത് എ ലോജിക് എറർ ഇസ് എ വാലിഡ് പ്രോഗ്രാം. പക്ഷെ സിന്റാക്സ് എറർ ആണെങ്കിൽ ആ പ്രോഗ്രാം ഡൗൺ ആവും. ഓക്കെ, അത്തരം പ്രോഗ്രാം നോർമലി ബിഹേവ് ചെയ്യേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അബാൻഡൻ വെയർ ഒക്കെ കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ടേമാണ്. അബാൻഡൻ വെയർ റെഫേഴ്സ് ടു സോഫ്റ്റ്വെയർ that is no longer supported or maintained by its original developer. So although it may still be available for download, its use may be subject to copyright considerations. അതായത് അബാൻഡൻ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ അതിന്റെ ഒറിജിനൽ ക്രിയേറ്റർ അവരതിന്റെ ഉപയോഗം നിർത്തിവെച്ചു. അബാൻഡൻ ആണ്, ഇനി അത് വേണ്ട എന്നുള്ള രീതിയിൽ ഉപയോഗം നിർത്തിവെച്ചിരിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനൊരു സപ്പോർട്ടും കിട്ടില്ല. ഒറിജിനൽ ഡെവലപ്പർ അതിനെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്, ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫോളോ അപ്പ് ഒന്നും നടത്തുന്നതായിരിക്കില്ല. അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് അബാൻഡൻ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബീറ്റ സോഫ്റ്റ്വെയർ is pre-release software made available to a select group. ഇപ്പൊ നമ്മൾ പൈലറ്റ് സ്റ്റഡി ഒക്കെ നടത്തുന്നത് പോലെ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കുറച്ച് ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്, കുറച്ച് യൂസേഴ്സിനെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി അവൈലബിൾ ആക്കുവാണെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർസിനെ ബീറ്റ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ, so beta software is a pre-release software made available to a select group of users for testing and feedback before its official use. ഒഫീഷ്യൽ റിലീസിന് മുമ്പ് ടെസ്റ്റ് ചെയ്യാനും അതിന്റെ ഫീഡ്ബാക്ക് കിട്ടാനും വേണ്ടിയുള്ള ഒരു പൈലറ്റ് സ്റ്റഡി പോലെ.
അത്തരത്തിൽ നമ്മൾ ഇറക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ബീറ്റ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ആഡ്വെയർ. ആഡ്വെയർ ഇസ് ഫ്രീ സോഫ്റ്റ്വെയർ that displays advertisements to users while they use the application. അതായത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതിനിടയിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് വരും. ഈ ആഡ് ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ അഡ്വർടൈസ്മെന്റിൽ നിന്നാണ് ഇത്തരം സോഫ്റ്റ്വെയർസിന് റവന്യൂ കിട്ടുന്നത്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ദീസ് ആഡ്സ് ജനറേറ്റ് റവന്യൂ ഫോർ ദി സിസ്റ്റം ഡെവലപ്പർ. ദെൻ ട്രയൽ വെയർ. ട്രയൽ വെയറിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രയൽ വെയർ കൺസെപ്റ്റും അതേപോലെ നമ്മൾ പറഞ്ഞ ഷെയർ വെയർ കൺസെപ്റ്റും ഒന്ന് തന്നെയാണ്. ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നു, അതിനുശേഷം വി മേ ഹാവ് ടു പേ സംതിങ്. അങ്ങനെയുള്ളതിനെയാണ് ട്രയൽ വെയർ ഓർ ഷെയർ വെയർ എന്ന് പറയുന്നത്. ദെൻ ക്ലോസ്ഡ് സോഴ്സ് ഓർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അതായത് ഓണർഷിപ്പ് റീറ്റെയിൻ ചെയ്തിട്ടുള്ള, ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും കോപ്പിറൈറ്റ് റീറ്റെയിൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് ക്ലോസ്ഡ് സോഴ്സ് ഓർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ, സെയിൽസിന് വെച്ചിരിക്കുന്ന കമ്പനി സെല്ല് ചെയ്യുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ അതിനെ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർസ് എന്ന് പറയും. ഒരു ലൈസൻസ് ഫീ ഈടാക്കിക്കൊണ്ടായിരിക്കും ഇത്തരം സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ഫർദർ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. അതിനുശേഷമുള്ള ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ: ഫിഷിംഗ്, മാൽവെയർ, കമ്പ്യൂട്ടർ വൈറസ്, കമ്പ്യൂട്ടർ വേം, ദെൻ ട്രോജൻ ഹോഴ്സ്, ലോജിക് ബോംബ്, സ്പൈവെയർ, റാൻസംവെയർ, ബഗ്, abandonware, beta software, then adware, trialware, closed source or proprietary software, commercial software. Concept clear അല്ലേ? Yes, sir. Yes. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് ഡിനോട്ട്സ് ആൻ എറർ ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അറിയാലോ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ എറർ എന്ന് പറയുന്നത് ബഗ് ആണ്. ഓക്കെ, എന്താണ് സ്പാം? സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വർടൈസ്മെന്റിന്റെ മെസ്സേജുകളൊക്കെ കുറെ ആളുകൾക്ക് ഒരുമിച്ച് അയക്കുന്ന രീതിയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മെയിൽ എടുക്കുകയാണെങ്കിൽ സ്പാം ബോക്സ് കാണുമല്ലോ, ആ കൺസെപ്റ്റ് ആണ്. ദെൻ വൈറസും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് മാൽവെയർ intentionally inserted into a software system that will set off a malicious function when specified conditions are met? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടേംസ് തന്നെയാണ് ഇവിടെ ചോദ്യമായിട്ടും ചോദിച്ചിരിക്കുന്നത്. പറയും. Option 4. Option 4, right. Logic bomb is the correct answer. But മറ്റൊരു question: with respect to computers, which one of the following best describes phishing? ഫിഷിങ്ങിനെ ഏറ്റവും നല്ലോണം ഡിസ്ക്രൈബ് ചെയ്യുന്ന താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? എ malicious program installed. Okay. So first option ഞാൻ വായിക്കുന്നു. A malicious program installed on a system that stays concealed to avoid detention. കൺസീൽഡ് ആയിട്ട് നിന്നിട്ട് ഡിറ്റൻഷൻ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള മാലീഷ്യസ് പ്രോഗ്രാം, സ്പൈവെയർ എന്ന് പറയാം. ഓക്കെ, അത് അതിനൊരു എക്സാമ്പിൾ ആണ്. എ മെത്തേഡ് ഓഫ് ബൈപാസിംഗ് നോർമൽ ഒതന്റിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഓവർ എ കണക്ഷൻ ടു ദി നെറ്റ്വർക്ക്. ഒതന്റിക്കേഷൻ പ്രൊസീജിയേഴ്സ് ബൈപാസ് ചെയ്തുകൊണ്ട് മാൽവെയർ ചെയ്യുന്ന രീതി. Then a type of unsolicited bulk email of identical messages sent to numerous recipients. ഇതിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. ഇതാണ് സ്പാമിംഗ്. കൺസെപ്റ്റ് ചോദിക്കോ, ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അൺസോളിസിറ്റഡ് ആയിട്ടുള്ള ബൾക്ക് ഇമെയിലുകൾ അയക്കുന്നു, അതുവഴി ഒരുപാട് പേർക്ക് ഒരേ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്ന രീതി, അതാണ് സ്പാമിംഗ്. Then an attempt to acquire sensitive information for malicious reasons by masquerading as a ട്രസ്റ്റ് എൻറ്റിറ്റി, ഒരു ബാങ്ക് എന്നുള്ള രീതിയിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. ചോദ്യം ഇതാണ്, ഫിഷിംഗ് ആണ്. ഫിഷിംഗിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നൗ മറ്റൊരു ക്വസ്റ്റ്യൻ: എ ഡാഷ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് സ്പ്രെഡ്സ് ബൈ inserting copies of itself into other executable code or documents. ഇതിന്റെ ആൻസർ ആയിട്ട് എന്തൊക്കെ വരാം? മാൽവെയറുകൾ പലതും നമുക്ക് പറയാം, പക്ഷെ തന്നിരിക്കുന്നതിൽ ഒറ്റ മാൽവെയർ മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഒരു മാൽവെയർ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ വൈറസ്. സോ റൈറ്റ് ആൻസർ ഈസ് കമ്പ്യൂട്ടർ വൈറസ്. പിന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫയർവാൾ ആൻഡ് ആന്റിവൈറസ് ആണ്. ഇവയൊന്നും വൈറസ് അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 കമ്പ്യൂട്ടർ വൈറസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് ഒന്നുകൂടി ബ്രീഫ് ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം ദാറ്റ് ഹാസ് ദി ഫോളോയിങ് ഫീച്ചർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ an operating system is a program that acts as an interface between എന്തൊക്കെയാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഹാർഡ്വെയറിനെയും അതേപോലെ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ രണ്ടും മറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർസും ഉണ്ടല്ലോ. അപ്പോൾ സോഫ്റ്റ്വെയർസിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Then it is an integrated set of specialized programs used for managing overall resources and operations of the computer. ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസിന്റെ സെറ്റ് ആയിട്ട് നമുക്ക് പറയാം. കമ്പ്യൂട്ടറിന്റെ ഓവറോൾ മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. Then it is a specialized software that controls and monitors execution of all other programs that resides in the computer, including application programs and other system software. എല്ലാ പ്രോഗ്രാംസിനെയും മാനേജ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും വരാം, അതേപോലെ മറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർസും ഇതിന്റെ ഭാഗമായിട്ട് വരാം. Then firewall. Firewall എന്താ? Firewall is a system that is designed to prevent unauthorized access to or from a private network. നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പുറത്തു നിന്നും അറ്റാക്കുകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. ആ ഒരു പ്രൊട്ടക്ഷനെയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ മേ ബി എ സോഫ്റ്റ്വെയർ ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഒരു സോഫ്റ്റ്വെയർ ആകാം, ഒരു ഹാർഡ്വെയർ ആകാം, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോമ്പിനേഷൻ എന്നുള്ള രീതിയിലും ഫയർവാളിനെ പറയാം. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ക്യാൻ ബി either a hardware or a software or a combination of both. Firewall prevents unauthorized internet usage from accessing private networks connected to the internet, especially intranets. അതായത് നമ്മളുടെ നെറ്റ്വർക്കിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ഫയർവാൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫയർവാൾ. ഫയർവാൾ നമ്മൾ ഈ ഓരോ ഓപ്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഫയർവാൾ അല്ല റൈറ്റ് ആൻസർ, പക്ഷേ ഓപ്ഷൻസിൽ ഫയർവാൾ ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. Now, മറ്റൊരു ടേമുകളിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ടേം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബ് ബ്രൗസർ ആണ്. എന്താണ് വെബ് ബ്രൗസർ? ഇസ് കോമൺലി റെഫേർഡ് ടു ആസ് ബ്രൗസർ. ബ്രൗസർ എന്നാണ് നമ്മൾ പറയുക. ഇസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഫോർ ആക്സസിങ് ഇൻഫർമേഷൻ ഫ്രം വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൽ നിന്നും ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്? വെബ് ബ്രൗസർ. Okay, when a user requests a web page from a particular website, the web browser retrieves the necessary content from a web browser and web server and then displays the page on the user's device. ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്രോം ഉണ്ടല്ലോ, നമ്മുടെ ഗൂഗിൾ ക്രോം. നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ ആ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഗൂഗിളിന്റെ പേജ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. അതായത് നമ്മൾ മറ്റൊരു പേജ് സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പേജ് നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വെബ് പേജുകളെ നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഇപ്പോൾ എഡ്ജ് ആണല്ലോ. ദെൻ മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, സഫാരി, ഒപ്പേറ പോലുള്ള ഒരുപാട് വെബ് ബ്രൗസേഴ്സ് നമുക്ക് പറയാം. ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് കൂടി മനസ്സിലാക്കുക. Search engine is a program that searches for and identifies items in a database that corresponds to a keyword or character specified by the user. നമ്മളിപ്പോൾ പറയുന്നു, നമ്മൾ ഒരു കീവേഡ് സെർച്ച് ചെയ്യും. ആ ഗൂഗിളിൽ കയറി നമ്മൾ എന്തെങ്കിലും ഒരു ബെസ്റ്റ് ഹോട്ടൽസ് ഉണ്ടാവും. സെർച്ച് ചെയ്യുമ്പോൾ ആ ബെസ്റ്റ് ഹോട്ടൽസിനെ പറ്റി പറയുന്ന വെബ് പേജുകളെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുവാണ്. ഓക്കെ, അപ്പോൾ ആ വെബ് പേജുകൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്തെന്ന് പറയും? വെബ് ബ്രൗസർ എന്ന് പറയും. ആ വെബ് പേജുകൾ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാമിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. വെബ് പേജുകൾ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സഹായിക്കുന്നത് ബ്രൗസർ ആണ്. ആ വെബ് പേജുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് പല സോഴ്സുകളും വെബ്സൈറ്റുകളിൽ പോയി നമുക്ക് സെർച്ച് ചെയ്ത് ആ ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗൂഗിൾ ഇസ് എ കോമൺലി യൂസ്ഡ് സെർച്ച് എഞ്ചിൻ. ദെൻ ബിങ്, യാഹു, ബെയ്ദു, AOL, Ask.com, Excite, DuckDuckGo ഇവയെല്ലാം സെർച്ച് എഞ്ചിനുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഈ രണ്ട് ഏരിയയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യുക,
സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം. സി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. വെബ് ബ്രൗസർ, വേർഡ് പ്രോസസർ, സ്പ്രെഡ്ഷീറ്റ് ആണ്, സ്പ്രെഡ്ഷീറ്റ്. ദെൻ വെബ് ഓതറിംഗ്. കൺസെപ്റ്റുകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെബ് ബ്രൗസർ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ അത് എടുത്തു മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നോക്കാം. ഒരു മാച്ച് ദി ഫോളോയിങ് ചെയ്യുവാണെങ്കിൽ വെബ് ബ്രൗസർ എന്താണ്? വാട്ട് ഈസ് വെബ് ബ്രൗസർ? ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്ത് എന്താണ് വെബ് ബ്രൗസർ? കണക്ട് വെബ്സൈറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ വെബ് പേജസ്. നമ്മുടെ മുമ്പിൽ വെബ് പേജുകൾ കാണിച്ചു തരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ദെൻ വേർഡ് പ്രോസസർ. എന്തിനു വേണ്ടിയാണ് വേർഡ് പ്രോസസർ യൂസ് ചെയ്യുന്നത്? പ്രിപ്പയർ റിട്ടൺ ഡോക്യുമെന്റ്സ് എഴുതാൻ വേണ്ടിയാണ് വേർഡ് പ്രോസസ് യൂസ് ഉള്ളത്. ദെൻ സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിലോ ന്യൂമറിക്കൽ ഡേറ്റ. ന്യൂമറിക്കൽ ഡേറ്റ, നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ റെപ്രസെന്റേഷന് വേണ്ടിയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ വെബ് ഓതറിംഗ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് വെബ് പേജസ്. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെബ് ഓതറിംഗ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ഓർക്കുക. സോ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വെബ് ബ്രൗസറിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ വേർഡ് പ്രോസസർ, പ്രിപ്പയർ ആൻഡ് എഡിറ്റ് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ലൈക്ക് MS വേർഡ്, ദെൻ MS നോട്ട്പാഡ്, അതേപോലെ ഗൂഗിൾ ഡോക്സ്, ലിബർ ഓഫീസ്, ഇവയെല്ലാം വേർഡ് പ്രോസസർ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ദെൻ പിന്നെ വരുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്സ്. ക്യാൻ സേ നമുക്ക് ഡേറ്റാസ്, ന്യൂമറിക്കൽ ടൈമിലുള്ള ഡേറ്റ സമറൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഷീറ്റ്സും അതേപോലെ MS എക്സലും ഒക്കെ സ്പ്രെഡ്ഷീറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. ദെൻ വെബ് ഓതറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് വൺ ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് വെബ് പേജസ് ഓർ വെബ്സൈറ്റ്സ്. വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ വെബ് ഓതറിംഗ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം വെബ് ഓർ മൈക്രോസോഫ്റ്റ് ഫ്രണ്ട് പേജ്, ഇതൊക്കെ വെബ് ഓതറിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? താഴെ തന്നിരിക്കുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തതാണ്. വെബ് ബ്രൗസർ അല്ലാത്തത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വെബ് ബ്രൗസർ ആണ്, മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസർ ആണ്, ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ആണ്. അല്ലാത്തത് യാഹൂ ആണ്. അസിസെറ്റ് നിങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? സി, ഒന്നെങ്കിൽ വെബ് ബ്രൗസറിനെ പറ്റി ചോദിച്ചു, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനെ പറ്റി ചോദിക്കുന്നു. തന്നിരിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? സഫാരി ഈസ് എ വെബ് ബ്രൗസർ. ഓക്കെ, ലിനക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ലിനക്സ് എന്താണ്? Is it a assembly language? It's an example for operating system. Linux operating system. കേട്ടോ. Then മറ്റൊരു ടേം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട മറ്റൊരു ടേം ആണ് VCVing. VCVing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എ VCVing editor or program is one that allows the developer to see what the end result will be look like while the interface or document is being created. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു തന്നതിന് ശേഷം മാത്രം ആ ഒരു ക്രിയേഷൻ നടത്തുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് VCVing എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചില ഡോക്യുമെന്റ് കൺവേർട്ട് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം VCVing പ്ലാറ്റ്ഫോംസ് കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ റിസൾട്ട് ഇപ്പോൾ ഒരു PPT ഡോക്യുമെന്റിന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു PPT ഡോക്യുമെന്റ് നിങ്ങളൊരു PDF ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചില സോഫ്റ്റ്വെയർസ് ഒക്കെ അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു തരും. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കാം ചില സോഫ്റ്റ്വെയർസ് ഒക്കെ ഫോട്ടോയുടെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു തരും. അങ്ങനെ ആ റിസൾട്ട് കാണിച്ചതിന് ശേഷം മാത്രം, റിസൾട്ട് ഇന്നതാണെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞതിന് ശേഷമാണ് കൺവേർഷൻ നടത്തുന്നതെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് VCVing സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് VCVingന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം. VCVing stands for what you see is what you get. എന്താണോ നമ്മളെ കാണിച്ചു തരുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.
സോ എന്താണോ കാണിച്ചു തരുന്നത് അത് തന്നെയായിരിക്കും കിട്ടുക എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ ടേം യൂസ് ചെയ്യുന്നത് VCV. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇൻ ഇന്റർനെറ്റ് ടെർമിനോളജി വാട്ട് ഡസ് ദി അക്രോണിം VCV സ്റ്റാൻഡ്സ് ഫോർ? VCVന്റെ ഫുൾ ഫോം എന്താണ്? സി, എന്താ റൈറ്റ് ആൻസർ? No. What you see is what you get. Option 2. Okay. So software related areas നമ്മൾ അതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഏരിയ മെമ്മറി ഹൈറാർക്കി. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നിലവിൽ? Is it clear? Yes, sir. പക്ക ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളോടെ പറയുവാട്ടെ ഇൻ ബിറ്റ്വീൻ. നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. ഒരു മിനിറ്റ്. Sir, യെസ് പ്ലീസ് പറയൂ. sir, വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിൽ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരുമോ? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ് പേജുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് വെബ് ബ്രൗസറാണ്. വെബ് പേജുകൾ ഇപ്പോൾ നമ്മളൊരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ www.something.com എന്നുള്ള ഈ വെബ് പേജ് നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ, ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. വേറസ് ഈ പേജുകളിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ഒരു കീ ടേം ലൈക്ക് റെസ്റ്റോറൻറ്റ്സ്, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചി സെർച്ച് ചെയ്യാന്നിരിക്കാം. ഈ കീയുടെ ടേമിന്റെ ആൻസറുകളുള്ള ഏതൊക്കെ വെബ് പേജുകളിലുണ്ട് എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന, ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിനും ഡിസ്പ്ലേ ചെയ്യുന്ന ഏതിനകത്തായിരിക്കും? വെബ് ബ്രൗസറിലാണ്. ദെൻ ആ വെബ് ബ്രൗസറിനകത്ത് ഏതൊക്കെ വെബ് പേജുകളിൽ ഈ പറയുന്ന കീ ടേം ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ക്രോം എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്, ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ക്ലിയർ ആണോ? ഓക്കെ സർ, ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, രണ്ടാമത്തെ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ മേജർ ഏരിയ ഒരു ഡൗട്ട്. യെസ് പ്ലീസ് പറയൂ. സഫാരി എന്തിനുള്ള എക്സാമ്പിൾ ആണ് സാറേ? സഫാരി എന്ന് പറയുന്നത് ബ്രൗസറാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ബ്രൗസറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതെന്നല്ലായിരുന്നോ MCQ ചോദിച്ചത്? അല്ല സോറി, ഞാനൊരു സെക്കൻഡ്. സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ 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 ശരി. അടുത്ത ഏരിയ മെമ്മറി ഹൈറാർക്കി. സോ മെമ്മറി ഹൈറാർക്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിലൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്പ്യൂട്ടർ കോമ്പോണന്റ് ഈസ് ഫാസ്റ്റസ്റ്റ് ഇൻ ടേംസ് ഓഫ് സ്പീഡ് ഓഫ് ആക്സസ്? സ്പീഡ് ഓഫ് ആക്സസിന്റെ ബേസിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കോമ്പോണന്റ് ഏതാണ്? USB ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, റാം, ദെൻ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഏതാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ആൻസറും പറയുന്നുണ്ട്, ഫൈൻ. നിങ്ങൾ ആൻസർ റാം എന്ന് പറയുന്നുണ്ട്, ഫൈൻ. സോ എനിവേ, ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഹൈറാർക്കി. സോ ദിസ് ഈസ് കോൾഡ് മെമ്മറി ഹൈറാർക്കി. ക്യാൻ സി ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയാവുന്നത് പ്രോസസർ രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സിലുള്ള ചെറിയ മെമ്മറി, ദെൻ ക്യാച്ച് മെമ്മറി. ക്യാച്ച് മെമ്മറിയും ഫാസ്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റാൻഡം ആക്സസ് റാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് USB മെമ്മറി, ഫ്ലാഷ് മെമ്മറി. ഓക്കെ, അതിനുശേഷം ഫാസ്റ്റ് ആണെന്ന് പറയാം. ദെൻ ഹാർഡ് ഡ്രൈവ്സ്, അതിന് സ്ലോ ആയിട്ട് പറയാവുന്നത് ടേപ്പ് ബാക്കപ്പ്. ഓക്കെ, ഇതൊരു ഓർഡർ എന്നുള്ള രീതിയിൽ ഓർക്കുക. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പറയാവുന്നത് പ്രോസസർ രജിസ്റ്റേഴ്സ് ആണ്. ദെൻ ക്യാച്ച് മെമ്മറി, അത് കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, ദെൻ പിന്നീട് മറ്റ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെല്ലാം പറയാം. ഇനി മെമ്മറിയെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പവർ ഓൺ ആൻഡ് പവർ ഓഫ് മെമ്മറി അത് നമ്മൾ പറയും. വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ മെമ്മറി ആ കൺസെപ്റ്റ് പറയാം. ദെൻ സൈസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ലാർജ് സൈസിലേക്ക് വരുന്നത് ഈ പറയുന്ന സെക്കൻഡറി അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് ബേസ്ഡ് ആയിട്ടുള്ള മെമ്മറിയാണ്. ഓക്കെ, ലാർജ് സൈസ് വരുന്നത്. ദെൻ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രോസസർ രജിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ സൈസിലുള്ള, ചെറിയ കപ്പാസിറ്റിയുള്ള മെമ്മറിയാണ്. അതേപോലെ ക്യാച്ച് മെമ്മറി ആയാലും ചെറിയ സൈസും ചെറിയ കപ്പാസിറ്റിയാണ് വരിക. റാൻഡം ആക്സസ് മെമ്മറി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മീഡിയം സൈസ് മെമ്മറി ആയിട്ട് നമുക്ക് പറയാം. ദെൻ USB ഫ്ലാഷ് ഡ്രൈവ് ഒക്കെ മീഡിയം ആൻഡ് ഒരു സ്മോൾ സൈസ് മെമ്മറി എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊരു ബ്രോഡ് ഐഡിയ എന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചേക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മെമ്മറി
ടൈപ്സിനെ കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ദാറ്റ് ഇസ് ദി ബേസിക് ക്ലാസിഫിക്കേഷൻ. പ്രൈമറി മെമ്മറി ഇൻക്ലൂഡ്സ് റോം ആൻഡ് റാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് സോ ക്ലോസ് ടു CPU ഓർ ദി കമ്പ്യൂട്ടർ മദർ ബോർഡ്. സോ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ മദർ ബോർഡുമായിട്ട് ക്ലോസ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് കോമ്പോണൻസ് ആണ്. ഒന്ന് റോം, റീഡ് ഓൺലി മെമ്മറി. രണ്ടാമതായിട്ട് റാം, റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, സോ ദിസ് എനേബിൾസ് ദി CPU ടു റീഡ് ഡേറ്റ ഫ്രം പ്രൈമറി മെമ്മറി വെരി ക്വിക്ക്ലി ഇൻഡീഡ്. ബിക്കോസ് CPU മദർ ബോർഡിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ്, CPU അടുത്ത് തന്നെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ദാറ്റ് CPU needs imminently so that it does not have to wait for it to be delivered. എപ്പോഴും ആവശ്യമുള്ള ഡേറ്റ സേവ് ചെയ്ത് വയ്ക്കുക, അതാണ് പ്രൈമറി മെമ്മറിയുടെ പർപ്പസ്. അപ്പോൾ ഓരോ ടൈമിലും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിൽ പോയിട്ട് ഈ മെമ്മറി ആക്സസ് ചെയ്യേണ്ട കാര്യം വരരുത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എപ്പോഴും പെട്ടെന്ന് ആവശ്യമുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൈമറി മെമ്മറി കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി മെമ്മറി ആണെങ്കിൽ ബൈ കോൺട്രാസ്റ്റ് ഈസ് യൂഷ്വലി ഫിസിക്കലി ലൊക്കേറ്റഡ് വിത്തിൻ എ സെപ്പറേറ്റ് സ്റ്റോറേജ് ഡിവൈസ്. ഇവിടെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് ഡിവൈസിലാണ് നോർമലി നമ്മൾ പറയുക. ലൈക്ക് ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആകാം, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. സോ വിച്ച് ഇസ് കണക്റ്റഡ് ടു ദി കമ്പ്യൂട്ടർ എയ്ഡർ ഡയറക്ട്ലി ഓവർ എ നെറ്റ്വർക്ക്. ഒന്നെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന, ഇപ്പോൾ USB വഴിയൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ഡിവൈസ് ആകാം. സോ ദി കോസ്റ്റ് പെർ ഗിഗാബൈറ്റ് ഓഫ് സെക്കൻഡറി മെമ്മറി is much lower, but the read and write speed are significantly slower. പ്രൈമറി മെമ്മറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി മെമ്മറിക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്, പക്ഷേ സ്പീഡ് പ്രൈമറി മെമ്മറിക്ക് സെക്കൻഡറി മെമ്മറിയേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദി കൺസെപ്റ്റ്. കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സീ ഹിയർ കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ദെൻ പ്രൈമറി മെമ്മറിയിലേക്ക് വരുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. ദെൻ സെക്കൻഡറി മെമ്മറിയിൽ പല സ്റ്റോറേജ് ഡിവൈസുകൾ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പറയാം. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ദെൻ കോമ്പാക്ട് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റ് ടേപ്പ്, ഇവയെല്ലാം സെക്കൻഡറി ഡിവൈസുകൾക്ക് എക്സാമ്പിൾ ആണ്. ദെൻ പ്രൈമറി ഡിവൈസുകളിൽ റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. അതേപോലെ റോമിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻഫാക്ട് അത് PROM ആകാം, EPROM ആകാം, ദെൻ EEPROM ആകാം. ഇതൊക്കെ ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ്. റോമിന്റെ ഒറിജിനലിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇതാണ്. വേരിയൻസ് ആണ് ഈ പറയുന്ന PROM-ഉം EEPROM-ഉം EPROM-ഉം. സോ ലെറ്റ്സ് സീ. നമ്മൾ പറഞ്ഞതുപോലെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, റാമും റോമും. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറി stems from the fact that data stored in a random access memory can be accessed, as the name suggests, in any random order. It was a previous question last year ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അത് ഇത്രയും സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ട് റാൻഡം ആക്സസ് മെമ്മറി? അല്ലെങ്കിൽ അവർ ചോദിച്ചിരുന്നത് റാൻഡം ആക്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് വഴി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും, ഇതാണ് ചോദിച്ചിരുന്നത്. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. റാൻഡം ആക്സസ് മെമ്മറിയിൽ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയും ഒരേ സ്പീഡിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ഒരു ഡേറ്റ ഈ പറയുന്ന മെമ്മറിയിൽ നിന്ന് എടുക്കുന്ന അതേ വേഗത്തിൽ തന്നെ ഇതിലുള്ള 100ാമത്തെ ഡേറ്റ ആയാലും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് റാൻഡം ഓർഡറിൽ ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത്. അത്തരം റാൻഡം ആക്സസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മെമ്മറി ആയതുകൊണ്ടാണ് ഇതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. പുട്ടിന് അനദർ വേ, എനി റാൻഡം ബിറ്റ് ഓഫ് ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് just as quickly as any other bit. ഇതാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഡിവൈസിൽ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏതൊരു ഡേറ്റയും നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോർ ചെയ്ത ഡേറ്റ ആയാലും ഏറ്റവും അവസാനം സ്റ്റോർ ചെയ്ത ഡേറ്റ ആയാലും നമുക്ക് ഒരേ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് റാൻഡം ആക്സസ് മെമ്മറി ആർ: RAM memory is very fast. It can be written to and as well as read. റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് നമുക്ക് എഴുതാനും സാധിക്കും, റൈറ്റ് ചെയ്യാനും സാധിക്കും, അതേപോലെ തന്നെ റീഡ് ചെയ്യാനും പറ്റും. ഇത് രണ്ടും വേഗത്തിൽ സാധിക്കും. Then it is volatile. What is volatile? എന്താണ് ഈ കൺസെപ്റ്റ്? 2 വർഷം മുമ്പ് വരെയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് വോളറ്റൈൽ മെമ്മറി കൺസെപ്റ്റ്. എന്താണെന്ന്? വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ പവർ ഓൺ മെമ്മറിയാണ്.
അപ്പോൾ വൺസ് ദി പവർ ഈസ് ഓഫ് ഓർ കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിൽ ഇതിൽ യാ ചേഞ്ചിങ് എന്ന് പറയുന്നതിൽ ഉപരിയായിട്ടും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡേറ്റ ഇറേസ്ഡ് ആവും. ദെൻ നമ്മൾ വീണ്ടും ബൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് ഡേറ്റ ഫ്രീ ആയിരിക്കും. വീണ്ടും ഇപ്പോൾ റൺ ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം താൽക്കാലികമായിട്ട് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇറേസ്ഡ് ആവുന്നു. ആ കൺസെപ്റ്റ് ആണ് വോളറ്റൈൽ കൺസെപ്റ്റ്. സോ all the data stored in RAM memory is lost when it loses power. പവർ നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൽ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഡേറ്റയും ഇറേസ്ഡ് ആവുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് കമ്പയർ ടു ഓൾ ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് പെർ ജിഗാബൈറ്റ്. സെക്കൻഡറി മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റാം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറി ഡിവൈസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റാമിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു റാമിനെ രണ്ടായിട്ടാണ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നത്, ഡി റാമും എസ് റാം. ഡി റാം എന്താണ്? ഡി റാം സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് റാം. ഓക്കെ, ഡി റാം സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റാം യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ. ദി ഓൾഡസ്റ്റ് ടൈപ്പ് ഈസ് നോൺ ആസ് സിംഗിൾ ഡേറ്റ റേറ്റ് ഡി റാം. SDR DRAM എന്ന് പറയും, സിംഗിൾ ഡേറ്റ റേറ്റ് DRAM. But the newer computers use faster dual data rate DRAM, DDR-RAM. വെറുതെ ഒന്ന് കൺസെപ്റ്റ് ഓർത്താൽ മാത്രം മതി, അതിനെപ്പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. DRAമിന് നമ്മൾ പറയുന്ന റാമിൽ തന്നെ ഡൈനാമിക് റാം ഉണ്ട്, സ്റ്റാറ്റിക് റാം ഉണ്ട്. ഓക്കെ, ഡൈനാമിക് റാം എന്ന് പറയുമ്പോൾ ഡൈനാമിക് റാം തന്നെ പല രീതിയിലുണ്ട്. സിംഗിൾ ഡേറ്റ റേറ്റും അതേപോലെ ഡ്യുവൽ ഡേറ്റ റേറ്റും ഒക്കെ ഉണ്ട്. ഓക്കെ, അത് പല വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. DDR2, DDR3, DDR4, അങ്ങനെ ഓരോന്നിലും എനർജി എഫിഷ്യൻസിയും പെർഫോമൻസും ആണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ. ഇനി DRAM എന്ന് പറഞ്ഞാൽ എന്താണ്? DRAM എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം ഓർക്കുക. DRAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും വെച്ചാണ് ഓരോ സെല്ലിലും വരുന്നത്. ദാറ്റ് വിൽ ബി എനഫ്. DRAM എന്താണ്? ഡൈനാമിക് റാം ആണ്. ഇതിന് ഡൈനാമിക് റാമിനെയും സ്റ്റാറ്റിക് റാമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഞാനിപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ഇൻ ഈച്ച് സെൽ. ഡൈനാമിക് റാമിലേക്ക് വരുമ്പോൾ ഓരോ സെല്ലിലും ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ടാവും. എന്നാൽ ഇതേ കൺസെപ്റ്റ് സ്റ്റാറ്റിക് റാമിൽ വരുമ്പോൾ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. സ്റ്റാറ്റിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റാം ഇൻ which is faster than DRAM. DRAമിനേക്കാളും ഫാസ്റ്റർ ആണ്, എക്സ്പെൻസീവ് ആണ്, ബൾക്കിയർ ആണ്. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 6 ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ഈച്ച് സെൽ. ഓരോ സെല്ലിലും 6 ട്രാൻസിസ്റ്റേഴ്സ് വച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ബൾക്കിയറുമാണ്, അതേപോലെ തന്നെ എക്സ്പെൻസീവുമാണ് എസ് റാം. സോ DRAമും എസ് റാമും തമ്മിലുള്ള ഡിഫറൻസ് നോളേജിന് ഇത് മാത്രം നിങ്ങൾ ഓർക്കുക. DRAം എന്ന് പറയുമ്പോൾ ഓരോ സെല്ലിലും ഒരു ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. എന്നാൽ എസ് റാമിലേക്ക് വരുമ്പോൾ ഓരോ സെല്ലിലും 6 ട്രാൻസിസ്റ്റേഴ്സ് വീതം വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി നൗ. ഓക്കെ, റാമിൽ അത്രയും കാര്യങ്ങൾ ഓർക്കുക. സോ കീ ഡിഫറൻസ് ഞാനിവിടെ പറഞ്ഞു. എസ് റാം എന്ന് പറയുന്നത് DRAമിനേക്കാൾ വളരെ ഫാസ്റ്റർ ആണ്, ദെൻ എക്സ്പെൻസീവ് ആണ്, ബൾക്കിയർ ആണ്. അതൊക്കെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. നൗ സോ റാമുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. Given below are two statements. One is labeled assertion and other is labeled reason. Assertion പറഞ്ഞിരിക്കുന്നത് random access memory is volatile and stores data or programs currently in use. Reason: RAM is a storage medium that retains its content even after the supply of electricity has been turned off. രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറിയാണ് ആൻഡ് സ്റ്റോർസ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് കറന്റ് യൂസ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയും പ്രോഗ്രാംസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു മെമ്മറി എന്ന് പറയുന്നത് റീറ്റെയിൻസ് ഡേറ്റ. സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി പോയാലും ഡേറ്റ അതിനകത്ത് സേവ് ചെയ്തിരിക്കുന്നത് സേവ്ഡ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. വാട്ട് യു തിങ്ക്? ഓക്കെ, ഓപ്ഷൻ 3 പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഏതാ? A is true but R is false, right?
എ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് വോളട്ടൈൽ മെമ്മറി ആണ്. റൈറ്റ്, നമ്മൾ പറഞ്ഞു ഇപ്പോൾ. വോളട്ടൈൽ മെമ്മറിയുടെ കൺസെപ്റ്റ് എന്താണ്? വോളട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ദി പവർ ഈസ് ഓഫ്, അതിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഇറേസ്ഡ് ആവും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന റീസൺ എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. റീസൺ പറയുന്നത് റാം ഇസ് എ സ്റ്റോറേജ് മീഡിയം ദാറ്റ് റീറ്റെയിൻസ്. റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ? റീറ്റെയിൻ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ 2 ഈസ് റോങ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, യു ഗോട്ട് ഇറ്റ് റൈറ്റ്. മൂവിങ് ഓൺ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോമിനെ പറ്റിയാണ്. റാമിനെ പറ്റി പറഞ്ഞു. റോം കമ്പ്യൂട്ടർ മെമ്മറി. റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. And the name stems from the fact that while data can be read from this type of computer memory, it cannot normally be written to it. അതായത് റീഡ് ഓൺലി എന്നുള്ള ആ കൺസെപ്റ്റ് വരാനുള്ള കാരണം ഇതാണ്. നമുക്ക് അതിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യാം, പക്ഷെ അതിനകത്തേക്ക് ഡേറ്റ ആഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നോർമലി ഇറ്റ് കാനോട്ട് ബി ഡൺ. പക്ഷേ പുതിയ വെർഷൻസിനകത്ത് ഇത് പോസിബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ഫാസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി വിച്ച് ഈസ് യൂഷ്വലി installed close to CPU on the motherboard. മദർബോർഡ് CPU അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന റോം മെമ്മറി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ മെമ്മറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ റോം ഇസ് എ ടൈപ്പ് ഓഫ് നോൺ വോളട്ടൈൽ മെമ്മറി. റോം എന്ന് പറയുന്നത് വോളട്ടൈൽ ആണോ? അല്ല, നോൺ വോളട്ടൈൽ ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഡേറ്റ സ്റ്റോർഡ് ഇൻ റോം പെർസിസ്റ്റ് ഇൻ ദി കമ്പ്യൂട്ടർ മെമ്മറി even when it does not receive any power. പവർ ഇല്ലാത്ത സമയത്തും ഈ പറയുന്ന ഡേറ്റ അതിനകത്ത് തന്നെ കിടക്കും. ഓക്കെ, അത് ഇറേസ്ഡ് ആയി പോകുന്നില്ല. വേറെ റാമിലാണെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇറേസ്ഡ് ആയി പോകും, പക്ഷെ റോമിൽ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ അവിടെ തന്നെ ഉണ്ടാകും. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് സിമിലർ ടു സെക്കൻഡറി മെമ്മറി. ലോങ് ടൈം സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സെൻസിൽ നമുക്ക് ഇതിനെ സെക്കൻഡറി മെമ്മറിക്ക് സിമിലർ ആണെന്ന് പറയാം. ദെൻ റോം യൂഷ്വലി കണ്ടെയ്ൻസ് ബൂട്ട് സ്ട്രാപ്പ് കോഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും ആയിരുന്നേ. റോമിലാണ് ബൂട്ട് സ്ട്രാപ്പ് കോഡ് സേവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? റാമിൽ സേവ് ചെയ്ത് എന്തായിരിക്കും? എന്താ ഈ ബൂട്ട് സ്ട്രാപ്പ് കോഡ്? ബൂട്ട് സ്ട്രാപ്പ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടർസ് ഓൺ ആവുന്ന ആ ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ് ബൂട്ട് സ്ട്രാപ്പ് കോഡ്. ഈ ഓൺ ആവുന്ന ഇൻസ്ട്രക്ഷൻസ് റാമിൽ കൊണ്ട് സേവ് ചെയ്ത് എന്ത് സംഭവിക്കുക? സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഇറേസ്ഡ് ആയി പോകും, പിന്നെ കമ്പ്യൂട്ടർ ഓൺ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ഫാസ്റ്റ്. ഇതൊരു ഫാസ്റ്റ് മെമ്മറി സ്റ്റോറേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും എടുത്തിട്ടാണ് ബൂട്ട് സ്ട്രാപ്പ് കോഡ് റോമിൽ സേവ് ചെയ്യാനുള്ള റീസൺ. ദെൻ ടൈപ്സ് ഓഫ് റോം. റോമിനെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റോമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, second one is electrically programmable read only memory, and third one is erasable programmable read only memory. Let's see. First one is PROM. PROM stands for programmable read only memory. Concept എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is different from true ROM. While while a ROM is programmed during the manufacturing process, a PROM is manufactured at an empty state and then programmed using a PROM programmer or banner. Let me tell you. അതായത് ഈ പറയുന്ന ഒറിജിനൽ റോമിന് ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞത് റീഡ് ഓൺലി ആണ്. അതായത് മാനുഫാക്ചറിങ് സ്റ്റേജിൽ തന്നെ അതിനകത്ത് വേണ്ട ഡേറ്റ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അതിനകത്ത് നമുക്ക് ഒന്നും എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. അതിനകത്തുള്ള ഡേറ്റ റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കാൻ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് റോം എന്ന് പേര് വരാനുള്ള കാരണം. പക്ഷേ രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അതിനകത്ത് PROM ആയി മാറുന്നു, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായപ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റോം ക്രിയേറ്റ് ചെയ്യുന്നത് എംപ്റ്റി സ്റ്റേറ്റിലാണ്. അതിനകത്ത് ഡേറ്റ എൻ്റർ ചെയ്തുകൊണ്ടല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എംപ്റ്റി ആണ്. അതിനുശേഷം ഒരു ബാനർ ഉപയോഗിച്ചിട്ടുണ്ട്. ബാനർ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പ്രോഗ്രാം ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ബാനർ എന്താണ്? ഇറ്റ്സ് എ റൈറ്റിംഗ് പ്രോഗ്രാം. അതായത് കോഡ് നമുക്ക് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബാനർ എന്ന് പറയുന്നത്, ബേണിംഗ് എന്ന് പറയുന്നത്. സോ ആ ബാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിലേക്ക് കോഡ് പിന്നീട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാവുന്ന റോമിനെയാണ് PROM എന്ന് പറയുന്നത്. എംപ്റ്റി സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നീട് കോഡ് അല്ലെങ്കിൽ പിന്നീട് ആ പ്രോഗ്രാം എൻ്റർ ചെയ്യുന്നു. അതാണ് PROM. ദെൻ EPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഞാൻ പറഞ്ഞതിനകത്ത് നേരത്തെ ഒരു കറക്ഷൻ വന്നിരുന്നു, ഒന്ന് റെക്ടിഫൈ ചെയ്തേക്കുക.
EPROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് നമ്മൾ അതിനകത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ നമുക്ക് വേണമെങ്കിൽ മായ്ച്ചിട്ട് റീറൈറ്റ് ചെയ്യാം. അതിനെയാണ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ആസ് ദി നെയിം സജസ്റ്റ്, ഡേറ്റ സ്റ്റോർഡ് ഇൻ EPROM can be erased and the EPROM reprogrammed. നമുക്ക് അതിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ മായ്ച്ചിട്ട് വീണ്ടും പുതിയത് സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അത് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഒക്കെ ലൈറ്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇറേസ് ചെയ്യുന്നതും റീറൈറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇറേസിംഗ് ആൻ EPROM involves removing it from the computer and exposing to ultraviolet lights ബിഫോർ റീബേണിങ് ഇറ്റ്. അപ്പോൾ അതാണ് ആ പ്രോസസ്. അതായത് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ നിന്നും ഈ പറയുന്ന റോം എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്കുള്ള ഡേറ്റ അൾട്രാവയലറ്റ് ലൈറ്റിന്റെ സപ്പോർട്ടോട് കൂടി ഇറേസ് ചെയ്യുന്നു. അതിനുശേഷം അതിനകത്തേക്ക് റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം റോമിനെയാണ് EPROM എന്ന് പറയുന്നത്. ഇതിന്റെ മൂന്നാമത്തെ കാറ്റഗറി ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇറേസ് ചെയ്യാം, റീറൈറ്റ് ചെയ്യാം. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. അതായത് ഒരു അൾട്രാ വയലറ്റ് ലൈറ്റിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അതിനെ ഇറേസ് ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള പ്രോഗ്രാം ഇറേസ് ചെയ്ത് റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരം റോമിനെയാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ EPROM ആൻഡ് EPROM is that the latter can be erased and written to by the computer system in it. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് ഇറേസ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇൻ ദാറ്റ് സെൻസ് EPROM ഈസ് നോട്ട് സ്ട്രിക്ട്ലി റീഡ് ഓൺലി. നമുക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് റീറൈറ്റ് ചെയ്യാൻ സാധിക്കുകയും അതിനെ റീഡ് ഓൺലി എന്ന് പറയാൻ പറ്റുമോ? അത് റീഡ് ഓൺലി അല്ല യഥാർത്ഥത്തിൽ. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലുള്ള EPROM ആണ്. ഹൗവർ ഇൻ മെനി കേസസ് ദി റൈറ്റ് പ്രോസസ് ഈസ് വെരി സ്ലോ. ബേണിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ് വളരെ സ്ലോ ആണ്. സോ പ്രോഗ്രാംസ് കോഡ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലേക്കൊന്നും ആരും പോകാറില്ല. അത് വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, സോ യു ഗോട്ട് ഇറ്റ് റൈറ്റ്. റാമും റോമും ക്ലിയർ ആണ്. റോമിൽ എസ്പെഷ്യലി റോമില് PROM-ഉം EPROM-ഉം EPROM-ഉം ഈ മൂന്ന് കൺസെപ്റ്റുകൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. ക്ലിയർ ആണെങ്കിൽ പറയും. Any doubts? No, sir. Fine. Okay. Then secondary memory types. Secondary memory എന്ന് പറയുമ്പോൾ comprises of many different storage media which can be directly attached to the computer. നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആകാം. അതായത് സെക്കൻഡറി ഡിവൈസ്, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാതെയോ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് സ്റ്റോറേജ് ഡിവൈസുകളെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ആണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആകാം, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ആകാം, ഒപ്റ്റിക്കൽ CD, DVD പോലുള്ള ഡ്രൈവ്സ് ആകാം, അല്ലെങ്കിൽ ടേപ്പ് ഡ്രൈവ്സ് ആകാം. ഇവയെല്ലാം സെക്കൻഡറി മെമ്മറി ടൈപ്സിന് എക്സാമ്പിൾ ആണ്. അതുകൂടാതെ സെക്കൻഡറി മെമ്മറി അറേസ് ഉണ്ട്. ലൈക്ക് 3D NAND ഫ്ലാഷ് അറേ, മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള 3D NAND ഫ്ലാഷ് അറേ ഒക്കെ ഇതിനെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ കണക്റ്റഡ് ഓവർ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്, SAN ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നതാകാം. അതായത് ഡയറക്ട്ലി നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്യുന്ന മെമ്മറി ആയാലും അത് സെക്കൻഡറി മെമ്മറി ആയിട്ട് നമുക്ക് പറയാം. ചില കേസുകളിൽ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിനെയും സെക്കൻഡറി മെമ്മറിയുടെ ഭാഗമായിട്ട് പറയാറുണ്ട്. അത് കറക്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ക്ലൗഡ് സ്റ്റോറേജ് ആണ്. നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ ഈ പറയുന്ന സിസ്റ്റത്തിൽ സേവ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ സേവ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുന്നതിനെ സെക്കൻഡറി ആയിട്ട് പറയാറുണ്ട്. എന്നാലും ചില കേസുകൾ അതിനെ ടേസ്റ്ററി ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഡിഫറൻസസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം ജസ്റ്റ് നോക്കുക. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ ആണ്, റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ ആണ്. ദെൻ ഫാസ്റ്റ് റീഡ് ആണ് റോം, ഫാസ്റ്റ് റൈറ്റ് ആൻഡ് റീഡ് ആണ് റാം. ദെൻ യൂഷ്വലി യൂസ്ഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. റോമിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആണ് സാധാരണഗതി യൂസ് ചെയ്യുക. എന്റെ മൈക്ക് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, മൈക്ക് ആരുടെയൊക്കെ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഇറ്റ് കാനോട്ട് ബി റിട്ടേൺ ടു ക്വിക്ലി.
ഇപ്പൊ റോമിന്റെ കേസിലാണെങ്കിൽ പെട്ടെന്ന് റൈറ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ പി റോം ആയാലും റൈറ്റിംഗ് പ്രോസസ് ടേക്സ് ടു മച്ച് ടൈം. ദെൻ യൂസ്ഡ് ടു സ്റ്റോർ ബൂട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫേംവെയറും ബൂട്ട് ഇൻസ്ട്രക്ഷനും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ റോമിലായിരിക്കും. ദെൻ റിലേറ്റീവ്ലി എക്സ്പെൻസീവ്. റോം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. ദെൻ റാമിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ സിസ്റ്റം മെമ്മറി ടു സ്റ്റോർ ഡേറ്റ. അതായത് പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ട ഡേറ്റ സേവ് ചെയ്യാനാണ് നമ്മൾ റാം ഉപയോഗിക്കുന്നത്. റിലേറ്റീവ്ലി ചീപ്പർ വൈൽ കമ്പയറിംഗ് വിത്ത് റോം. റോം കുറച്ചുകൂടി കോസ്റ്റ്ലിയർ ആണ്, അതുകൊണ്ടാണ് റോം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. റാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോം ഈസ് മച്ച് കോസ്റ്റ്ലിയർ കേട്ടോ, അതൊന്ന് ഓർത്തേക്കുക. ദെൻ മൂവിങ് ഓൺ, ഓൾറെഡി പറഞ്ഞു. മറ്റൊരു ടൈപ്പ് ഓഫ് മെമ്മറി ആയിട്ട് നമ്മൾ ക്യാഷെ മെമ്മറി പറയും. ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് CPU മെമ്മറി. ഇസ് എ ഹൈ സ്പീഡ് മെമ്മറി that a CPU can access more quickly than it can access regular random access memory. അതായത് റാൻഡം ആക്സസിനേക്കാൾ സ്പീഡർ മെമ്മറിയാന്ന് നമ്മൾ പറഞ്ഞു, ഫാസ്റ്റർ മെമ്മറിയാന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് ഫാസ്റ്റർ ആവുന്നത്? ഇറ്റ് ഈസ്, അതിനുള്ള റീസൺ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് ഓർക്കുക, നമ്മളുടെ CPU-വിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് സ്പേസ്. ഇപ്പോൾ CPU എന്ന് പറയുന്നത് ഇതാണെങ്കിൽ CPU-ൽ ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്യാച്ച് വരുന്നത്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-വിന് ഏറ്റവും അത്യാവശ്യമുള്ള ഡേറ്റ, നെക്സ്റ്റ് ആവശ്യമായിട്ട് വരുന്ന ഡേറ്റ എന്താണ്, റെഗുലർലി യൂസ് ചെയ്യുന്ന ഡേറ്റ ഏതാണ്, അത്തരത്തിലുള്ള ഡേറ്റ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ക്യാച്ച് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ CPU-ന് എത്രയും പെട്ടെന്ന് വേണ്ട ഡേറ്റ അപ്പം തന്നെ ഈ ക്യാച്ച് മെമ്മറിയിൽ നിന്നും എടുക്കാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ റാൻഡം ആക്സസ്. റാൻഡം ആക്സസിലേക്ക് പോയിട്ട് വരുന്ന റാം എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി അറ്റാച്ച്ഡ് ആണ്, ഇവിടെ ആയിരിക്കും റാം. സോ റാമിൽ പോയി ഡേറ്റ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന ആ ടൈം കുറച്ചുകൂടി സേവ് ചെയ്യാൻ സാധിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള ഡേറ്റ ക്യാച്ച് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ. അതാണ് ക്യാച്ച് മെമ്മറിയുടെ ബെനിഫിറ്റ്. സോ ദിസ് മെമ്മറി ഇസ് ടിപ്പിക്കലി ഇന്റഗ്രേറ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദി CPU ചിപ്പ്. കണ്ടോ, CPU ചിപ്പിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, ഡയറക്ട്ലി ഇന്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് റാമിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആണെന്ന് നമ്മൾ പറയാനുള്ള കാരണം. ദി പർപ്പസ് ഓഫ് ക്യാച്ച് മെമ്മറി ഇസ് ടു സ്റ്റോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ that are used repeatedly in the operation of programs or information that the CPU is likely to need next. CPU-ന് അടുത്തതായിട്ട് വേണ്ടത് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് വേണ്ടി വരുന്ന ഡേറ്റ താൽക്കാലികമായിട്ട് സേവ് ചെയ്യുക. ആ ഡേറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അടുത്ത ഡേറ്റ വരിക. അപ്പോൾ റെഗുലർലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയൊക്കെ ആണെങ്കിൽ അത് തൽക്കാലം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പേസ് ആയിട്ടാണ് ക്യാഷെ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്യാഷെ. ക്ലിയർ ആണോ? മെമ്മറി ടൈപ്സ് ഏതാണ്ട് ക്രിസ്റ്റൽ ഐഡിയ വന്നോ എന്ന് ചിന്തിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞത് റാം, ദെൻ റോം, സെക്കൻഡറി മെമ്മറി ടൈപ്സ് ആൻഡ് ഫൈനലി ക്യാഷെ മെമ്മറി. ക്ലിയർ ആണോ? പ്ലീസ് ടെൽ മീ. ക്വസ്റ്റ്യൻ കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് പി റോം? കണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഈ ഏരിയയിൽ. വളരെ ഈസിയാണ്, ബിക്കോസ് നമ്മുടെ സിലബസ് പ്രകാരം സിലബസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടേംസും അതിന്റെ അക്രോണിംസും ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ആൻസർ ഈസ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. Then USB pen drive is a type of which type of storage device? ചില കേസുകളിൽ നമ്മൾ സെപ്പറേറ്റ്ലി യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അത് കോമൺലി അക്സെപ്റ്റഡ് അല്ല കേട്ടോ. അതുകൊണ്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യൻ, with regard to computer memory, which of the following statement is or are true? First statement, 1 minute, but a second. പവറിന്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ്. കണ്ടിന്യൂ ചെയ്യാം. സോ വിത്ത് റിഗാർഡ് ടു കമ്പ്യൂട്ടർ മെമ്മറി, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? Option 1, read only memory is a volatile memory.
റാൻഡം ആക്സസ് മെമ്മറി ഈസ് വോളറ്റൈൽ മെമ്മറി, സെക്കൻഡറി മെമ്മറി ഈസ് വോളറ്റൈൽ മെമ്മറി. സോ ആൻസർ എല്ലാവരും തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി മാത്രമാണ് വോളറ്റൈൽ മെമ്മറി. എന്തുകൊണ്ടാണ്? വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സ്റ്റോറേജ് ദാറ്റ് ഓൺലി മെയിൻറ്റെയിൻസ് ഡേറ്റ വൈൽ ദി ഡിവൈസ് ഇസ് പവേർഡ്. ഡിവൈസ് ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡിവൈസ് ഓഫ് ആകുമ്പോൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലി ഇറേസ്ഡ് ആയി പോകുന്നു. ഈ കൺസെപ്റ്റിനെയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. വോളറ്റൈൽ മെമ്മറി ആയിട്ട് നമുക്ക് പറയാവുന്നത് റാം ആണ്. നൗ നമ്മൾ അവിടെ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. CC ആൻഡ് BCC. ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ഇന്റർനെറ്റ് ടെർമിനോളജി ഓർ ഇമെയിൽ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ട്. ഇമെയിലിനകത്ത് നമ്മൾ കാണുന്ന രണ്ട് കോളംസ് ആണ് CC ആൻഡ് BCC, റൈറ്റ്? 2CC ആൻഡ് BCC, ഈ മൂന്ന് കോളംസ് നമുക്ക് കാണാം. അപ്പൊ എന്താണ് CCയുടെ കൺസെപ്റ്റ്, എന്താണ് BCCയുടെ കൺസെപ്റ്റ്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇൻ ഇമെയിൽ ടെർമിനോളജി, CC സ്റ്റാൻഡ്സ് ഫോർ കാർബൺ കോപ്പി. Okay, CC stands for carbon copy and BCC stands for blind carbon copy. Okay, the difference between CC and BCC is that carbon copy recipients are visible to all other recipients, whereas those who are BCC'd are not visible to anyone. Okay, നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുമ്പോൾ BCCയിലാണ് അവരുടെ ഇമെയിൽ ID ഇട്ടിരിക്കുന്നതെങ്കിൽ ആർക്കാണ് അയച്ചിരിക്കുന്നതെന്ന് ആർക്കും കാണാൻ സാധിക്കില്ല. സെൻഡർക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ന ആൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കില്ല. അതേസമയം CCയിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ കാർബൺ കോപ്പി ഇവർക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കാണാൻ സാധിക്കും. ദാറ്റ്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ BCC ആൻഡ് CC. ഓക്കെ, സോ കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം. 2 എന്തിനാ? ഫീൽഡ് റെസിപ്പിയൻസ് ആർ ദി ഓഡിയൻസ് ഓഫ് ദി മെസ്സേജ്. ആർക്കാണോ ഡയറക്ട്ലി നമുക്ക് ഈ മെസ്സേജ് അയക്കുന്നത്, നമ്മൾ ആരെയാണോ ഇന്റന്റ് ചെയ്ത് അയക്കുന്നത്, അത് നമുക്ക് 2-ൽ ഇൻക്ലൂഡ് ചെയ്യാം, അവരുടെ മെയിൽ ID. അതേസമയം ഇത് നമ്മൾ മറ്റ് പലർക്കും ഇതിന്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് CCയിലായിരിക്കും നമ്മൾ ചെയ്യുക. സോ ഫീൽഡ് റെസിപ്പിയൻസ് ആർ അതേഴ്സ് whom the author wishes to publicly inform the message. ഈ ഇതിന്റെ ഒരു കോപ്പി ഇന്ന ആളുകൾക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്കത് CCയിൽ ഇടാം. അതേസമയം ഇത് അയച്ചിട്ടുണ്ട് എന്ന് ആരെയും അറിയിക്കരുത്, അങ്ങനെ അയക്കാനാണെങ്കിൽ അത് BCCക്കകത്തായിരിക്കും ഇടുക. ഫീൽഡ് റെസിപ്പിയൻസ് ആർ ദോസ് being discreetly or surreptitiously informed of the communication and cannot be seen by any other addressee. അപ്പൊ സിമ്പിൾ ആയിട്ട് ഓർക്കുക, BCCയിലാണ് മെയിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ BCCയിൽ ഇട്ടിരിക്കുന്ന മെയിൽ IDs ഒന്നും ആർക്കും വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, CCയിലാണ് ആ മെയിൽ ID ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. 2-ലാണെങ്കിലും എല്ലാവർക്കും കാണാൻ സാധിക്കും. പക്ഷെ BCC ആണെങ്കിൽ ബ്ലൈൻഡ് ആണ്, അവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന മെയിൽ IDs ആർക്കും തന്നെ കാണാൻ സാധിക്കില്ല. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs, പല MCQs വന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഇതാണ്: വൈ വുഡ് BCC ബി യൂസ്ഡ് ഇൻ ആൻ ഇമെയിൽ? ഇമെയിൽ എന്തിനു വേണ്ടിയാണ് BCC ഉപയോഗിക്കുന്നത്? ഓക്കെ, BCC allows the recipient to identify all other recipients in the list when the group email address is used. BCC allows the sender to indicate who the email is for if there is more than one recipient. Third option, BCC allows the sender of the message to conceal the recipient entered in the BCC field from the other recipients. Fourth option, BCC allows the recipient to be visible to all other recipients of the message. So which one is the right answer? Yes, എല്ലാവരും third one പറഞ്ഞു. Third one is the right answer. അതായത് BCC ഇടുവാണെങ്കിൽ it allows the sender of the message to conceal the recipient. Recipient അയച്ചിട്ടുണ്ടെന്നുള്ളത് ഒളിച്ചു വെക്കുക, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. അങ്ങനെ സർപ്റ്റീഷ്യസ്ലി സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ BCC എന്ന് പറയുന്ന ആ ഒരു ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: while sending an email, to differentiate among 2CC and BCC fields, which one of the following statement is true? 2CC and BCC ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, recipients in the 2 field can see email addresses that are in BCC and CC field. 2 ഫീൽഡിലുള്ളവർക്ക് BCCയിലുള്ളവരെയും CC ഫീൽഡിലുള്ളവരെയും കാണാൻ പറ്റുമെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. Then next one, recipients in CC field can see email addresses that are in 2 and BCC fields.
Recipients in BCC field can see email addresses that are in 2 and CC field. Recipients in Only recipients in CC field can see the email addresses in BCC field. Which one is the right answer? Yes, പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. What you said is right. Right answer is BCC ആർക്കും കാണാൻ പറ്റില്ല, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എന്താ? Recipients in 2 field can see email addresses that are in BCC. BCC കാണാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താ? Recipients in CC field can see BCC field. കാണാൻ പറ്റുമോ? ഇല്ല. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താ? BCC ഫീൽഡിലുള്ളവർക്ക് 2വിനെയും CCയെയും കാണാമെന്നാണ്. 2വിനെയും CC എല്ലാവർക്കും കാണാം. മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ 2വിനെയും CCയെയും എല്ലാവർക്കും കാണാൻ സാധിക്കും. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. അത് BCCയിലായാലും എവിടെയായാലും 2വിലും CCയിലുമാണ് കിടക്കുന്നതെങ്കിൽ അവരെ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ, സോ ആ ഏരിയ നമ്മൾ അവിടെ നിന്നും വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. സോ കമ്പ്യൂട്ടർ മെമ്മറി, അതോടൊപ്പം തന്നെ ഇമെയിലുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ കണ്ടു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഏരിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, സോ പറയുന്ന രീതി എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ വേണോ? റെക്ടിഫിക്കേഷൻ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഏരിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. സോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കൂ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ്. ഒരു ബിൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം വരും. നമുക്ക് ആ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകും. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു ബിൽഡിങ്ങിനകത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് അതിന്റെ ഭാഗമായിട്ട് വരിക. നൗ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ടൈപ്സിലേക്ക് വരുമ്പോൾ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ്. നമ്മൾ കുറച്ച് ടൈപ്പുകൾ പറയുന്നു, എന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ 4 എണ്ണമാണ്. ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ പറയുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് 4 നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, പാൻ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാൻ ഈസ് ദി മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമ്മൾ നമ്മുടെ വീട്ടിനകത്തുള്ള പല ഡിവൈസുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് പാൻ ആണ്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. സോ ഒരു PDA അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ പ്രിന്റർ, ടാബ്ലറ്റ് ഇവയെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, സോ നോർമലി ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിനകത്തായിരിക്കും പാനിന്റെ കണക്ടിവിറ്റി വരുന്നത്. ദാറ്റ്സ് ഇറ്റ്, അത്രയും മാത്രം ഓർക്കുക. ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് റെലവൻറ്റ്, ജസ്റ്റ് ഓർത്താൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് LAN ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സോ LAN ഈസ് ദി മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് നെറ്റ്വർക്ക്. എ LAN is a computer network that connects computers together through a common communication path contained within a limited area that is locally. ഒരു ബിൽഡിങ്ങിനകത്തോ അല്ലെങ്കിൽ സ്കൂളിനകത്തോ ഒരു ഹോമിനകത്തോ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ലോക്കൽ ഏരിയയെ കണക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒറ്റ നെറ്റ്വർക്കിനകത്ത് ഡിഫറെന്റ് ഡിവൈസുകളെ തമ്മിൽ ഒരുമിപ്പിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, സോ എ LAN encompasses 2 or more computers connected over a server. The 2 important technologies involved in this network are Ethernet and Wi-Fi. അതെങ്കിൽ ഈത്തർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഈത്തർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈത്തർനെറ്റ് കണക്ഷൻ ആണ്. അതേസമയം വൈഫൈ അറിയാമല്ലോ, വൈഫൈ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്ടിവിറ്റി ആണെങ്കിലും ഈ 2 രീതിയിൽ നമുക്ക് LAN നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, WAN. സോ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് that connects computer over a large geographical distance through a shared communication path. നമ്മളൊരു വലിയ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസിൽ, അതായത് ഇന്ത്യ മൊത്തമുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. സോ അത്തരം കണക്ടിവിറ്റീസ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിസ്ട്രെയിൻ ടു എ സിംഗിൾ ലൊക്കേഷൻ ബട്ട് എക്സ്റ്റെൻസ് ഓവർ മെനി ലൊക്കേഷൻ. ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ലൊക്കേഷനിൽ മാത്രമുള്ളതല്ല, ഒരുപാട് ലൊക്കേഷൻസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് പല LAN നെറ്റ്വർക്കുകൾ ചേർന്നതാണ്, ഒരുപാട് LAN നെറ്റ്വർക്കുകൾ ചേർന്നതായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് പല ചെറിയ ചെറിയ നെറ്റ്വർക്കുകളുടെ കണക്ഷൻ ചേർന്നിട്ടാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വയർലെസ് LAN എന്ന് പറഞ്ഞാൽ
വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ ലാൻ ആണെങ്കിൽ അതിനെ നമുക്ക് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഈത്തർനെറ്റ് അല്ല, ഈത്തർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടല്ല, വൈഫൈ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ദെൻ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, ഇതൊരു സിമിലർ ടു ലാൻ, ലാൻ തന്നെയാണ്, എന്നാൽ ലാനിനെ കാലും കുറച്ചുകൂടി വലുതാണ് കൺസെപ്ച്വലി പറയുമ്പോൾ, എന്നാൽ മാനിന്റെ അത്രയും വരുന്നില്ല. ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ അത്രയും വരുന്നില്ല. എന്നാൽ ഒരു ലാനിന്, ഒരു ബിൽഡിങ്ങിന് പകരം 1-2 ബിൽഡിങ്ങുകളുണ്ട്, അല്ലെങ്കിൽ 3-4 ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. സോ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് ഈസ് ബിഗർ ദാൻ ലാൻ ബട്ട് സ്മോളർ ദാൻ മാൻ. മാനിനേക്കാളും ചെറുതാണ്, പക്ഷെ ലാനിനേക്കാൾ വലുതുമാണ്. So this type of computer network, which is usually used in places like school or colleges, the network covers a limited geographical area and spreads across several buildings. ഇത്രേ ഉള്ളൂ. കൺസെപ്ച്വലി ഇത് ലാൻ തന്നെയാണ്, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നുമായിട്ട് ഇത് ലാൻ തന്നെയാണ്. പക്ഷെ ലാൻ എന്ന് പറയുന്നതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ, ഒരു ബിൽഡിങ്ങിനകത്തുള്ള നെറ്റ്വർക്ക് എന്നാണ്. പക്ഷെ ആ ബിൽഡിങ്ങും മറ്റൊരു ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പല ബിൽഡിങ്ങുകൾ ഉണ്ടാവും. ഇവയ്ക്ക് അകത്തൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്കാണ്. ലാൻ തന്നെ കുറച്ചുകൂടി ബ്രോഡർ ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. നൗ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഡിഫറെന്റ് ബിൽഡിങ്സ് വരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കോമൺ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഡിഫറെന്റ് ബിൽഡിങ്സിനെ കണക്ട് ചെയ്യുന്നു. ദെൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഇറ്റ്സ് ഓൾസോ കോൾഡ് മാൻ. എ മാൻ ഈസ് എ ലാർജർ ദാൻ ലാൻ ബട്ട് സ്മോളർ ദാൻ വാൻ. സോ ലാൻ ഏരിയ നെറ്റ്വർക്കിനേക്കാൾ വളരെ വലുതും എന്നാൽ വൈഡ് നെറ്റ്വർക്കിന് അത്രയും ഇല്ല. അങ്ങനെ വരുന്ന നെറ്റ്വർക്ക്സിനെയാണ് മാൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടർ ഓവർ എ geographical distance through a shared communication path over a city or town or metropolitan area. ഒരു സിറ്റിക്ക് അകത്ത് മൊത്തമുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഫോർ മാൻ ആർ നെറ്റ്വർക്കിംഗ് ഇൻ ടൗൺസ്, സിറ്റീസ് ഓർ സിംഗിൾ ലാർജ് സിറ്റി, ലാർജ് ഏരിയ വിതിൻ മൾട്ടിപ്പിൾ ബിൽഡിങ്സ് എക്സെട്ര. അങ്ങനെ ഒരു വലിയ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു രാജ്യം മൊത്തം കവർ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. പല റെസിഡൻഷ്യൽ ഏരിയ, പല ഗവൺമെന്റ് ബിൽഡിങ്സ്, പല ഓഫീസ് ബിൽഡിംഗ്, കോളേജ് ഓർ ക്യാമ്പസ് ബിൽഡിങ്സ്, ഇവയിലൊക്കെ വരുന്ന നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷനിലാണ് മാൻ വരുന്നത്. ദെൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്, SAN. So storage area network is a type of computer network that is high speed and connects a group of storage devices to several servers. അതായത് ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. സ്റ്റോറേജ് ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക്, സ്റ്റോറേജ് യൂണിറ്റുകളെ ഒരു സർവറിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ദിസ് നെറ്റ്വർക്ക് ഡസ് നോട്ട് എക്സ്പാൻഡ് ഓൺ LAN or WAN. Instead, a SAN moves the storage resources from the network to its own high-powered network. അതൊരു ലാനിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലല്ല. ഇവിടെ ഒരു സർവർ പോയിന്റിൽ നിന്ന് ഒരു സർവർ വെച്ചിട്ട് ആ സർവറിലേക്ക് ഇത്തരം സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്നു. സ്റ്റോറേജ് ഡിവൈസുകളെല്ലാം ഒറ്റ സെർവറിന്റെ കീഴിൽ കണക്ട് ചെയ്യുന്നു. ആ നെറ്റ്വർക്കിനെയാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് ആ സർവറിൽ നിന്നാണ് പിന്നീട് മറ്റ് ലാൻ കണക്ടിവിറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, സോ എ SAN പ്രൊവൈഡ്സ് ആക്സസ് ടു ബ്ലോക്ക് ലെവൽ ഡേറ്റ സ്റ്റോറേജ് ഒരു ഫെസിലിറ്റി എന്നുള്ള രീതിയിൽ ഈ ഒരു SAN നെറ്റ്വർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ ഓഫ് SAN ആർ നെറ്റ്വർക്ക് ഓഫ് ഡിസ്ക് ആക്സസ്ഡ് ബൈ നെറ്റ്വർക്ക് ഓഫ് സർവീസ്. സോ പല രീതിയിലുള്ള ഇത്തരം നമ്മൾ പറയുന്ന പലതരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസുകളെ ഒരു പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്ത് അതിനൊരു സെർവറുമായി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ജസ്റ്റ് ആ കൺസെപ്റ്റ് ഓർക്കുക കേട്ടോ. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. സി, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കിലേക്ക് സംഭവിച്ചിരിക്കുന്നത് നോക്കി. സർവറുകളാണ് സ്റ്റോറേജ് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, സെർവറുകളെ മാത്രം കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് ഡിവൈസുകൾ ഇരിക്കുന്നു, അല്ലാതെ കമ്പ്യൂട്ടറുകളിലേക്ക് സ്റ്റോറേജ് ഡിവൈസുകൾ പോകുന്നില്ല. ലാൻ നെറ്റ്വർക്കുമായിട്ട് അത് അറ്റാച്ച്ഡ് അല്ല. സെപ്പറേറ്റ്ലി സെർവറുകളും സ്റ്റോറേജ് ഡിവൈസുകളും മാത്രമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത്, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. ഓക്കെ, ഓർത്തേക്ക്. നൗ സിസ്റ്റം ഏരിയ നെറ്റ്വർക്ക് നോർമലി ചോദിച്ചൊന്നും കാണാറില്ല കേട്ടോ. സിസ്റ്റം ഏരിയ നെറ്റ്വർക്ക് SAN എന്ന് പറയും.
സാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കും ഉണ്ട്, സിസ്റ്റം ഏരിയ നെറ്റ്വർക്കും ഉണ്ട്. രണ്ട് കൺസെപ്റ്റുകളാണ്. സിസ്റ്റം ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് എ ക്ലസ്റ്റർ ഓഫ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സ്. സോ മാസ്റ്റർ കമ്പ്യൂട്ടേഴ്സ് പോലെ അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പോലുള്ള പല ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്ത് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ കണക്ഷൻ ഓറിയന്റഡ് ഹൈ ബാൻഡ് വിത്ത് നെറ്റ്വർക്ക്. A SAN is a type of LAN that handles high amount of information in large request. അതായത് ഹൈലി പ്രോസസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ രീതിയിൽ നടക്കണം. അങ്ങനെ അത്രയും ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടത്താൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് സിസ്റ്റം ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദി നെറ്റ്വർക്ക് ഈസ് യൂസ്ഫുൾ ഫോർ പ്രോസസിംഗ് ആപ്ലിക്കേഷൻ ദാറ്റ് റിക്വയർ ഹൈ നെറ്റ്വർക്ക് പെർഫോമൻസ്. വളരെ കൂടുതൽ നെറ്റ്വർക്ക് പെർഫോമൻസ് വേണ്ട ആപ്ലിക്കേഷൻസ് പ്രോസസ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുക. ദെൻ മൈക്രോസോഫ്റ്റ് SQL സർവർ അത് യൂസ് ചെയ്തിരുന്ന 2005 SQL സർവർ യൂസ് ചെയ്തിരുന്നത് സാൻ നെറ്റ്വർക്ക് വിർച്വൽ ഇന്റർഫേസ് അഡാപ്റ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെയൊക്കെ ഈ പറയുന്ന സിസ്റ്റം ഏരിയ നെറ്റ്വർക്കിന് പ്രാധാന്യമുണ്ട്. ജസ്റ്റ് ഓർത്താൽ മതി സിസ്റ്റം ഏരിയ നെറ്റ്വർക്ക്. സോ ഇതാണ് സിസ്റ്റം ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ. പല സ്റ്റോറേജ് ഡിവൈസുകളെയും പല സിസ്റ്റത്തിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ക്ലസ്റ്റർ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യുക. അതാണ് സിസ്റ്റം ഏരിയ നെറ്റ്വർക്ക്. നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. നൗ ഹോം ഏരിയ നെറ്റ്വർക്ക് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് സിമിലർ ആണ്. ഓക്കെ, ഒരു വീട്ടിനകത്തെ പല രീതിയിലുള്ള കണക്ടിവിറ്റീസിനെ ഒരുമിച്ച് പല ഡിവൈസുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹോം ഏരിയ നെറ്റ്വർക്ക് ആണ്. ദെൻ പാസീവ് ഒപ്റ്റിക്കൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, പോളാൻ എന്ന് പറയും. പാസീവ് ഒപ്റ്റിക്കൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇസ് എ നെറ്റ്വർക്ക് which is an alternative to LAN. LAN-ന് ഓൾട്ടർനേറ്റീവ് ആണ്. LAN-ന് പകരമുള്ള ഒരു നെറ്റ്വർക്ക് ആണ് പോലാൻ. It uses optical switches to split an optical signal from a single strand of single mode optical fiber to distribute signals to distribute users and devices. അതായത് ഇതൊരു മൾട്ടി പോയിന്റ് LAN ആർക്കിടെക്ചർ ആണെന്ന് പറയാം. അത് വൈഫൈയുടെ കണക്ടിവിറ്റി പോലെ തന്നെ ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി ഉണ്ടല്ലോ. ഒപ്റ്റിക്കൽ കണക്ടിവിറ്റി സപ്പോർട്ടോട് കൂടി നമ്മൾ പല പോയിന്റുകളിൽ വൈഫൈ വെക്കുന്നു. പല ആളുകൾ ചെയ്യാറുണ്ട്. പല പോയിന്റുകളിൽ വൈഫൈ വെച്ചുകൊണ്ട് പല വൈഫൈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പല കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ പല ഡിവൈസുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. ഇതിനെയാണ് പോലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ എൻഡ് പോയിന്റ്സ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ വൈഫൈ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റുകളിൽ നിന്നും പല ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെ പാസീവ് ഒപ്റ്റിക്കൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആൻ എക്സാമ്പിൾ, നോട്ട് റെലവൻറ്റ്. ദെൻ ഈത്തർനെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈത്തർനെറ്റ് എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഫോർ കണക്ടിങ് എ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ടു ഫോം എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പല കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ഒരു ലൈനിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു വയേർഡ് കണക്ടിവിറ്റിയാണ് നമ്മൾ നോർമലി ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ്. ആ പ്രോട്ടോകോൾസിന്റെ സഹായത്തോടു കൂടിയാണ് ഡേറ്റ ട്രാൻസ്മിഷനെ സഹായിക്കുന്നത്. ഡേറ്റ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ ആ പ്രോട്ടോകോൾസിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇതിനെയാണ് ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളിലാണ്. വാൻ, മാൻ, ദെൻ സാൻ ആൻഡ് ലാൻ. ക്ലിയർ ആണോ എല്ലാം? Is it clear? Yes, sir. Yes, sir. Okay. Question. Which of the following pairs least matches with respect to computers? കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്പ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതുമായി ഇപ്പൊ നമ്മൾ കണ്ട ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലാട്ടോ. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. So which of the following pairs least matches with respect to computer? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം അതിനകത്തുണ്ടല്ലോ. 1 GB ഇതാണ് ആ ഒരു ഫോർമുല മാച്ച് ആണോ നോക്കണം. ദെൻ CRT കാഥോഡ് റേ 2, ദെൻ ROM റാപ്പിഡ് ഓൺലൈൻ മെമ്മറി, CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഏതാണ് മാച്ച് ആവാത്തത്? വേഗം ഏതാണ് മാച്ച് ആവാത്തത്? Third one. Yeah, third one. That's all. Third one ആണ് മാച്ച് ആവാത്തത്. റൈറ്റ്.
ഓക്കെ ഫൈൻ. പക്ഷേ എനിക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് ഈ ഫസ്റ്റ് ഓപ്ഷനാണ്. കണ്ടോ, സി ദി ഫസ്റ്റ് ഓപ്ഷൻ 1 GB 1024 1024 into 1024 into 8 bytes. ഈ ഒരു ഏരിയയിൽ നിന്നും there were some questions. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ അറിയണം. ഇത് അറിഞ്ഞില്ലെങ്കിലും ഇതിന്റെ ആൻസർ കിട്ടും. പക്ഷേ ആ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടേബിൾ ഞാൻ തരുന്നത്. ജസ്റ്റ് നോക്കൂ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. ബിറ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ് ആണ്. ബിറ്റ് കഴിഞ്ഞാൽ 8 ബിറ്റുകൾ ചേർന്നാൽ, സീ ഹിയർ, 8 ബിറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ബൈറ്റായി മാറും. ഓക്കെ, ദെൻ 1024 ബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ 1024 ബൈറ്റുകൾ. തെറ്റിക്കരുത്, ബിക്കോസ് 1000 ബൈറ്റുകൾ എന്നൊക്കെ എഴുതി തെറ്റുന്ന കുറേ ആളുകളുണ്ട്. ഓർത്തേക്ക് 1024 ബൈറ്റ്സ് ചേരുമ്പോഴാണ് 1 കിലോ ബൈറ്റായി മാറുന്നത്. ഓക്കെ, 1024 കിലോ ബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ 1 മെഗാബൈറ്റായി മാറും. 1024 മെഗാബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ 1 GB, 1 ജിഗാബൈറ്റ്. ദെൻ 1024 ജിഗാബൈറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ it will be a terabyte. And finally 1024 ടെറാബൈറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ that will be a petabyte. ഇത്രയും വരെ നിങ്ങൾ ഓർത്തേക്കണം. ഇത്രയും വരെ മിനിമം നിങ്ങൾ ഓർത്തേക്കണം, ഈ ഒരു ഓർഡർ. അതിൽ കൂടുതൽ എക്സാബൈറ്റോ സെറ്റാബൈറ്റോ ഒക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കും. എന്നാലും ഇതുവരെയുള്ള ഓർഡർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർത്തേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ബിറ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്. ദെൻ അതിന് മുകളിലേക്ക് ചോദിച്ച് കാണാറില്ല, ചോദിച്ചു കൂടാൻ തോന്നുന്നില്ല. എന്നാലും ഇത്രയും ക്ലിയർ ആയിട്ട് ഓർക്കാം കേട്ടോ. സോ നിങ്ങൾ ഇവിടെ കണ്ട ആ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കി, 1 GB. 1 GB എന്ന് പറഞ്ഞാൽ 1024 into 1024 into 1024 into 8 bits ആണോ നോക്കി. ജിഗാബൈറ്റിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ ജിഗാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 ബിറ്റ് ഇൻറ്റു 1024 ഇൻറ്റു 1024 ഇൻറ്റു 1024 അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ പറയാൻ സാധിക്കും. സോ ഒരു ജിഗാബൈറ്റ് ആകണമെങ്കിൽ ആദ്യം 8 ബിറ്റിനെ 1024 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വീണ്ടും 1024, വീണ്ടും 1024 ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം 1024ഉം ഒരു 8ഉം. കണ്ടോ, 3 പ്രാവശ്യം 1024 ഒരു 8ഉം ചേരുമ്പോഴാണ് 1 ജിഗാബൈറ്റ് ആവുന്നത്. ഈ കാൽക്കുലേഷന് വേണ്ടിയാണ് ഈ ടേബിളിന്റെ സിഗ്നിഫിക്കൻസ് ഉള്ളത്. അത് കൂടാതെ ഈ ഒരു ഓർഡറും ചോദിച്ചിട്ടുണ്ട്. ഓർഡറിൽ ഒരു ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാണ്. 1 ടെറാബൈറ്റ് ഓഫ് മെമ്മറി ഈസ് ഈക്വൽ ടു, 1 ടെറാബൈറ്റ് ഓഫ് മെമ്മറി. നോക്കൂ, ടെറാബൈറ്റ് എവിടെയാണ്? ഇവിടെയാണ് വന്നിരിക്കുന്നത്. സോ 1 ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് ആൻസർ പറയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഓപ്ഷൻ 3. ഓക്കെ, ലെറ്റ്സ് സീ. അതായത് 1 ടെറാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രകാരം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതും 3 കിലോ ബൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 1 ബൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കിലോ ബൈറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ് ആണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 1024 ഇൻറ്റു 1024 ഇൻറ്റു 1024. ഓക്കെ, സോ കിലോ ബൈറ്റ് 1024 കിലോ ബൈറ്റ് ആയ എത്രയാവും? 1024 കിലോ ബൈറ്റ് ആയി കഴിഞ്ഞാൽ മെഗാബൈറ്റ് ആവും. ഞാനൊരു റേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കിലോ ബൈറ്റ് 1024 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, കണ്ടല്ലോ. 1024 കിലോ ബൈറ്റ് ഇൻറ്റു 1024 ഇൻറ്റു 1024, 3 പ്രാവശ്യം 1024 ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടെറാബൈറ്റ്. കണ്ടല്ലോ. സോ 1024 കിലോ ബൈറ്റ് ഇൻറ്റു 1024 ഇൻറ്റു 1024, ദാറ്റ് ഈസ് ദിസ് വൺ, 1024 ഇൻറ്റു 1024 ഇൻറ്റു 1024. ഇതാണ് 1 ടെറാബൈറ്റ്. ആ ഓർഡർ ജസ്റ്റ് ഈ ഒരു ഓർഡർ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ആ ഓർഡർ ഞാൻ പറഞ്ഞ ആ പോയിന്റ് വരെ കൃത്യമായിട്ട് പഠിച്ചേക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നില്ല, ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എ കമ്പ്യൂട്ടർ ഹാസ് മെയിൻ മെമ്മറി ഓഫ് 960 കിലോ ബൈറ്റ്സ്. വാട്ട് ഈസ് ദി എക്സാക്ട് നമ്പർ ഓഫ് ബൈറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് മെമ്മറി? ഒരു കമ്പ്യൂട്ടറിന് 950 കിലോ ബൈറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര ബൈറ്റ് ഉണ്ട്?
നിങ്ങൾ പറയും. $960 എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ് ഉണ്ട്? വേഗം ആൻസർ ചെയ്യൂ. യെസ്. കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഓക്കെ, അതായത് 1 KB എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ് ആണ്? സി, 1 KB എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ് ആണ്. എത്ര കിലോബൈറ്റ് ഉണ്ട്? 960 KB ഉണ്ട്. ഇത്രയും ബൈറ്റല്ലേ ഉള്ളത്. 1 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ് ആണ്. സോ 1024 ബൈറ്റ് ആണ്. ഞാനിവിടെ എഴുതി 1 KB. ടോട്ടൽ നമ്മൾ എത്ര കിലോബൈറ്റ് ഉണ്ട്? 960 KB ഉണ്ട്. സോ 1024 into 960. See this one. This is your answer. ക്ലിയർ ആണോ? ഓക്കെ, ദിസ് വൺ. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. Put the following units of storage into the correct order, starting with the smallest unit first and going down to the largest unit. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് തൊട്ട് ലാർജസ്റ്റ് യൂണിറ്റ് വരെ അറേഞ്ച് ചെയ്യാം. ആൻസർ എന്നിട്ട് പറയണേ. ഓക്കെ, സോ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. ദെൻ ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, gigabyte and terabyte. So the right answer is option C. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഒരു 5 minutes ബ്രേക്ക് എടുക്കുന്നു. 5 minutes ബ്രേക്കിന് ശേഷം കുറച്ച് PYQs കാണുന്നു. അതിനുശേഷം കുറച്ച് ഏരിയാസ് കൂടി ഉണ്ട്, തീർന്നിട്ടില്ല. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഡിസ്കഷൻ പെൻഡിങ് ഉണ്ട്. വിൽ ടേക്ക് 5 minutes ബ്രേക്ക്. സർ ഒരു 10 minutes തരുമോ? 10 minutes, ഓക്കെ ഫൈൻ. 8:05 ആകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാമേ, അങ്ങനെയാണെങ്കിൽ. ഓക്കെ 805 കേട്ടോ. ഓക്കെ. ഹായ് എവരിവൺ. ഓഡിബിൾ അല്ലേ? യെസ് സർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചെറിയ റിഫ്രഷ്മെന്റ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ കാണുന്നത്. നോക്കാം. സോ പെട്ടെന്ന് ആൻസറുകൾ പറഞ്ഞങ്ങ് പോയാൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി? HDD. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ആണ്. കമ്പ്യൂട്ടർ മെമ്മറി അല്ലാത്തത് ഓപ്ഷൻ ഡി. അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ റാം ആയാലും റോം ആയാലും പ്രൈമറി മെമ്മറിയാണ്. HDD എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. കമ്പ്യൂട്ടർ മെമ്മറി അല്ലാത്തത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, ശരി. റാൻഡം ആക്സസ് മെമ്മറിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. കീ പോയിന്റ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് വോളറ്റൈൽ മെമ്മറി ആണെന്ന് ഓർക്കുക, ടെമ്പററി സ്റ്റോറേജ് ആണെന്നുള്ള ഓർക്കുക. ദെൻ റോമിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. റോം എന്ന് പറയുമ്പോൾ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഫേംവെയറും അതേപോലെ ഫേംവെയർ എന്ന് പറഞ്ഞാൽ എന്താ? ബയോസ്, അതായത് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഒക്കെ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടപ്പ് റൂട്ടീൻസും ഒക്കെ സേവ് ചെയ്യപ്പെടുന്നത് ഈ ഫേംവെയറിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ദെൻ അത്തരം കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത് ഈ പറയുന്ന റോമിലാണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് ഒറിജിനലി ഇൻസ്റ്റാൾഡ് എന്നാണ്. അതായത് ഡേറ്റ അതിനകത്തേക്ക് ഓൾറെഡി സേവ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് റോം എന്ന് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു ക്വസ്റ്റ്യൻ. ദെൻ HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU stands for Central Processing Unit. It is the brain of the computer and is responsible for
എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടറിന്റെ ഒരു ബ്രെയിൻ, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ചേർന്നതാണ് CPU. ALUവും അതേപോലെ കൺട്രോൾ യൂണിറ്റ് CU, ഇത് രണ്ടും ചേർന്നിട്ടാണ് CPU വരുന്നത്. സോ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാംസും ഒക്കെ നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നടത്തുക, അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നടത്തുക, അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും കൺട്രോൾ ഓപ്പറേഷൻസും ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് CPUവിന്റെ പർപ്പസ്. ദെൻ CPUവിനെ പറ്റിയുള്ള പ്രധാന പോയിന്റ്സ് പറയുകയാണെങ്കിൽ, വൺ ഈസ് പ്രോസസിംഗ് പവർ. The CPU's performance is measured in terms of clock speed. ഇതൊന്നും ഓർത്തേക്കുക. ഓക്കെ, ദെൻ ക്ലോക്ക് സ്പീഡ് നോർമലി മെഷർ ചെയ്യുന്നത് ഗിഗാഹെർട്സിലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. CPUവിന്റെ പവർ മെഷർ ചെയ്യുന്നത് ക്ലോക്ക് സ്പീഡിലാണ്. ദെൻ അത് മെഷർ ചെയ്യുന്നത് ജിഗാഹെർട്സ്. ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ജിഗാഹെർട്സ് ആണ്. ആൻഡ് ദി നമ്പർ ഓഫ് കോഴ്സ്, എത്രമാത്രം കോർ ഉണ്ട്, കോർ 2 കോർ 3 എന്നൊക്കെ പറയില്ലേ, ആ കൺസെപ്റ്റ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക. ദെൻ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ CPU may have multiple cores allowing it to process multiple tasks simultaneously. മൾട്ടി കോർ എന്നൊക്കെ പറയും. ഒരേ കാര്യം സെയിം ടൈമിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മൾട്ടി കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ആ ഒരു സ്പീഡ്, ആ ഒരു പ്രോസസിങ് എബിലിറ്റിയാണ് കോർ എന്നുള്ളത് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യാche മെമ്മറിയെ പറ്റി നമ്മൾ പറഞ്ഞു. CPUs have a small fast cache memory that stores frequently accessed data to speeding up processing. CPU-നുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന CPU-യുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ക്യാche മെമ്മറി വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് റെഗുലർലി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ സേവ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ആവശ്യം വരുന്ന ഡേറ്റ, അടുത്തതായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാche മെമ്മറി യൂസ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ദി കൺട്രോൾ യൂണിറ്റ് മാനേജസ് ദി ഫ്ലോ ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് വിത്തിൻ ദി CPU and coordinates with other components. So ഇൻഫർമേഷൻ ഫ്ലോ എങ്ങനെയായിരിക്കണം, അതേപോലെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യേണ്ടത്, ഡേറ്റ ഫ്ലോ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഡേറ്റ ഫ്ലോ പ്രോപ്പർ ആണെന്ന് എൻഷുർ ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ ഏരിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. അഡീഷണലി വന്നത് CPU മാത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following, which type of memory is volatile memory? അറിയാമല്ലോ, അതിനെപ്പറ്റി ഞാൻ ഇനി പറയുന്നില്ല. പലതവണ ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന്റെ ആൻസർ റാൻഡം ആക്സസ് മെമ്മറിയാണ്. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ROM? റീഡ് ഓൺലി മെമ്മറിയുടെ പ്രൈമറി പർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു സ്റ്റോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ടു പ്രൊവൈഡ് ടെമ്പററി സ്റ്റോറേജ് ഫോർ ഡേറ്റ, ടു ഇൻക്രീസ് CPU പ്രോസസിംഗ് സ്പീഡ്, to enable data retrieval at random locations. എന്തായിരിക്കും റീഡ് ഓൺലി മെമ്മറിയുടെ പ്രൈമറി പർപ്പസ്? പറയൂ. ഡി പറയരുത്. ഡി എന്താണ്? റാൻഡം കണ്ടില്ലേ? റാൻഡം 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 കാണുവാണെങ്കിൽ എപ്പോഴും ഓർക്കുക റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഓക്കെ, ടെമ്പററി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഓക്കെ, ഇൻക്രീസ് PPയുടെ പ്രോസസിംഗ് സ്പീഡ് ഒന്നും ഒരിക്കലും റോമിന് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സാധിക്കില്ല. റോമിന്റെ പർപ്പസ് ക്ലിയർ ആയിട്ട് ഫസ്റ്റ് സ്റ്റേജ് തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫേംവെയർ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്ന ലൊക്കേഷൻ ആയിട്ടാണ് റോം നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിലാണെങ്കിൽ ബൂട്ടപ്പ് സ്പീഡൊക്കെ, ബൂട്ടപ്പ് റൂട്ടീനൊക്കെ സ്പീഡാക്കാനും അതേപോലെ പെർമനന്റ് ആയിട്ട് നിലനിൽക്കാനും ഒക്കെ ഈ പറയുന്ന റോമിന് സാധിക്കും. അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ റോമിന്റെ ഭാഗമായിട്ട് സേവ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. വിച്ച് മെമ്മറി യൂണിറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിംഗ് ഫ്രീക്വന്റ്ലി അക്സസ്ഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു സ്പീഡ് അപ്പ് CPU ഓപ്പറേഷൻസ്? ഓക്കെ, അറിയാമല്ലോ അല്ലെ? ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. ക്യാche മെമ്മറി. ദെൻ ക്യാche മെമ്മറിയെ പറ്റി അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിനിടയിൽ ക്യാche മെമ്മറിയുടെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി കേൾക്കാം.
Cache memory operates on the principle of temporal locality or spatial locality, which means that recently accessed data or nearby data are more likely to be accessed soon again. ഏറ്റവും അടുത്തുള്ള ഡേറ്റ നമ്മളിപ്പോൾ ഉപയോഗിച്ചതുമായിട്ട് തൊട്ടടുത്ത് വരുന്ന ഡേറ്റ നമ്മൾ വീണ്ടും യൂസ് ചെയ്യും എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ് CPU ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെ മനസ്സിലാക്കുക അടുത്തതായിട്ട് ഇന്ന ഡേറ്റ വേണ്ടി വരുമെന്ന്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്ത ഡേറ്റയുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡേറ്റ ആയിരിക്കും പിന്നീട് ആവശ്യം വരിക. ആ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് CPU ഈ പറയുന്ന ക്യാച്ച് മെമ്മറി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ ടിപ്പിക്കലി മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ക്യാച്ച് മെമ്മറി. L1, L2 ആൻഡ് L3 മൂന്ന് ലെവലാണ് ക്യാച്ച് മെമ്മറിക്ക് വരുന്നത്. വിത്ത് L1 ബീയിങ് ദി ഫാസ്റ്റസ്റ്റ് ബട്ട് സ്മോളസ്റ്റ് ആൻഡ് L3 ബീയിങ് ദി സ്ലോവസ്റ്റ് ബട്ട് ലാർജസ്റ്റ്. ഓക്കെ, L1 ക്യാച്ച് മെമ്മറി, L2 ക്യാച്ച് മെമ്മറി ആൻഡ് L3. ഇതിൽ L1 എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ആണ്, ഏറ്റവും സ്പീഡ് കൂടിയ ക്യാച്ച് മെമ്മറിയാണ്. പക്ഷെ സ്പേസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അതേസമയം L3 എന്ന് പറയുന്നത് സ്പേസ് കൂടുതലുണ്ട്, പക്ഷേ ഫാസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. Then when CPU needs data, it first checks cache memory. If the data is found, cache hit ആയി എന്ന് പറയും. അത് ഡേറ്റ ആദ്യം വേണ്ടപ്പോൾ നമ്മൾ CPU നോക്കുന്നത് ക്യാച്ച് മെമ്മറിയിലായിരിക്കും. ആൻഡ് CPU നോക്കുന്ന ഈ ഡേറ്റ ക്യാച്ചയിൽ ഉണ്ടെങ്കിൽ ഹിറ്റ് ചെയ്യും, അത് എടുക്കും, ഫെച്ച് ക്വിക്ലി. ഇഫ് നോട്ട് ഫൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ക്യാച്ച് മിസ്സാണ്. ദാറ്റ് മീൻസ് ദി CPU fetches the data from main memory and stores a copy with the cache memory. അതായത് മെയിൻ മെമ്മറിയിൽ നിന്ന് ഈ ഡേറ്റ എടുത്തിട്ട് പിന്നെ അതിന്റെ ഒരു പോർഷൻ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ തൽക്കാലത്തെ ആവശ്യമുള്ള ഡേറ്റ ക്യാച്ച് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്യാച്ച് മെമ്മറി ഈസ് ട്രാൻസ്പെറന്റ് ടു സോഫ്റ്റ്വെയർ ആൻഡ് മാനേജ്ഡ് ബൈ ഹാർഡ്വെയർ കൺട്രോളേഴ്സ്. എനിവേ ക്യാച്ച് മെമ്മറിയുടെ കൺസെപ്റ്റുകൾ ഓൾറെഡി പറഞ്ഞു. ആ കൺസെപ്റ്റ് നിങ്ങൾ ഇക്കാര്യം കൂടി ഓർത്താൽ മതി. L1, L2, L3 കൺസെപ്റ്റ് കൂടി ഓർത്തേക്കുക. Then, what is the role of virtual memory in a computer system? എന്താണ് വിർച്വൽ മെമ്മറി? നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞില്ല. സോ വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കുക. ടു പ്രൊവൈഡ് അഡീഷണൽ റാം സ്പേസ് ഫോർ ആപ്ലിക്കേഷൻസ്, ടു സ്റ്റോർ ഡേറ്റ പെർമനന്റ്ലി ഫോർ ഫ്യൂച്ചർ യൂസ്, ടു എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിവൈസസ്, ടു കൺട്രോൾ ദി ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ CPU ആൻഡ് പെരിഫറൽസ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതിനു വേണ്ടിയാണ് വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്നത്. അതായത് റാമിന് അഡീഷണൽ സ്പേസ് വേണം, സ്പേസ് കുറയുവാണ് എന്ന് കാണുമ്പോൾ നമ്മളുടെ സെക്കൻഡറി സ്റ്റോറേജിന്റെ ഒരു സ്പേസ് കൂടി അല്ലെങ്കിൽ ഒരു പാർട്ട് കൂടി താൽക്കാലികമായിട്ട് റാമിന്റെ പർപ്പസ് ചെയ്യും. ഓക്കെ, സോ ആ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള സഫീഷ്യന്റ് സ്പേസ് റാമിൽ അല്ലെങ്കിൽ റാം ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ സെക്കൻഡ് സ്റ്റോറേജിന്റെ ഒരു പോർഷൻ കൂടി സെക്കൻഡറി സ്റ്റോറേജിന്റെ ഒരു പോർഷൻ കൂടി വിർച്വൽ മെമ്മറി എന്നുള്ള രീതിയിൽ റാമിന് പകരമായിട്ട് ഉപയോഗിക്കപ്പെടും. അവിടെയാണ് വിർച്വൽ മെമ്മറി കൺസെപ്റ്റ് വരുന്നത്. ജസ്റ്റ് നോക്കാം. വിർച്വൽ മെമ്മറി ഇസ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് used by operating systems to simulate more RAM than physically available. ഇതാണ് ഓർക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റാമിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഒരു വിർച്വൽ മെമ്മറി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. ഓക്കെ, അവിടെയാണ് വിർച്വൽ മെമ്മറി കൺസെപ്റ്റ് വരുന്നത്. സോ ഇറ്റ് അലൗസ് എക്സിക്യൂഷൻ ഓഫ് ലാർജർ പ്രോഗ്രാംസ് ആൻഡ് എനേബിൾസ് മൾട്ടി ടാസ്കിംഗ് ബൈ അലൗയിങ് മൾട്ടിപ്പിൾ പ്രോസസ്സസ് ടു ഷെയർ ലിമിറ്റഡ് ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറി കുറവാണ്, അതുകൊണ്ട് ആ ലിമിറ്റഡ് ആയിട്ടുള്ള മെമ്മറി പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരു വേ. ഒരുമിച്ച് ഒരു ആപ്ലിക്കേഷന് പൂർണ്ണമായിട്ടും കൊടുക്കാതെ പല ആപ്ലിക്കേഷൻസിനും അറ്റ് ദി സെയിം ടൈം യൂസ് ചെയ്യാവുന്ന രീതിയിൽ വീതിച്ചു കൊടുക്കുന്ന ഒരു വേ ആണ് ഈ വിർച്വൽ മെമ്മറി കൊണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് കാണാം. വെൻ റാം ഈസ് റാം ഫുള്ളായെന്ന് വിചാരിക്കാം. ലെസ് ഫ്രീക്വൻലി യൂസ്ഡ് ഡേറ്റ ഈസ് മൂവ്ഡ് ഫ്രം റാം ടു എ പോർഷൻ ഓഫ് ഹാർഡ് ഡിസ്ക് കോൾഡ് ദി പേജ് ഫയൽ ഓർ സ്പേസ്. അതായത് നമ്മുടെ റാമിലെ ഡേറ്റ ഫുള്ളാവുന്ന സാഹചര്യം അറിയാം. ഫുള്ളാകുന്നു എന്ന് CPU മനസ്സിലാക്കുന്ന സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റാമിൽ നിന്നും എപ്പോഴും യൂസ് ചെയ്യാത്ത പോർഷൻ ഓഫ് ഡേറ്റ, എപ്പോഴും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത പോർഷൻ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിനെ റാമിൽ നിന്ന് മാറ്റിയിട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഹാർഡ് ഡിസ്കിലും HDD ഹാർഡ് ഡിസ്കിലൊക്കെ കൊണ്ടുപോയി സേവ് ചെയ്ത് വയ്ക്കും, താൽക്കാലികമായിട്ട് സേവ് ചെയ്യുന്നു. ഇങ്ങനെ സേവ് ചെയ്യുന്നതിനെയാണ് പേജ് ഫയൽ എന്ന് പറയുന്നത്. പേജ് ഫയൽ എന്നോ അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ്, അവിടുന്ന് തൽക്കാലത്തേക്ക് എടുത്തിട്ടുള്ള സ്പേസ് ആണ് എന്നൊക്കെ പറയും. സോ CPU ആക്സസ് ഡേറ്റ ഇൻ വിർച്വൽ മെമ്മറി ആസ് ഇഫ് ഇറ്റ് വെയർ ഇൻ റാമിൽ അവൈലബിൾ ആയിട്ടുള്ള അതേ രീതിയിൽ തന്നെ വിർച്വൽ മെമ്മറിയിലെ ഡേറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും.
തൽക്കാലത്തേക്ക് വിർച്വൽ മെമ്മറിയിൽ കൊണ്ട് ഇട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇടുന്നതിനെയാണ് സ്വാപ്പ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേജ് ഫയൽ എന്ന് പറയുന്നത്. CPU എങ്ങനെയാണോ റാമിലെ ഡേറ്റ ആക്സസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന സ്വാപ്പ് സ്പേസിൽ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റയും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. CPU ആക്സസ് ഡേറ്റ ഇൻ വിർച്വൽ മെമ്മറി ആസ് ഇഫ് ഇറ്റ് വെയർ ഇൻ റാം, unaware of the data's actual physical location. അത് ഏതാണോ ആക്ച്വൽ ഫിസിക്കൽ ലൊക്കേഷൻ എന്നുള്ള രീതി നോക്കാതെ തന്നെ ആ ഒരു സ്പേസിൽ നിന്നുകൂടി ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി CPU സാധിക്കും. വിർച്വൽ മെമ്മറി ഈസ് ലോവർ ദാൻ റാം. റാമിന്റെ അത്ര സ്പീഡ് കിട്ടില്ല, ബിക്കോസ് ഇത് സെക്കൻഡറി സ്റ്റോറേജിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി സ്റ്റോറേജിലല്ല. അതുകൊണ്ട് റാമിന്റെ അത്രയും സ്പീഡ് ഉണ്ടായിരിക്കില്ല, ബിക്കോസ് ഡേറ്റ നീഡ്സ് ടു ബി ഫെച്ച്ഡ് ഫ്രം ദി പേജ് ഫയൽ. പേജ് ഫയൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പേജ് ഫയലിൽ നിന്ന് ഡേറ്റ വെനെവർ റിക്വയർഡ് പേജ് ഫയലിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് റാമിന്റെ അത്രയും സ്പീഡ് ഉണ്ടായിരിക്കില്ല. ബട്ട് ഇറ്റ് പ്രിവെന്റ്സ് പ്രോഗ്രാംസ് ഫ്രം ക്രാഷിംഗ്. ഫിസിക്കൽ മെമ്മറി ഇല്ലാത്തത് കൊണ്ട് പ്രോഗ്രാം ക്രാഷ് ആകുന്ന ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദി പേജ് ഫയൽ സൈസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ദി യൂസർ ഓർ ഓട്ടോമാറ്റിക്കലി മാനേജ്ഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നെങ്കിൽ യൂസറിന് പേജ് ഫയലിന്റെ സൈസ് കൂട്ടി കൊടുക്കാനും കുറച്ച് വയ്ക്കാനും ഒക്കെ സാധിക്കും, അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ആ പേജ് ഫയലിന്റെ നീളം എത്രയാണ്, ഇത്രമാത്രം സ്പേസ് ആണ് വേണ്ടത് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് പേജ് ഫയൽ കൺസെപ്റ്റ്. കിട്ടിയോ? ദി ഗോട്ട് ഇറ്റ്? പേജ് ഫയൽ ആൻഡ് വിർച്വൽ മെമ്മറി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടും ഓർത്തേക്കുക. വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന ഒറിജിനൽ മെമ്മറി അല്ല, താൽക്കാലികമായിട്ട് റാമിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്. അതാണ് വിർച്വൽ മെമ്മറിയിൽ വരുന്നത്. അത് നിങ്ങൾ ഓർത്തേക്കണം. അങ്ങനെ റാമിനെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാ? അത് ഹാർഡ് ഡിസ്കിലേക്കായിരിക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കിലേക്ക് ഒരു സ്പേസ് കൂടി റാമിന് പകരമായിട്ട് ആര് കൊടുക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം CPU കൊടുക്കും. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം CPU പറയും ഈ ഒരു പോർഷൻ കൂടി ഇതിന്റെ ആണ് എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം CPU തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ CPU സ്പേസിനെ നമ്മൾ പേജ് ഫയൽ എന്നോ അല്ലെങ്കിൽ സ്വാപ്പ് സ്പേസ് എന്നോ പറയും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് ഓർത്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെമ്മറി ടൈപ്പ് റീറ്റെയിൻസ് ഡേറ്റ? റിപ്പീറ്റഡ് മെനി ടൈംസ്, റൈറ്റ്? ഈവൻ ആഫ്റ്റർ ദി പവർ സപ്ലൈ ഈസ് ടേൺഡ് ഓഫ്. പവർ സപ്ലൈ ഇല്ലെങ്കിലും റീറ്റെയിൻ ചെയ്യുന്ന മെമ്മറി ടൈപ്പ് ഏതാണ്? വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് പവർ സപ്ലൈ ഇല്ല, റീറ്റെയിൻ ചെയ്തു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, റോങ്. ഗുഡ്. ഓക്കെ, അടുത്തത്, വാട്ട് ഡസ് HTML സ്റ്റാൻഡ്സ് ഫോർ ഇൻ വെബ് ഡെവലപ്മെന്റ്? HTML ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. Okay, so HTML, what is it? HTML is a standard markup language used for creating and structuring contents of web page. വെബ് പേജുകളിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതിനെയാണ് HTML എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദി സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട് ഓഫ് എ വെബ് പേജ് ബൈ യൂസിങ് എ സിസ്റ്റം ഓഫ് ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ടു മാർക്കപ്പ് ടെക്സ്റ്റ്, ഇമേജസ്, മൾട്ടിമീഡിയ ആൻഡ് അതർ എലമെന്റ്സ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെയും മൾട്ടിമീഡിയയുടെ ഒരു മിക്സ്ചർ. ഓക്കെ, അപ്പൊ അതെങ്ങനെ വെബ് പേജുകളിൽ ഉപയോഗിക്കണം, അതിനു വേണ്ടിയുള്ള ഒരു ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ HTML എന്ന് പറയുന്നത്. HTML ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് റൈറ്റ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സോറി, റിപ്പീറ്റഡ്, റൈറ്റ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, വിൻഡോസ്, ഫൈൻ. ബാക്കിയുള്ളതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ആയാലും ക്രോം ആയാലും ഫോട്ടോഷോപ്പ് ആയാലും ഇവയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. വാട്ട് ഡസ് URL സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർനെറ്റ്? URL. ഓക്കെ, ഓപ്ഷൻ എ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഫൈൻ. URL എന്ന് പറഞ്ഞാൽ എന്താണ്? URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a reference or address used to locate resources on internet. ഇന്റർനെറ്റിൽ കാണുന്ന ആ വെബ് അഡ്രസ്
അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിന്റെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന www. ആ ഒരു അഡ്രസ് അതിനെയാണ് നമ്മൾ URL എന്ന് പറയുന്നത്. So it is a standard way to identify and access specific resources such as web pages, images, videos, files and more available on the World Wide Web. വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം റിസോഴ്സുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അഡ്രസ് ആണ്, സ്റ്റാൻഡേർഡ് വേ ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോപ്പുലർ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസ് പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ? ഗൂഗിളിന്റെ ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചോളാം. ക്വസ്റ്റ്യൻ ഇസ് റിയലി സിമ്പിൾ, റൈറ്റ്? നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഗൂഗിൾ ഡ്രൈവ് ആണ് ഗൂഗിളിന്റെ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ ഓർക്കേണ്ടത് ഈ തന്നിരിക്കുന്നവയെല്ലാം ക്ലൗഡ് സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ് ടൈം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇതല്ല. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലൗഡ് സ്റ്റോറേജ്. അവിടെ ഡ്രോപ്പ് ബോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഐക്ലൗഡ് ഉണ്ടാവും, വൺ ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. Then which programming language is widely used for developing web applications? Web application യൂസ് ചെയ്യാൻ വേണ്ടി widely യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഇസ് ജാവാസ്ക്രിപ്റ്റ്. നിങ്ങൾ പറഞ്ഞു, വെരി ഗുഡ്. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ എ കമ്പ്യൂട്ടർ? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ടാണ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, can see option B, to manage computer hardware and software resources. That is the basic function of operating system. ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കേട്ടോ. Then which technology allows wireless communication between devices over short distance? Option A. ഓക്കെ, റൈറ്റ് ആൻസർ ബ്ലൂടൂത്ത്. മറന്നു വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലേ, ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് ആണ് ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ഷോർട്ട് ഡിസ്റ്റൻസിലെ വയർലെസ് കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. Then what is the purpose of a firewall in a computer? പറഞ്ഞിരുന്നു, റൈറ്റ്? ഫയർവാളിന്റെ പർപ്പസ് എന്താണ്? To protect against other power surges, to prevent unauthorized access and control network traffic. എന്തായിരുന്നു? Yes. Option B, to prevent unauthorized access and control network traffic. ഇതാണ് പ്രധാനമായിട്ട് ഫയർവാളിന്റെ പർപ്പസ്. ഫയർവാൾ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ദി സെയിം. Which of the following file format is commonly used for digital images and supports lossless compression? Digital images. ഓക്കെ, കംപ്രഷൻ PNG ആൻഡ് JPEG രണ്ടും നമുക്ക് പറയാം. പക്ഷേ കംപ്രസ്ഡ് ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ PNG ആണ് വരുന്നത് കേട്ടോ. അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കുക. JPEG ഫയൽ എന്നുള്ള രീതിയിൽ വരാം. ദെൻ ഇവിടെ ലൂസ്ലെസ് കംപ്രഷൻ വരുന്നതുകൊണ്ടാണ് ഡിജിറ്റൽ ഇമേജസ് പ്ലസ് കംപ്രഷൻ രണ്ടും ഒരുമിച്ച് വരുന്നത് PNG ഫയൽ ഫോർമാറ്റിൽ വരുന്നുണ്ട്. Then which among the following can be a disadvantage of using ICT in education? എഡ്യൂക്കേഷണൽ ICT ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? കൊളാബറേറ്റീവ് ലേണിംഗ്, പ്രൈവസി തെഫ്റ്റ്, മോട്ടിവേഷൻ എക്സ്പീരിയൻസ്. ഇതിലൊരു നെഗറ്റീവ് വേർഡേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇതിനകത്ത് ആകെ നെഗറ്റീവ് പറയാവുന്ന ഒരു പേരേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഏതായിരിക്കും? ആ ഒരു പേര് മാത്രമായിരിക്കില്ലേ? ഓക്കെ, പ്രൈവസി തെഫ്റ്റ്. സെക്കൻഡ് സി, ICT നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ ICT ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ICT ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ കാണുന്ന പ്രധാന ഇഷ്യൂസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് പ്രൈവസി തെഫ്റ്റ്, അതായത് ഇറ്റ് ഒക്കേഴ്സ് വെൻ fraudulent users use other students' personal data or information without the knowledge of the students.
നമ്മൾ ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ഡേറ്റ, നമ്മളുടെ ഇൻഫർമേഷൻ നമ്മുടെ അനുവാദമില്ലാതെയൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വരും. അവിടെ നമ്മളുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതാണ്. രണ്ടാമതായിട്ട് പ്ലേഗിയറിസം. സോ ഇറ്റ് occurs when students just try to copy notes directly from the internet and proceed with entering the same in the papers. പ്ലേഗറിസം, കോപ്പി അടിക്കുന്ന സിറ്റുവേഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. Then reliability of information. It occurs when anyone without any relevant authentic knowledge starts a blog or posts something on a website. Hence, it could be concluded that നമ്മൾ പറഞ്ഞതിനകത്ത് പ്രൈവസി തെഫ്റ്റ് ആണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്. അതോടൊപ്പം തന്നെ പ്ലേഗറിസം ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഇൻഫർമേഷന്റെ റിലയബിലിറ്റി, പല രീതിയിലുള്ള ഇൻഫർമേഷൻ വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ICT പ്രകാരം കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ എത്രമാത്രം ജെനുവിൻ ആണെന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. സോ ദീസ് ആർ ദി മെയിൻ ലിമിറ്റേഷൻസ്. ഓക്കെ, അത് റൈറ്റ് ആൻസർ പ്രൈവസി തെഫ്റ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് ആസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ICT ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം കേട്ടോ. ഏതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ ICT ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസ്? ഇൻക്രീസ് കപ്പാസിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, support for improvement of quality and relevance of existing structures of education, provision of links between various education institutions and knowledge sharing. All of the above, right? ഇവയെല്ലാം ICT ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. Now, information and communication technology not comprise of ICTയുടെ ഭാഗമായിട്ട് വരാത്തതാണ്. എഡ്യൂക്കേഷൻ ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലൈൻ ലേണിംഗ്, ലേണിംഗ് ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ബേസ്ഡ് ലേണിംഗ് ആൻഡ് ഓഫ്ലൈൻ ലേണിംഗ്. പറ്റിയോ? അതൊന്നും അവിടെ ഒന്നും സ്റ്റെക്ക് ചെയ്യുന്നേ ഇല്ല, പോവുകയാണ്. അടുത്തതിലേക്ക് പോകാം. സ്പീഡ് ഓഫ് എ പ്രോസസർ ഓഫ് എ കമ്പ്യൂട്ടർ ഇസ് മെഷേർഡ് ഇൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, റൈറ്റ്? കമ്പ്യൂട്ടറിന്റെ ക്ലോക്ക് സ്പീഡ് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? ക്ലോക്ക് സ്പീഡ്. യെസ്, ഫസ്റ്റ് വൺ, ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. ജിഗാ ഹെഡ്സ്. അതാണ് ക്ലോക്ക് സ്പീഡ് മെഷർ ചെയ്യാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തു കേട്ടോ. ക്ലോക്ക് സ്പീഡ് കൺസെപ്റ്റും ചോദിക്കാം, ഇതിന്റെ മെഷർമെന്റ് യൂണിറ്റ് ചോദിക്കാം. അതൊന്നും നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്തു, ബിക്കോസ് റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ക്വസ്റ്റ്യൻ ഏരിയ ആണിത്. ഓക്കെ, ക്ലോക്ക് സ്പീഡിനെ പറ്റി ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. സൈക്കിൾ എന്നുള്ള രീതിയിലാണ് ക്ലോക്ക് സ്പീഡ് പറയുന്നത്. നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ്. ദി മെയിൻ ടു കോമ്പോണൻസ് ഓഫ് CPU. CPUവിന്റെ രണ്ട് കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഞാനത് പോയിന്റ് ചെയ്യാതെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. CPUവിന്റെ രണ്ട് കോമ്പോണൻസ് ഏതൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റ് ആൻഡ് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇത് രണ്ടുമാണ് CPUവിന്റെ മേജർ കോമ്പോണൻസ്. ഓക്കെ, സോ യു ക്യാൻ സി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ കൺട്രോൾ യൂണിറ്റ്, ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈക്രോ പ്രോസസർ, ആസ് ഇറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. അതായത് എല്ലാ ഓപ്പറേഷൻസും എല്ലാ ഇൻഫർമേഷനും ഫ്ലോ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടാണ് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റിന്റെ പർപ്പസ്. ദെൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണെങ്കിൽ ഈ പറയുന്ന അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യും. അതുവഴി എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ദി സെക്ഷൻ വെയർ ദി ആക്ച്വൽ ഡേറ്റ പ്രോസസിംഗ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പാർട്ട് എന്ന് പറയുന്നത് ALU ആണ്. ഓൾ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺ ടേക്ക് പ്ലേസ് ഇൻ ദിസ് സെഷൻ. In addition to arithmetic functions, the ALU also handles logic operations. Okay, just ഓർക്കുക, ബൈനറി കാൽക്കുലേഷൻസും ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത് ഈ ALU വെച്ചിട്ടാണ്. ഓക്കെ, പ്രൈമറി മെമ്മറി ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നൗ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ആ ഫ്ലോ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ആ ഒരു ഫ്ലോയാണ് ബസ് നെറ്റ്വർക്ക്, ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ALU കൺട്രോൾ യൂണിറ്റും ഒക്കെ ലിങ്ക് ചെയ്യുന്നത് ഈ പറയുന്ന ബസ് ടോപ്പോളജിയുടെ സപ്പോർട്ടോടുകൂടിയാണ്. അതായത് എങ്ങനെ ഇവയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു, ആ കണക്ട് ചെയ്യുന്ന ടോപ്പോളജിയാണ് ബസ് എന്ന് പറയുന്നത് കേട്ടോ. രജിസ്ട്രാസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. CPUവിന്റെ ഒരു ചെറിയ പാർട്ടാണ്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ ദ ക്യാൻ ബി തോട്ട് ഓഫ് ആ CPU's ടൈനി സ്ക്രാച്ച് പാഡ്. CPUവിന്റെ ഒരു ചെറിയ സ്ക്രാച്ച് പാഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാം. ടെമ്പററി സ്റ്റോറിങ്ങിന് ഇൻസ്ട്രക്ഷൻസ് താൽക്കാലികമായിട്ട് ക്യാച്ചേക്കാളും സ്പീഡാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോർ സ്പേസ് ആണ്. ഇൻഫർമേഷൻ അത്രയ്ക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോസസർ രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, then the ability to read and write
each piece of information in a storage device in approximately the same length of time of its location is. Question മനസ്സിലായി എങ്കിൽ ആൻസർ ഒന്ന് പറയാം. ജസ്റ്റ് നോക്കുക, നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കൺസെപ്റ്റ്, റൈറ്റ്? വെരി ഗുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഓപ്ഷൻ 4 റാൻഡം ആക്സസ്. റാൻഡം ആക്സസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു പീസ് ഓഫ് ഡേറ്റ എടുക്കുന്ന അതേ സ്പീഡിൽ മറ്റൊരു പീസ് ഓഫ് ഡേറ്റയും നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. സോ സെയിം ലെങ്ത് ഓഫ് ടൈം സ്റ്റോറേജിൽ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ആയാലും സെയിം ലെങ്ത് ഓഫ് ടൈമിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് റാൻഡം ആക്സസ് എന്ന് പറയാം. ദെൻ താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് പെയർ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് പെയർ JPG ഗ്രാഫിക് ഫയൽ, TTF വേവ് ടെക്സ്റ്റ് ഫയൽ, വേവ് ഓഡിയോ ഫയൽ, EXE എക്സിക്യൂട്ടബിൾ ഫയൽ. ജസ്റ്റ് നോക്കുക, അതായത് ഈ ഒരു ഫയൽ ഫോർമാറ്റുകൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് TTF എന്ന് പറയുന്നത് വേഡ് ഫയൽ ഫോർമാറ്റ് അല്ല. ഓക്കെ, ബാക്കിയുള്ള തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ഇപ്പോൾ JPG ആയാലും അത് ഗ്രാഫിക് തന്നെയാണ്. ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നാണ്, ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നാണ് JPGയുടെ ഫുൾ ഫോം. അത് ഗ്രാഫിക് കണ്ടന്റ് തന്നെയാണ്. അതേപോലെ EXE ആണെങ്കിൽ എക്സിക്യൂട്ടബിൾ കണ്ടന്റ് ആണ്. TXT എന്ന് പറയുന്നത് വേഡ് ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ്. TXT ആണ് വേഡ് ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ് വരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് TTF ആണ്. ദാറ്റ് ഈസ് റോങ്. TTF എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് അല്ല. ഓക്കെ, TTF ഒരു ഫോണ്ട് ഫോർമാറ്റ് ആണ് കേട്ടോ. ഫോണ്ടിന്റെ പലതരത്തിലുള്ള ഫോണ്ടുകളെ പറ്റിയുള്ള ഫോർമാറ്റ് ആണ്. അത് ഇതിന്റെ പാർട്ടായിട്ട് വരില്ല. സോ ഇതൊന്നും നിങ്ങൾ പഠിച്ചേക്കണം. ഞാൻ ഈ PPT ഷെയർ ചെയ്യുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. ഏത് വേണമെങ്കിലും ഇതിനകത്ത് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാർഡ്വെയർ ഹാസ് യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ? ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏത് ഹാർഡ്വെയർ ആണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ജസ്റ്റ് നോക്കുക, ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 1940s തൊട്ട് 1956 വരെയുള്ള ടൈം പീരീഡിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്തിരുന്നത് വാക്വം ട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടറിയാണ്. വാക്വം ട്യൂബ് യൂസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടറിയാണ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വളരെ ലാർജ് സൈസിലുള്ള പ്രോസസ്സിംഗ് ആണ് നടത്തിയിരുന്നത്. വളരെ സ്ലോ സ്പീഡിലുള്ള പ്രോസസ്സിംഗ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, മെഷീൻ ലെവൽ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1956 മുതൽ 63 വരെയുള്ള ടൈം പീരീഡിലാണ് സെക്കൻഡ് ജനറേഷൻ വരുന്നത്. ട്രാൻസിസ്റ്റേഴ്സ്, നമ്മൾ വാക്വം ട്യൂബിന് പകരം ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചു. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് വെയർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് വാക്വം ട്യൂബ്. സ്മോളർ ആണ്, ഫാസ്റ്റർ ആണ്, ചീപ്പർ ആണ്, എനർജി എഫിഷ്യന്റ് ആണ്. ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അഡ്വാൻറ്റേജും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്നു. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെയർ ഓൾസോ ബീങ് ഡെവലപ്ഡ്. ഈ ടൈമിലാണ് കോബോൾ പോലെ അല്ലെങ്കിൽ ഫോർട്രാൻ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്തത് സെക്കൻഡ് ജനറേഷനിൽ. ഓക്കെ, സോ സെക്കൻഡ് ജനറേഷൻ നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സ് എന്നുള്ളത് ഓർക്കുക. ദെൻ തേർഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് മാറിയിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയി, IC വന്നു. ഓക്കെ, IC ചിപ്സ് വരുന്നു, കൺസിസ്റ്റിംഗ് ഓഫ് എ കപ്പാസിറ്റി ഓഫ് 300 ട്രാൻസിസ്റ്റർ. ഒരു 300 ട്രാൻസിസ്റ്ററിന്റെ കപ്പാസിറ്റി വരുന്ന രീതിയിലുള്ള ICs ആണ് അന്ന് ഡെവലപ്പ് ചെയ്തത്. സ്മോൾ ഇൻ സൈസ്, ലോ കോസ്റ്റ്, ലാർജ് മെമ്മറി ആൻഡ് ഹൈ പ്രോസസിംഗ് സ്പീഡ്, നോൺ ആസ് മിനി കമ്പ്യൂട്ടർ. തേർഡ് ജനറേഷനെയാണ് മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫോർത്ത് ജനറേഷൻ ആയപ്പോൾ, അതായത് 72 തൊട്ട് 2010 വരെയുള്ള ജനറേഷനാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അവിടെ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ് യൂസ് ചെയ്തത്, VLSI. ദെൻ ബിക്കം പോസിബിൾ ടു പ്ലേസ് CPU ഓൺ എ സിംഗിൾ ചിപ്പ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഒരു ചെറിയ ചിപ്പിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നു. ദെൻ ഇവയെ മൈക്രോ പ്രോസസർ കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ്, അങ്ങനെയാണ് ഇതിനെ കൺസെപ്റ്റലൈസ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് ജനറേഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോൾ നിലവിൽ പോകുന്ന 2010 ശേഷമുള്ള ഒരു ജനറേഷനെയാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പോർട്ടബിൾ, സുപ്പീരിയർ പ്രോസസിംഗ് സ്പീഡ്, നെറ്റ്വർക്ക് കണക്ടിവിറ്റി. ഇവയെല്ലാം ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. The aim is to develop devices that will respond to natural language inputs
മെഷീൻ ലാംഗ്വേജ് മാറ്റിയിട്ട് നാച്ചുറൽ ലാംഗ്വേജിലേക്ക് വരുന്ന രീതിയിലുള്ള ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 5th ജനറേഷൻ എയിം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം റൈറ്റ് ആൻസർ ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബ്സ് ആണ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്, തേർഡ് ജനറേഷൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്, ആൻഡ് ഫോർത്ത് ജനറേഷൻ വരുമ്പോൾ VLSI, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ദെൻ പൈത്തൺ എന്താണ്? Python is a programming language. Okay, Python is a programming language. ജസ്റ്റ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതാണ്, നമുക്ക് മേജർ ഏരിയയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് പെട്ടെന്നൊരു അവയർനെസ്സിന് വേണ്ടിയാണ്. ദി ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ഹോൾഡ്സ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് റൂട്ടീൻ ഈസ്. ഏത് മെമ്മറിയിലാണ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് റൂട്ടീൻ സ്റ്റോർ ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ 4 ROM. Which of the following sites are examples of social network? Social media ക്കുള്ള എക്സാമ്പിൾസ് പറയും. LinkedIn, Pinterest, Instagram. Okay, all of the above. ഇത് മൂന്നും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിക്കാം. സ്പീഡ് ഓഫ് ഇന്റർനെറ്റ് ഇസ് മെഷേർഡ് ഇൻ. ഇന്റർനെറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന ഏത് യൂണിറ്റിലാണ്? GHz, Gbps, GB, DPI. ഓക്കെ, ഫൈൻ. Gbps ആണ്, ഗിഗാബൈറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ഇന്റർനെറ്റ് സ്പീഡ് Gbps ആണ്. ദെൻ സൈക്കിൾ സ്പീഡ് ആണെങ്കിൽ, അതായത് നമ്മളുടെ പ്രോസസർ സ്പീഡ് ആണെങ്കിൽ അതിനെ GHz-ലുമാണ് മെഷർ ചെയ്യുന്നത്. The convenient place to store contact information for quick retrieval in email. ഇമെയിലിൽ കോൺടാക്ട് ഇൻഫർമേഷൻ സേവ് ചെയ്യുന്ന സ്പേസിനെ വിളിക്കുന്ന പേരെന്താണ്? കോൺടാക്ട് ഇൻഫർമേഷൻ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പേസ്. ഓക്കെ, ദാറ്റ് ഈസ് അഡ്രസ്. അഡ്രസ് ബുക്ക് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. നൗ ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. കുറച്ചുകൂടി റെലവെന്റ് ഏരിയാസിലേക്ക് പോകും. റെലവെന്റ് അല്ല എന്നല്ല, ഇതുവരെ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏരിയയാണ് ഇമെയിൽ പ്രോട്ടോകോൾസ് ഓൺ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലെ ഇമെയിൽ പ്രോട്ടോകോൾസ്. സോ ഇമെയിൽ പ്രോട്ടോകോൾസ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 പ്രോട്ടോകോൾസ് ആണ് ഉള്ളത്. ഒന്ന് IMAP, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ, ദെൻ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ആൻഡ് POP3, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 3. IMAP, SMTP and POP3. So POP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 3 എന്നാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പോസ്റ്റ് ഓഫീസ് 3 പ്രോട്ടോകോൾ. POP simply reaches out to the mail server and brings back the mail content. അതായത് ഇത്തരം പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇമെയിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇമെയിൽ അയക്കാൻ വേണ്ടി POP3 പ്രോട്ടോകോൾ ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ നോഡിൽ നിന്നും സെർവറിൽ ഒരു മെസ്സേജ് അയക്കുന്നു എന്ന് വിചാരിക്കുക. ഈ മെസ്സേജ് അയച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ടേക്കാണോ അയച്ചത് ആ വ്യക്തിയുടെ കമ്പ്യൂട്ടർ, ഓക്കെ, ഈ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ്ലി വരില്ല. പകരം അദ്ദേഹം മെയിൽ, ഇപ്പോൾ പോസ്റ്റ് ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളെന്താ ചെയ്യുന്നത്? നമുക്ക് വരുന്ന മെയിൽ പോസ്റ്റ് ബോക്സിൽ വന്നിട്ടുണ്ടാവും. അവിടെ പോയി നമ്മൾ അത് എടുത്തിട്ട് യൂസ് ചെയ്യണം, മെയിൽ എടുത്തോണ്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതേ കൺസെപ്റ്റ് ആണ് POP3 വരുന്നത്. ഇപ്പോൾ ഒരു മെയില് B എന്ന് പറയുന്ന ഈ ഇൻഡിവിജ്വലിന്റെ കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, Bക്ക് വേണ്ടി ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിലേക്ക് റിട്രീവ് ചെയ്യില്ല. പകരം B ചെക്ക് ചെയ്യണം സെർവറിൽ Bയുടെ മെയിൽ ബോക്സിൽ മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അത് അദ്ദേഹത്തിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ബോക്സിൽ പിന്നെ ആ പറയുന്ന മെയിൽ ഉണ്ടാവില്ല. ഇതാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, റിട്രീവ് ചെയ്യുവാണ് നമ്മൾ അവിടുന്ന്. നമുക്ക് വന്നിരിക്കുന്ന മെയില് നമ്മുടെ സെർവറിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ മെയില്
സർവറിൽ ഉണ്ടാവില്ല, ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഡൗൺലോഡ് ഇറ്റ്. ആ ഒരു കൺസെപ്റ്റ് ആണ് POP3 വരുന്നത്. ജസ്റ്റ് നോക്കുക. ദിസ് ഈസ് എ simple yet standardized way which allows the user to access mailboxes and quickly download messages to their device. നമുക്ക് ആ മെയിൽ ബോക്സ് അക്സസ് ചെയ്തിട്ട് മെയിൽ ബോക്സിൽ കയറണം. മെയിൽ ബോക്സിൽ കയറിയിട്ട് ആ മെയിൽ ബോക്സ് നോക്കിയിട്ട് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് POP3 പ്രോട്ടോകോൾ വരുന്നത്. POP3 വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പ്രോട്ടോകോൾ കൂടി മനസ്സിലാക്കുക, IMAP. So this stands for Internet Message Access Protocol. This again is a standardized protocol for accessing emails, and it is a client-server protocol, client or server protocol. Here the emails are received and held by the internet server. Unlike POP, it does not move emails. POP-ൽ നമ്മൾ ചെയ്തെന്താ, POP-ൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പക്ഷേ അതേപോലെ അല്ല ഇവിടെ. ഇവിടെ നമുക്കത് ഓപ്പൺ ചെയ്യാം, സെർവറിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, the biggest difference between POP3 and IMAP is message sync up. അതായത് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസിൽ അത് കാണാൻ സാധിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഏതൊരു മെയിൽ സെർവർ ഉപയോഗിച്ചാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെയിൽ സെർവർ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക, അവിടെ എല്ലാം സിങ്ക്രണൈസേഷൻ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലാണെങ്കിൽ മൊബൈലിലും കാണാൻ പറ്റും. അതാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. മെയിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് സിങ്ക്രണൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലേക്ക് സിങ്ക്രണൈസ് ചെയ്യുന്നു. ആ ഒരു ആക്ടിവിറ്റി IMAP-ലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആക്ടിവിറ്റി POP3-ലില്ല. POP3-ലാണെങ്കിൽ നമ്മൾ സർവറിൽ കയറി ചെക്ക് ചെയ്യണം മെയിൽ വന്നിട്ടുണ്ടോ എന്ന്. മെയിൽ വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കുന്ന പോലെയാണ്. മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടപ്പുണ്ടാവും. അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. എന്നാൽ IMAP-ൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമുക്ക് അവിടെ വെച്ച് തന്നെ വ്യൂ ചെയ്യാൻ സാധിക്കും. സിങ്ക്രണൈസ്ഡ് ആണ്. നമുക്ക് നമ്മുടെ ഡിവൈസിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, then the biggest difference between POP3 and IMAP is the mail sync up. Synchronization is possible. Okay, automatically അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. POP3 assumes that the user will be connected to a single device. However, IMAP is suitable for different devices simultaneously. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ? IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഡിവൈസിൽ നിന്ന്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം, അതിനുശേഷം നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് കയറി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാം നമുക്ക് എന്താണ്, ആ ഫയല് നമ്മുടെ സർവറിൽ തന്നെ കിടപ്പുണ്ടാവും, നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. വേറെ POP3 ആണെങ്കിലോ നമ്മൾ ഒരിക്കൽ ഒരു ഡിവൈസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസിലെ പിന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് പിന്നീട് സർവറിൽ കയറി ചെക്ക് ചെയ്ത് പല ഡിവൈസിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനൊന്നും സാധിക്കില്ല. ഇതാണ് IMAP-ഉം POP3 തമ്മിലുള്ള ഡിഫറൻസ്. കൺസെപ്റ്റ് ക്ലിയർ ആയോ എന്നൊന്ന് പറഞ്ഞ്. Yes, sir. Okay, so that is IMAP and POP3. Then അടുത്ത SNTP ആണ്. This stands for Simple Mail Transfer Protocol. This is a standard protocol for using emails over internet. ഇന്റർനെറ്റ് വഴി നമ്മൾ ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഇതാണ്. This is a protocol which is used by mail transfer agent to deliver emails to the recipient's mail server. അതായത് ഈ ഒരു പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത് റെസിപ്പിയന്റെ മെയിലിലേക്ക് ഈ മെയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രോട്ടോകോളാണ്, അയക്കാൻ വേണ്ടിയല്ല. സെർവറിൽ നിന്നും റെസിപ്പിയന്റെ മെയിലിലേക്ക് ഈ മെയിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോട്ടോകോളാണ് SNTP. So this is a protocol which defines mail sending and cannot be used for mails receiving. മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ്. മെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടി SNTP ഉപയോഗിക്കാൻ സാധിക്കില്ല. മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ട് പ്രോട്ടോകോളും മെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ്, എന്നാൽ ഇത് മെയിൽ സെൻഡ് ചെയ്യാനുള്ള പ്രോട്ടോകോളാണ്. SNTP is the most commonly used protocol for mail transfer between two servers. രണ്ട് സെർവറുകൾക്കിടയിൽ മെയിൽ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന കോമൺ പ്രോട്ടോകോളാണ് SNTP. This requires no authentication to function, unlike POP3 or IMAP. Certain internet providers, service providers block the default port of 424 of SNTP. That is not relevant for us. SNTP എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? SNTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയില് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ്. ആ സെൻഡിങ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് ടു ക്ലയന്റ് സെൻഡിങ് ചെയ്യുമ്പോൾ റിസീവിങ് ആസ്പെക്റ്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു നമ്മുടെ സെർവറിൽ നിന്നും വീണ്ടും മറ്റൊരു സെർവറിലേക്ക് മെയിൽ പോകുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് SNTP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും മാത്രം ഒന്ന് ഓർത്തേക്കുക. ആൻഡ് ദെൻ അതിന്റെ ഫുൾ ഫോം ആണ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ,
ദെൻ ഒരു ഇമെയിൽ പ്രോട്ടോകോൾ അല്ലാതെ എന്നാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ കോമൺലി പറയുമ്പോൾ നമ്മൾ HTTP പറയും. HTTP എന്ന് പറയുന്നത് ഒരു ഇമെയിൽ ഓൺലി പ്രോട്ടോകോൾ അല്ല. ഇന്റർനെറ്റിലെ പ്രോട്ടോകോൾസിന്റെ ബേസ് ചെയ്തിട്ട് ഇമെയിലും നമുക്ക് ഈ പ്രോട്ടോകോൾ ഉപയോഗിക്കാം. സോ ദിസ് ഇസ് എ കോമൺലി യൂസ്ഡ് നോൺ പ്രോട്ടോകോൾ ആൻഡ് സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഏതൊരു ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്താലും HTTP is relevant. So this is not an email specific protocol. ഇമെയിലിന് മാത്രമായിട്ടുള്ള പ്രോട്ടോകോൾ അല്ല. However, HTTP is used for email access using web-based emails. ഇപ്പോൾ ഹോട്ട്മെയിൽ, ജിമെയിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ജിമെയിൽ ഒക്കെ ആയാലും നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അവിടെ എല്ലാം HTTPയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ദെൻ ദിസ് ഈസ് യൂസ്ഡ് ടു കമ്പോസ് ആൻഡ് റിട്രീവ് ഇമെയിൽസ് ഫ്രം എ വെബ് ബേസ്ഡ് അക്കൗണ്ട്. ഓക്കെ, വെബ് ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ലൈക്ക് ഗൂഗിൾ ഇപ്പോൾ ജിമെയിൽ ആയിക്കോട്ടെ, ഹോട്ട്മെയിൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള വെബ് ബേസ്ഡ് അക്കൗണ്ടുകളിൽ നിന്നും ഇമെയിലുകൾ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ HTTP ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ ഇമെയിൽ പ്രോട്ടോകോൾസ്. പ്രധാനമായിട്ടും POP3, IMAP ആൻഡ് SMTP, അതുകൂടാതെ HTTP നമുക്ക് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും പറഞ്ഞോ? യെസ്, പറയൂ. ഒന്നുമില്ല. ഓക്കെ, ശരി. അടുത്തത് ഇമെയിൽ പ്രോട്ടോകോൾസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോളിലെ ആദ്യത്തെ പ്രോട്ടോകോൾ FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ ദിസ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഇന്റർനെറ്റ് സർവീസ് ഡെവലപ്ഡ് and it allows users to move files from one computer to another. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. അതാണ് സിമ്പിൾ ഡെഫിനിഷൻ. അതായത് using the FTP program, a user can log on to a remote computer, browse through its files and either download or upload files. അതായത് മറ്റൊരു ഡിവൈസിൽ നിന്ന് നമുക്ക് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനും ഫയലുകൾ മറ്റൊരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിനെയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ അതായത് ദീസ് ക്യാൻ ബി എനി ടൈപ്സ് ഓഫ് ഫയൽ, ബട്ട് ദി യൂസർ ഈസ് നോട്ട് അലൗഡ് ടു സീ ദി ഫയൽ നെയിം. നോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കണ്ടന്റ് ഇസ് ഇൻക്ലൂഡഡ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ നെയിം വിസിബിൾ ആയിരിക്കും. ഫയലിന്റെ നെയിം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ആ നെയിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലാതെ അത് ഫയലുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസോ ഡീറ്റെയിൽ ഇൻഫർമേഷനോ ഒന്നും FTPയിൽ അവൈലബിൾ ആയിരിക്കില്ല. യു മൈറ്റ് എൻകൗണ്ടർ FTP പ്രോട്ടോകോൾ ഇഫ് യു ആർ ട്രൈങ് ടു ഡൗൺലോഡ് എനി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫ്രം വേൾഡ് വൈഡ് വെബ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ലൈക്ക് സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിലൊക്കെയാണ് ഈ ഒരു പ്രോട്ടോകോൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വേൾഡ് വൈഡ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിലൊക്കെ അതിന്റെ ടൈറ്റിൽ മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനത്തെ ഡൗൺലോഡിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് FTP. ഓക്കെ, രണ്ടാമത്തെ പ്രോട്ടോകോൾ ഗോഫർ ആണ്. ഇപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഒന്നും അല്ല ഗോഫർ. മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഗോഫർ. ഗോഫർ ഓഫേഴ്സ് ഡൗൺലോഡബിൾ ഫയൽസ് വിത്ത് സം കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ ടു മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് ദി ഫയൽ യു നീഡ്. അതായത് FTPയുടെ ഭാഗമായിട്ട് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഫയലിന്റെ ടൈറ്റിൽ മാത്രമേ ഉണ്ടാവൂ, ടൈറ്റിൽ നോക്കി നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ ഗോഫറിലേക്ക് വരുമ്പോൾ കുറച്ച് കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്താണ് അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്, ആ കണ്ടന്റ് അവിടെ ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയലാണോ എന്ന് മനസ്സിലാക്കി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദി ഫയൽസ് ആർ അറേഞ്ച്ഡ് ഓൺ എ റിമോട്ട് കമ്പ്യൂട്ടർ ഇൻ ഹൈറാർക്കിക്കൽ ഓർഡർ. ഒരു സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത രീതിയിലായിരിക്കും ഫയൽസ് എല്ലാം വരിക. മച്ച് ലൈക്ക് ദി ഫയൽസ് ഓൺ യുവർ കമ്പ്യൂട്ടർ ഈസ് ഹാർഡ് ഡിസ്കിൽ ഫയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഫയൽസ് എല്ലാം ഈ റിമോട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് ഫയൽ ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. അതിൽ നോക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഗോഫർ തരുന്നത്. സോ ദിസ് പ്രോട്ടോകോൾ ഈസ് ഇൻ വൈഡ്ലി യൂസ്ഡ് എനിമോർ, ബട്ട് യു ക്യാൻ സ്റ്റിൽ ഫൈൻഡ് സം ഓപ്പറേഷണൽ ഗോഫർ സൈറ്റ്. ഗോഫർ പ്രോട്ടോകോൾ ഇപ്പോൾ നിലവിൽ അധികം യൂസ് ചെയ്ത് കാണുന്നില്ല. അങ്ങനെ ഒരു പ്രോട്ടോകോൾ അല്ല, മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഗോഫർ. എന്താണ് പർപ്പസ് എന്നുള്ള ഓർത്തേക്കുക. ഏതും ഡൗൺലോഡിങ്ങിനും അപ്ലോഡിങ്ങിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫയൽ ഡിസ്ക്രിപ്ഷൻ കൂടി ഗോഫറിനകത്ത് അവൈലബിൾ ആയിരിക്കും. അടുത്തത് ടെൽനെറ്റ് ആണ്. ടെൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
you can connect to and use a remote computer program by using a telnet protocol. അതായത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നു. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ടെൽനെറ്റ് പ്രോട്ടോകോളാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം സർവീസ് ചെയ്യാനൊക്കെ പല ആളുകളെ ഏൽപ്പിക്കാറുണ്ട്. അവർ ഡയറക്ട്ലി സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ആണെങ്കിൽ അവർ ഡയറക്ട്ലി നമ്മളുടെ കമ്പ്യൂട്ടറിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യാതെ അവർ അവിടെ ഇരുന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ നമ്മളോട് പറയും. അതിനുശേഷം ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അവരൊരു പാസ് കീ ചോദിക്കും. ആ പാസ് കീ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ എന്ത് കാണാൻ സാധിക്കും? കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഫയൽസ് എല്ലാം കാണാൻ സാധിക്കും, സോഫ്റ്റ്വെയർസ് എല്ലാം കാണാൻ സാധിക്കും. അത് അവർ ഓപ്പറേറ്റ് ചെയ്യും. റൈറ്റ്, എന്താണ് പ്രശ്നം എന്നുള്ളത് അവർ ചെക്ക് ചെയ്തിട്ട് അവർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് ടെൽനെറ്റ്. ഓക്കെ, സോ യു ക്യാൻ കണക്ട് ടു and use a remote computer program by using the telnet protocol. Generally, you would telnet into a specific application housed on a serving computer that would allow you to use the application as if it were on your own computer. അതാണ് സംഭവിക്കുന്നത്. നമ്മളൊരു സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടി മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. അതാണ് ടെൽനെറ്റ്. നമ്മൾ 3 സോഫ്റ്റ്വെയർസിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ 3 പ്രോട്ടോകോൾസിനെ പറ്റി പറഞ്ഞു. FTP, then ഗോഫർ ആൻഡ് ടെൽനെറ്റ്. നെക്സ്റ്റ് വൺ ഇസ് TCP/IP. കോമൺ പ്രോട്ടോകോൾ ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾ ആണ് TCP/IP. സോ TCP/IP ഇസ് എ സ്ട്രീം പ്രോട്ടോകോൾ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു TCP/IP സപ്പോർട്ടോട് കൂടിയാണ്. അതായത് ദിസ് മീൻസ് ദാറ്റ് എ കണക്ഷൻ ഈസ് നെഗോഷിയേറ്റഡ് വിത്ത് ദി ക്ലയന്റ് ആൻഡ് സെർവർ. ക്ലയന്റും സെർവറും തമ്മിൽ ഒരു കണക്ഷൻ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതൊരു ലൂസ്ലെസ് കണക്ഷൻ ആണ്. ഓക്കെ, എനി ഡേറ്റ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദീസ് ടു എൻഡ് പോയിന്റ്സ്, ഈ 2 പോയിന്റുകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതൊരു ഡേറ്റ ആയാലും സെക്കൻഡ് എൻഡ് പോയിന്റിൽ അത് എത്തിയിരിക്കും. അതാണ് ഈ TCP/IPയുടെ സ്പെഷ്യാലിറ്റി. സ്ട്രീമിംഗ് ആണ്. സോ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ലൈവ്ലി അത് അവിടെ എത്തിയിരിക്കും, അതിനകത്ത് മിസ്സില്ല. ലൂസ്ലെസ് കണക്ടിവിറ്റി ആണ് വരുന്നത്. Any data transmitted between these 2 endpoints is guaranteed to arrive. Thus, it is so called lossless protocol. Since TCP protocol, as it is also referred to as in the short form, can only connect 2 endpoints. It is also called peer-to-peer protocol. So, 2 എൻഡ് പോയിന്റുകൾ തമ്മിലാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ peer-to-peer protocol എന്ന് കൂടി പറയും. ഓക്കെ, സോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് TCP/IP. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, കോമൺലി TCP എന്നുകൂടി പറയും കേട്ടോ. ഇതെന്താണെന്ന് ഓർക്കുക, സ്ട്രീമിംഗ് പ്രോട്ടോകോൾ ആണ്. 2 എൻഡ് പോയിന്റുകളിൽ തമ്മിൽ കണ്ടിന്യൂസ് കണക്ടിവിറ്റി എൻഷുർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ ഒരു രീതിയിലും സെക്കൻഡ് എൻഡ് പോയിന്റിൽ എത്താതിരിക്കില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് സെക്കൻഡ് എൻഡ് പോയിന്റിൽ എത്തും. അതുകൊണ്ടാണ് ഇതിനെ ലൂസ്ലെസ് പ്രോട്ടോകോൾ എന്ന് കൂടി വിളിക്കുന്നത്. ദെൻ HTTP പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. HTTP ഇപ്പോൾ ഇമെയിൽ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലും അതുകൂടാതെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലും HTTP യൂസ് ചെയ്യാം. HTTP വർക്ക് ചെയ്യുന്നത് TCP/IPയുടെ സപ്പോർട്ടോടുകൂടിയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. TCP/IPയുടെ പ്ലാറ്റ്ഫോമിലാണ് HTTP വർക്ക് ചെയ്യുന്നത്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനിലും HTTP is relevant. Okay, so HTTP is a protocol used to transmit all data present on the World Wide Web. This includes text, multimedia, graphics. So this protocol is used to transmit HTML, hypertext markup language ആയാലും ആ മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത പേജുകളായാലും അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി HTTPയുടെ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് വർക്ക്സ് ഓൺ TCP/IP. TCP/IPയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ അതിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വെബ് പേജസ്? വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പറയൂ. HTTP, URL, FTP, HTML. HTTP ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. HTTP is a protocol. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് HTML ആണ്. ദാറ്റ് ഇസ് ദി ലാംഗ്വേജ് ടു റൈറ്റ്, റൈറ്റ്? സോ ദി റൈറ്റ് ആൻസർ ഇസ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. തെറ്റിക്കരുത്, ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് HTML ആണ്. ആ
അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTML ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTP. വെബ് പേജസ് ആർ സേവ്ഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർമാറ്റ്? വെബ് പേജുകൾ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്? HTTP, HTML, doc, URL. ഓക്കെ, കൺഫ്യൂഷൻ ആണല്ലേ നല്ല രീതിയിൽ. വാട്ട് ഈസ് URL? URL എന്ന് പറയുന്നത് എന്താ? അഡ്രസ് ആണ്. അഡ്രസ്സിൽ സേവ് ചെയ്യാൻ പറ്റും? തിങ്ക് ഇല്ല. ഓക്കെ, സോ URL അല്ല. HTTP ഇസ് എ പ്രോട്ടോകോൾ. അത് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ്. നമ്മൾ വെച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്, ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഫോർമാറ്റില്ല? HTML. HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് HTML അല്ലാതിരിക്കുമോ? HTML ആണ്. HTML ഫോർമാറ്റിലാണ് ഇത് സേവ് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. മറക്കരുത്, ഈ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആയാലും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ഐറ്റം തന്നെയാണ് അതിന്റെ ഫോർമാറ്റ് ആയിട്ടും വരിക. അതായത് ആ ഒരു ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് HTML തന്നെയാണ്. HTML വേയിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ നമുക്ക് HTML തന്നെ പറയാം. സോ റൈറ്റ് ആൻസർ ഇസ് HTML. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്ത ഏരിയ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ലെറ്റ്സ് സീ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സ്റ്റാർട്ട് ചെയ്യാലോ? നമുക്ക് ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മുമ്പ് നമ്മൾ കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ആ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫൈൻ. സർ, ഗോഫർ സർ പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ, അതൊന്ന് കാണിക്കാമോ സർ? പേജ് ഗോഫറിൽ ഓർക്ക് ഇതൊരു പ്രോട്ടോകോൾ ഫോർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ തന്നെയാണ്. FTP പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രോട്ടോകോൾ ആണ്. പക്ഷേ ഡൗൺലോഡ് ചെയ്യുന്ന ഡേറ്റയുടെ ഒരു ഇൻഫർമേഷൻ കൂടി, എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഇൻഫർമേഷൻ കൂടി ഗോഫറിൽ ഉണ്ടാവും. ഇപ്പൊ അത് വൈഡ്ലി അക്സെപ്റ്റഡ് അല്ല, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കില്ല. സർ നെക്സ്റ്റ് വൺ കൂടെ ടെൽനെറ്റ്. ടെൽനെറ്റ് നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടർ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിലെ ഡേറ്റ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് ടെൽനെറ്റ്. ടെൽനെറ്റ് ഇൻറ്റു അനദർ കമ്പ്യൂട്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ടെൽനെറ്റ് വരുന്നത്. താങ്ക് യു സർ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാമല്ലോ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതാണ്ട് സെക്കൻഡ് ലാസ്റ്റ് ഏരിയ ആയിട്ട് വരും ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് പറയാനുണ്ട്. എല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, നാഷണൽ നോളജ് നെറ്റ്വർക്ക്. അതായത് ഹയർ എഡ്യൂക്കേഷനിലെ ICT ഇനീഷ്യേറ്റീവ്സ് ആണ്. ഹയർ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ ICT ഇനീഷ്യേറ്റീവ്സ് ഇപ്പോൾ റെലവെന്റ് ആണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് നാഷണൽ നോളജ് നെറ്റ്വർക്ക് ആണ്. സോ ഇറ്റ് ഈസ് ദി ഹൈ സ്പീഡ് നെറ്റ്വർക്ക് that connects universities, research institutions, libraries, laboratories and agricultural institutions across the country. ഇന്ത്യയിലെ പല ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ആണ് നാഷണൽ നോളജ് നെറ്റ്വർക്ക്. സോ ഇറ്റ് എൻഷുവേഴ്സ് സീംലെസ് ഷെയറിംഗ് ഓഫ് നോളജ്, റിസർച്ച് ആൻഡ് റിസോഴ്സസ് എമംഗ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് അവർക്കിടയിൽ ഈ റിസോഴ്സ് ഷെയറിംഗ്, നോളജ് ഷെയറിംഗ്, റിസർച്ച് പർപ്പസുകൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് തുടങ്ങിയവ ചെയ്യുകയാണ് ഈ ഒരു നെറ്റ്വർക്കിന്റെ പർപ്പസ്. സോ ഫസ്റ്റ് വൺ ഈസ് നാഷണൽ നോളജ് നെറ്റ്വർക്ക്. രണ്ടാമതായിട്ട് ഈശോ സിന്ധു. ഈശോ സിന്ധു എന്താണ്?
So an initiative aims to provide access to scholarly and research. Basically, ഇതൊരു തീസിസ് ആണ്. റിസർച്ച് തീസിസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി റിസർച്ച് തീസിസിന്റെ ഒരു റെപ്പോസിറ്ററി ആണെന്ന് പറയാം. ഇതെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം. അപ്പൊ ഇന്ത്യൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഇത്തരം സ്കോളർലി ആർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ നിന്നും ഈച്ച് ഓഫ് സിദ്ധുവിനും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഓഫേഴ്സ് കോസ്റ്റ് എഫക്റ്റീവ് ആക്സസ് ടു എ വാസ്റ്റ് റെപ്പോസിറ്ററി ഓഫ് അക്കാഡമിക് കണ്ടന്റ്. ഒരുപാട് അക്കാഡമിക് കണ്ടന്റ് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഷോസ് ഇത് വരുന്നത്. ദെൻ മൂന്നാമത്തത് സ്വയം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്വയത്തിന്റെ ഫുൾ ഫോം അതാണ്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. സ്വയം is a platform that offers MOOC, massive open online courses on a wide range of subjects. അതായത് നമുക്ക് ഓൺലൈനിൽ ചെയ്യാവുന്ന കോഴ്സുകളാണ്. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവായിട്ട് ഒരുപാട് കോഴ്സുകളുടെ കളക്ഷനാണ് സ്വയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, സ്വയം പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് വരുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കേഷനോടുകൂടി നമുക്ക് കോഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്വയം തരുന്നത്. സോ ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു ആക്സസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കണ്ടന്റ് from professors and experts. Swayam is designed to achieve the 3 cardinal principles of education policy. Educational policy de 3 cardinal principles. One, access, then equity and quality. This was a previous question. Adu ചോദിച്ചിട്ടുണ്ട്. ഇക്വിറ്റി, ആക്സസ് ആൻഡ് ക്വാളിറ്റി, ഈ 3 പ്രിൻസിപ്പിൾസ് എല്ലാവരിലേക്കും എത്തിക്കണം. അതായത് എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തണം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം. ആ ഒരു എയിമോട് കൂടിയാണ് ഈ ഒരു സ്വയം പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വയം പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതേസമയം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രം ഒരു നോമിനൽ ഫീ അടയ്ക്കേണ്ടി വരും. അതർവൈസ് ഈ കോഴ്സ് പൂർണ്ണമായിട്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്വയംന്റെ സ്പെഷ്യാലിറ്റി. ദെൻ അടുത്തത് സ്വയം പ്രഭയാണ്. സ്വയം ഒപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു സ്കീമാണ് സ്വയം പ്രഭ. സ്വയം പ്രഭ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 80 DTH ചാനൽസ്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് 34, 35 എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് മാറി. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് ഇയർ എല്ലാ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്വയം പ്രഭയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റിലും ഒന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ട് കൊടുത്തിരുന്ന ഒരു ഏരിയയാണ് സ്വയം പ്രഭ. ബിക്കോസ് സ്വയം പ്രഭയുടെ ചാനലിന്റെ നമ്പർ കൂടി 80 DTH ചാനലുകളായി. അതായത് TV ചാനൽസ്, ഡയറക്ട് ടു ഹോം DTH ചാനൽസ് ഡെഡിക്കേറ്റഡ് ടു ബ്രോഡ്കാസ്റ്റിംഗ് എഡ്യൂക്കേഷണൽ കണ്ടന്റ്. 24 അവേഴ്സും എഡ്യൂക്കേഷണൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന 80 ചാനലുകളുടെ കളക്ഷനാണ് സ്വയംപ്രഭ. സോ ഇറ്റ് പ്രൊവൈഡ്സ് കരിക്കുലം ബേസ്ഡ് കോഴ്സ് കണ്ടന്റ് ടു സ്റ്റുഡൻസ് ഇൻ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസ്. എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തണം. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ മറ്റ് ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും പഠിക്കാവുന്ന രീതിയിലാണ് സ്വയംപ്രഭയുടെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് കണ്ടന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു കോഴ്സ് കണ്ടന്റ് എന്ന് പറയുന്നത് 5 times റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അത് 4 മണിക്കൂറെങ്കിലും പുതിയ കണ്ടന്റ് ഉണ്ടാവും. ആ 4 മണിക്കൂറെങ്കിലും പുതിയ കണ്ടന്റ് ഓരോ ദിവസവും 5 തവണ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഓരോ കുട്ടിയുടെയും സൗകര്യത്തിനനുസരിച്ച് അവർക്ക് ആ ചാനലിൽ ആ കണ്ടന്റ് കാണാനുള്ള ഒരവസരം കൂടിയാണ് സ്വയംപ്രഭ തരുന്നത്. ദെൻ സ്വയംപ്രഭയിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, സ്വയംപ്രഭയിലെ ചാനലുകൾക്ക് ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകളാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. സോ ചാനൽ 1ന്റെ പേര് വഗീഷ് എന്നാണ്. അത് ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ്. ചാനൽ 2 സംസ്കൃതിയാണ്. അത് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചാനലാണ്. അതിൽ വരുന്നത് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ഫിലോസഫിയാണ്. 3ാമത്തെ ചാനലിന്റെ പേര് പ്രബോധ്. പ്രബോധ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാനലാണ്. സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ആണ് അതിന്റെ ഭാഗമായിട്ട് വരിക. ദെൻ 4ാമത്തെ ചാനൽ സാരസ്വത്. സാരസ്വത് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ 2ാമത്തെ ചാനലാണ്. എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് സാരസ്വതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ചാനൽ 5 എന്ന് പറയുന്നത് പ്രബന്ധനാണ്. പ്രബന്ധൻ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാനലാണ്. മാനേജ്മെന്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ 6ാമത്തെ ചാനൽ വിധിക്. വിധിക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ 4ാമത്തെ ചാനലാണ്. ലോ, ലീഗൽ സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് വിധികിൽ വരുന്നത്. 7ാമത്തെ ചാനൽ കൗട്ടില്യാണ്.
കൗടില്യ എക്കണോമിക്സ്, കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് ആണ് കൗടില്യ ചാനലിന്റെ ഭാഗമായിട്ട് വരിക. ദെൻ ചാനൽ 8 ആര്യഭട്ട്, അതിൽ വരുന്നത് ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ദെൻ കെമിസ്ട്രി ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ്. ദെൻ ചാനൽ 9 പന്തൻ, ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി ആൻഡ് ബയോ സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ്. ചാനൽ 10 ദക്ഷിൽ വരുന്നത് അപ്ലൈഡ് സയൻസസ്, അലൈഡ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സയൻസസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ്. ആൻഡ് ചാനൽ 21 വ്യാസ്. ഇത്രയും ചാനലുകൾക്കാണ് നെയിം കൊടുത്തിരിക്കുന്നത്. ഈ ചാനലുകളുടെ നെയിം വെച്ചിട്ട് കഴിഞ്ഞ തവണ പല ക്വസ്റ്റ്യൻ പേപ്പറിലും മാച്ച് ദി ഫോളോയിങ് കൊടുത്തിരുന്നു. മാച്ച് ദി ഫോളോയിങ് എന്ന് പറയുന്ന ചാനൽ നമ്പറും ആ ചാനൽ നമ്പർ വരുന്ന ചാനൽ ഏതാണ്, ചാനലിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. Give me 1 minute. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നത് ഈ ഒരു ചാനലിന്റെ നമ്പറും ചാനലിന്റെ നെയിമുമാണ്. പ്രധാനമായിട്ടും കൗടില്യ ഇക്കണോമിക്സ്, കൊമേഴ്സ് ആൻഡ് ഫിനാൻസ് ചാനൽ 7, അതേപോലെ വിദിക്, ദെൻ ചാനൽ 8, അങ്ങനെയുള്ള നമ്പറും സബ്ജക്റ്റും അതേപോലെ തന്നെ ചാനൽ നെയിമും, ഇത് മൂന്നും നമ്മൾ നോക്കിയിരിക്കണം. ആകെ 11 ചാനലുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ 11 ചാനൽ വ്യക്തമായിട്ട് എക്സാമിന് മുമ്പ് കൃത്യമായിട്ട് നോക്കിയേക്കുക കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു മസ്റ്റ് ഡു ഇറ്റ് കേട്ടോ. ഇതാണ് സ്വയം പ്രഭയിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. അടുത്ത ഇനീഷ്യേറ്റീവ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയാണ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. സോ NDL is a digital repository that provides access to vast collection of academic resources, including textbook, articles, thesis, and learning materials in various formats and disciplines. അതായത് ഇതൊരു കളക്ഷൻ ആണ്. NDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ അക്കാഡമിക് റിസോഴ്സിന്റെ ഒരു നെറ്റ്വർക്ക്. അതിനകത്ത് ടെക്സ്റ്റ് ബുക്കുകൾ വരും, ആർട്ടിക്കിൾസ് വരും, തീസിസ് വരും. ഇതെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു റെപ്പോസിറ്ററിയിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് NDL ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡിജിറ്റൽ റെപ്പോസിറ്ററി. ദെൻ അടുത്തത് ഇ-യന്ത്ര. ഇ-യന്ത്ര is an initiative to promote robotics in education at engineering colleges and universities. എഞ്ചിനീയറിംഗ് കോളേജിലും യൂണിവേഴ്സിറ്റീസിലും റോബോട്ടിക്സ് പ്രൊമോട്ട് ചെയ്യാം. അതിനുവേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് ആണ് ഇ-യന്ത്ര. ഇറ്റ് പ്രൊവൈഡ്സ് റിസോഴ്സസ്, ടൂൾസ് ആൻഡ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി മെമ്പർ ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് റോബോട്ടിക് പ്രോജക്ട്സ്. റോബോട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ്, അതെല്ലാം ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇ-യന്ത്ര. സോ 6 സ്കീമുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ജസ്റ്റ് നോക്കുക. ഒന്നാമത്തെ സ്കീം നാഷണൽ നോളജ് നെറ്റ്വർക്ക്. ഇത് ഇന്ത്യ മൊത്തം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കണക്ടിവിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ നെറ്റ്വർക്ക് വഴി എയിം ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഈശോദ് സിന്ധു. ഇത് സ്കോളർലി ആർട്ടിക്കിൾസിന്റെ, ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന സ്കോളർലി ആൻഡ് റിസർച്ച് ആർട്ടിക്കിൾസിന്റെ ഒരു റെപ്പോസിറ്ററി ആണ്. ദെൻ സ്വയം, ഒരു മൂക്ക് പ്ലാറ്റ്ഫോം. ദെൻ സ്വയം പ്രഭ ഇസ് എ TV കളക്ഷൻ ഓഫ് TV ചാനൽസ്. അതിന്റെ നമ്പേഴ്സ് നമ്മൾ കണ്ടു. ദെൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി.
നെറ്റ്വർക്ക് ആണ്, റെപ്പോസിറ്ററി തന്നെയാണിതും. ദെൻ യന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജസിലും എഞ്ചിനീയറിംഗ് കോളേജസിലും യൂണിവേഴ്സിറ്റീസുമായി ബന്ധപ്പെട്ട റോബോട്ടിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, റോബോട്ടിക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണെന്നുള്ള രീതിയിൽ ഓർത്തേക്കുക. ഓക്കെ, ഏഴാമത്തെ ഇനീഷ്യേറ്റീവ് ദിക്ഷ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. Digital infrastructure for knowledge sharing. Diksha is a platform that hosts digital educational resources for teachers, students and parents. ഇത് ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ അവർക്ക് വേണ്ട ഏരിയയുമായി സബ്ജക്ട് ഏരിയയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, കോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് അവൈലബിൾ ആക്കുക. ദെൻ വീഡിയോസ്, ക്യൂസസ്, ഇന്ററാക്റ്റീവ് ലേണിംഗ് മോഡ്യൂൾസ് അവൈലബിൾ ആക്കുക. ഇതൊക്കെയാണ് ദീക്ഷ ചെയ്യുന്നത്. ഓക്കെ, സോ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ദീക്ഷ വരുന്നത്. ദെൻ അടുത്തത് NPTEL, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്മെന്റ് ലേണിംഗ്. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. സോ NPTEL offers free online courses in engineering, science and humanities. എഞ്ചിനീയറിംഗിലും സയൻസിലും ഒക്കെ ഹ്യൂമാനിറ്റീസിലും ഒക്കെ ഫ്രീ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് NPTEL. ദെൻ ഇറ്റ് ഇസ് എ ജോയിന്റ് ഇനിഷ്യേറ്റീവ് ബൈ IIT and IAC ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ത്രൂ വീഡിയോ ലെക്ചേഴ്സ് ആൻഡ് കോഴ്സ് മെറ്റീരിയൽസ്. ഓക്കെ, സോ NPTEL പല ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇവർക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഓൺലൈൻ കോഴ്സുകൾ ഓഫർ ചെയ്യുക, അതിൽ എഞ്ചിനീയറിംഗ്, സയൻസും ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട കോഴ്സ് കണ്ടന്റ് എല്ലാം അവൈലബിൾ ആണ്. Next is EPG Pathshala. EPG Pathshala is a platform that offers postgraduate courses in various disciplines. പല ഡിസിപ്ലിൻസിലും PG കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇത് പ്രൊവൈഡ്സ് കണ്ടന്റ് ഇൻ ദി ഫോം ഓഫ് ബുക്സ്, വീഡിയോ ലെക്ചേഴ്സ് ആൻഡ് ഓഡിയോ ലെക്ചേഴ്സ്. ഓക്കെ, അതായത് PG ഓൺലൈൻ വഴി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഈ PG പാഠശാല ഓഫർ ചെയ്യുന്നത്. അതിനകത്ത് പല പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട ബുക്സ് അവൈലബിൾ ആണ്, വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്, ഓഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാമാണ് ഈ PG പാഠശാല ഓഫർ ചെയ്യുന്നത്. ദെൻ 10ാമതായിട്ട് വിദ്യാലക്ഷ്മി പോർട്ടൽ. വിദ്യാലക്ഷ്മി കാര്യക്രം എന്ന് കൂടി പറയും. വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് എ സിംഗിൾ വിൻഡോ ഫോർ സ്റ്റുഡൻസ് ടു ആക്സസ് ഇൻഫർമേഷൻ അബൌട്ട് എഡ്യൂക്കേഷൻ ലോൺസ്. എഡ്യൂക്കേഷൻ ലോൺസ് ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ ഉള്ളത്. അതായത് നമ്മൾ ലോൺ എടുക്കാൻ, സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ലോൺ എടുക്കാനാണെങ്കിൽ, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്കുകൾ ലോൺ ഓഫർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ. സോ 10 ഇനീഷ്യേറ്റീവ്സ് നമുക്ക് പറഞ്ഞു. ഈ 10 ഇനീഷ്യേറ്റീവ്സ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഇനീഷ്യേറ്റീവ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി? ഇത്രയും ഓർക്കുക, നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓൺലൈൻ സ്റ്റോർ ഹൗസ് എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ, അതാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. ഇറ്റ് ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ അവർ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് നമ്മളുടെ ഇപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി തന്നെ ഈ NADയിൽ ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് വൺ ടൈം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ വഴി തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആക്സസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കാനൊക്കെ സാധിക്കും. വെരിഫിക്കേഷൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും NAD ഉപയോഗിക്കാം. സോ NAD is an initiative to digitalize academic reports and certificates, making them accessible online. ഓൺലൈൻ വഴി ആക്സസ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് NAD. So it helps prevent forgery and simplifies verification process. ഫോർജറി ഒഴിവാക്കാനും വെരിഫിക്കേഷൻ പ്രോസസ് കുറച്ചുകൂടി ഈസിയർ ആക്കാനും NAD വഴി സാധിക്കും. Then അടുത്ത ഇനീഷ്യേറ്റീവ് ഇ-കൽപ. ഇ-കൽപ is a digital repository of images, videos and multimedia resources related to art, culture and heritage. ഓക്കെ, ഇ-കൽപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ട റിസോഴ്സുകളെല്ലാം അവൈലബിൾ ആകുന്ന ഒരു റെപ്പോസിറ്ററിയാണ് ഇ-കൽപ. വീഡിയോസും ഇമേജസും മൾട്ടിമീഡിയ റിസോഴ്സും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആർട്ട്, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഈ 3 ഏരിയയുമായി ബന്ധപ്പെട്ടത് ഇ-കൽപയിൽ അവൈലബിൾ ആയിരിക്കും.
It is aimed to enhancing the learning experience in the field of visual arts. വിഷ്വൽ ആർട്സിലെ ഇപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലേണിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് ഈ കൽപ്പ പ്ലാറ്റ്ഫോം ഉള്ളത്. അടുത്തത് ഈ വിദ്യയാണ്. ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു COVID-19 പാൻഡമിക്. ദി ഈ വിദ്യ ഇനീഷ്യേറ്റീവ് എയിംസ് ടു പ്രൊവൈഡ് ഓൺലൈൻ ലേണിംഗ് റിസോഴ്സസ് ടു സ്റ്റുഡൻസ് അക്രോസ് വേരിയസ് ലെവൽസ് ഇൻക്ലൂഡിംഗ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഓൺലൈൻ ലേണിംഗ് റിസോഴ്സസ് എല്ലാ കുട്ടികളിലേക്ക് എത്തണം, ആ ഒരു പർപ്പസോട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോം അതാണ് ഈ വിദ്യ. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിജിറ്റൽ കണ്ടന്റ്, എഡ്യൂക്കേഷണൽ ടെലിവിഷൻ ചാനൽസ് ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസും നമ്മളുടെ സ്വയംപ്രഭയുടെ ചാനൽസും അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ്സും ഒക്കെ ഈ പറയുന്ന ഈ വിദ്യ പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ അടുത്തത് ഈ സർവശിക്ഷ അഭിയാൻ, ESSA. So e-Sarvashiksha Abhiyan focused on using ICT to enhance the quality of education in schools and colleges. സർവശിക്ഷ അഭിയാനെ തന്നെ ഈ ബേസിലാക്കുന്നു. IT ബേസ്ഡ്, ICT ബേസ്ഡ് ആയിട്ടുള്ള സർവശിക്ഷ അഭിയാൻ കൺസെപ്റ്റ് ഇവിടെ എയിം ചെയ്യുന്നത് ICTയെ സ്കൂൾ എഡ്യൂക്കേഷനിലും അതേപോലെ കോളേജ് എഡ്യൂക്കേഷനിലും കൊണ്ടുവന്നിട്ട് അതുവഴി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സർവശിക്ഷ അഭിയാൻ എയിം ചെയ്യുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് ടീച്ചേഴ്സ് ഇൻ പ്രിപ്പയറിംഗ് ഇന്ററാക്റ്റീവ് ലെസൺ പ്ലാൻസ് and using digital resources for effective teaching. ടീച്ചേഴ്സിന് ഇന്ററാക്റ്റീവ് ലെസൺ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും ഡിജിറ്റൽ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം ഹെൽപ്ഫുൾ ആയിരിക്കും. Then virtual labs. The virtual labs initiative offer online laboratories in various disciplines such as physics, chemistry and biology. ഇങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ലാബ്സ് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് വിർച്വൽ ലാബ്സ് വരുന്നത്. സോ ഇറ്റ് എനേബിൾസ് സ്റ്റുഡൻസ് ടു പെർഫോം വേരിയസ് എക്സ്പെരിമെന്റ്സ് വിർച്വലി ആൻഡ് ഗെയിൻ പ്രാക്ടിക്കൽ നോളജ്. അവരൊരു ലൈവ് റിയൽ ലാബിൽ പോയി എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് പകരം ഓൺലൈനിൽ വഴി ഇതേ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വിർച്വൽ ലാബ്സ് തരുന്നത്. ദെൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഇന്നവേഷൻ സെൽ, MIC എന്ന് പറയും, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നവേഷൻ സെൽ. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നവേഷൻ സെൽ encourages innovation and entrepreneurship among students by organizing hackathons, innovation contests and workshops. So innovation സെല്ലാണ് ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പല ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ട് കുട്ടികളിലെ സ്റ്റുഡൻസിലെ ഓൺടർപ്രണർഷിപ്പിലെ ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യുന്നു, ഇന്നോവേഷൻ കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു, വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നു. ഇവയെല്ലാം ഈ ഒരു ഇന്നോവേഷൻ സെൽ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇറ്റ് എയിംസ് ടു ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ഇന്നോവേഷൻ ഓൺ ക്യാമ്പസസ്. ക്യാമ്പസിലെ ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ഒരു കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെ MOE ഇന്നോവേഷൻ സെല്ലിന്റെ എയിമാണ്. ദെൻ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, GIAN. GIAN എന്ന് പറയുന്നത് ഇൻവൈറ്റ്സ് ഇന്റർനാഷണൽ എക്സ്പേർട്സ്. ഈ ഒരു നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ എക്സ്പേർട്സ് നമ്മളുടെ കോളേജുകളിൽ, ഇന്ത്യയിലുള്ള കോളേജുകളിൽ വന്ന് ക്ലാസ്സുകൾ എടുക്കണം. അവർ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് അത്തരം ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അതുവഴി നമ്മളുടെ സ്റ്റുഡൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന റിസർച്ച് പ്രപ്പോസൽസിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് GIAN ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, GIAന്റെ ഫുൾ ഫോം ഓർക്കണം, ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്. റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻസ്. സോ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്റർനാഷണൽ എക്സ്പേർട്സ്, ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഇവിടെ വരണം, നമ്മളുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ക്ലാസ്സുകൾ എടുക്കണം. They need to create courses for Indian institutions, and it aims to enhance the quality of education by offering courses on emerging and interdisciplinary areas. അതായത് ഇത്തരത്തിലുള്ള ചലഞ്ചിങ് കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുക, ഇന്ത്യയിലുള്ള ഫാക്കൽറ്റീസും ഇന്റർനാഷണൽ ഫാക്കൽറ്റീസും ടൈപ്പിലുള്ള പ്രപ്പോസൽസ്, പ്രോജക്ട് പ്രപ്പോസൽസും റിസർച്ച് പ്രപ്പോസൽസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇവയൊക്കെയാണ് GIAN ടാർഗറ്റ് ചെയ്യുന്നത്. അതുവഴി നമ്മളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് GIAന്റെ പർപ്പസ്. ദെൻ നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ. നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകാം. വൈൽ നോട്ട് എക്സ്ക്ലൂസീവ്ലി ഫോക്കസ്ഡ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഡിജിറ്റൽ ലിറ്ററസി ട്രെയിനിങ് ടു സിറ്റിസൺസ്. സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഡിജിറ്റൽ ലിറ്ററസി എത്തിക്കുക, ഡിജിറ്റൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ എയിം ചെയ്യുന്നത്. ദെൻ ഇ-ബസ്ത is a platform for creating and distributing digital textbooks and e-learning materials. ഇതിന്റെ എല്ലാത്തിന്റെ ഈ കൺസെപ്റ്റുകൾ ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്തിരിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അവയെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതേസമയം ഈ പറയുന്ന ഈ ബസ്ത പോലെ അല്ലെങ്കിൽ
നമ്മൾ മുമ്പ് പറഞ്ഞ നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ പോലെയുള്ള സ്കീമുകളുടെ ബേസിക് ഐഡിയ മാത്രം മതി. ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഏതിൻ്റെയൊക്കെ ബേസിക് ഐഡിയ മതി, പക്ഷെ അറ്റ് ദ സെയിം ടൈം ജിയാൻ പോലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, ഈ വസ്ത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക്. ഈ ലേണിംഗ് മെറ്റീരിയൽസ് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി യൂസ് ഓഫ് ഡിജിറ്റൽ കണ്ടന്റ് ഇൻ ക്ലാസ് റൂം ആൻഡ് സപ്പോർട്ട് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഡിജിറ്റൽ കണ്ടന്റ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഡിജിറ്റൽ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക, ഇതൊക്കെയാണ് ഈ വസ്ത ചെയ്യുന്നത്. ദെൻ ഉന്നത് ഭാരത് അഭിയാൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. UBA എന്ന് പറയും, ഉന്നത് ഭാരത് അഭിയാൻ. ഇത് ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടെയും വരും, ഇവിടെയും വരും. ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാൻ ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ദാറ്റ് പ്രൊമോട്ട്സ് റൂറൽ ഡെവലപ്മെന്റ് ബൈ ഇൻവോൾവിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് in identifying and solving local development challenges through technological interventions. അതായത് ഉന്നത് ഭാരത് അഭിയാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു, അതിനെ നിലവിലുള്ള 5 വില്ലേജുകളുമായിട്ട് ടൈപ്പ് കൊണ്ടുവരുന്നു. ഈ 5 വില്ലേജുകളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഏതൊക്കെ രീതിയിൽ പോളിസി ഇന്റർവെൻഷനും ഒക്കെ നടത്താം എന്നുള്ളത് ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യണം. അവർ ഏറ്റെടുക്കുന്നത് പോലെയാണ്. അപ്പൊ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ, വില്ലേജിന് വേണ്ട ഡെവലപ്മെന്റ് സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ടെക്നിക്കൽ നോ ഹൗ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതാണ് ഉന്നത് ഭാരത് അഭിയാൻ ടാർഗറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് UBA? UBA 2.0 is running now. UBA 1 കഴിഞ്ഞു, 2.0 2018 തൊട്ട് റൺ ചെയ്യുവാണ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും, ഓരോ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും മിനിമം 5 വില്ലേജുകളെങ്കിലും അസൈൻ ചെയ്യുക. ഈ 5 വില്ലേജുകളുടെയും ഡെവലപ്മെന്റ്, ഇപ്പൊ മാനേജീരിയൽ കേപ്പബിലിറ്റീസ് ഉള്ള, ഇപ്പൊ MBA ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടത് മാനേജീരിയൽ ആക്ടിവിറ്റീസിൽ എങ്ങനെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിൽ എങ്ങനെ ഈ വില്ലേജുകളിൽ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഡെവലപ്മെന്റ് ഇൻഷുർ ചെയ്യാൻ സാധിക്കും, അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള ഒരു റോള് പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ളത്. സോ 20 ഇനീഷ്യേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇത് ICTയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയാം. ബിക്കോസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എഡ്യൂക്കേഷനിൽ ICT ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ബേസിക് മിഷനാണ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. NME ICT എന്ന് പറയും. NME ICTയുടെ ഫുൾ ഫോം എന്താണെന്ന് ലാസ്റ്റ് 2 years ബിഫോർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു. സോ NME ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. സോ ഇതിന്റെ എയിം എന്താണ്? ഇറ്റ് എയിംസ് ടു ലിവറേജ് ICT ഫോർ പ്രൊവൈഡിംഗ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ത്രൂ ടു സ്റ്റുഡൻസ് അക്രോസ് ദി കൺട്രി. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് പ്രോജക്ട്സ് ലൈക്ക് വിർച്വൽ ലാബ്സ്, കണ്ടന്റ് ഡെവലപ്മെന്റ്, കണക്ടിവിറ്റി ഇനിഷ്യേറ്റീവ്സ്, അങ്ങനെ പല ഇനിഷ്യേറ്റീവ്സ്, പല ഇന്റർവെൻഷൻസ് നടത്തുക. അതായത് എഡ്യൂക്കേഷനിൽ ICT ഏതൊക്കെ ഏരിയയിൽ ഇന്റർവ്യൂ ചെയ്യാം, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതിനെപ്പറ്റി പഠിച്ച ആ ഒരു ഇന്റർവെൻഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് NME ICT ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വിർച്വൽ ലാബ്സ് ഓഫർ ചെയ്യുക, അതേപോലെ കണ്ടന്റ് ഡെവലപ്മെന്റ്സ്, അതോടൊപ്പം കണക്ടിവിറ്റി, ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലെയും അതേപോലെ പോളിടെക്നിക്സിലും കോളേജുകളിലും ഒക്കെ കണക്ടിവിറ്റി എത്തിക്കുക, നെറ്റ്വർക്ക് കണക്ടിവിറ്റി, വൈഫൈ കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതും ഈ ഒരു മിഷന്റെ ഭാഗമാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് NME ICT. അടുത്തത് നാഷണൽ അക്കാഡമിക് ക്ലൗഡ്, മറ്റൊരു ഇനീഷ്യേറ്റീവ്. നാഷണൽ അക്കാഡമിക് ക്ലൗഡ് ഇനീഷ്യേറ്റീവ് എയിംസ് ടു പ്രൊവൈഡ് എ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഹോസ്റ്റ് ആൻഡ് ആക്സസ് ഡിജിറ്റൽ റിസോഴ്സസ്, കൊളാബറേറ്റ് ഓൺ റിസർച്ച് ആൻഡ് ഷെയർ നോളജ്. സോ ഒരു ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് വാട്ട് ഇസ് ക്ലൗഡ്? നമ്മളിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് പോലെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ഇൻഫർമേഷൻ ഷെയറിംഗ് നടത്താനുള്ള ഒരു ഫെസിലിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ അക്കാഡമിക് ക്ലൗഡ് വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തിനു വേണ്ടിയാണ്? ദേ ക്യാൻ ഹോസ്റ്റ് ആൻഡ് ആക്സസ് ഡിജിറ്റൽ റിസോഴ്സസ് ഹോസ്റ്റ് ചെയ്യാം, അതേപോലെ ആക്സസ് ചെയ്യാം, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യാനും, അതേപോലെ റിസർച്ച് കൊളാബറേഷൻ നടത്താനും നോളജ് ഷെയറിംഗ് നടത്താനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ നാഷണൽ അക്കാഡമിക് ക്ലൗഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ 23ാമത്തെ ഇനീഷ്യേറ്റീവ് ആണ് വിദ്വാൻ ഡേറ്റാബേസ്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ഡേറ്റാബേസ് ഓഫ് പ്രൊഫൈൽസ് ഓഫ് സയന്റിസ്റ്റ്, റിസർച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ് വർക്കിംഗ് ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന
എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന്റെ ഒരു ഡേറ്റാബേസ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ റിസർച്ച് സപ്പോർട്ടിനും അതേപോലെ കൊളാബറേഷൻസിനും ഒക്കെ ആയിട്ട് അവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്ന അവരുടെ ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ഡേറ്റാബേസ് ആണ് ഈ വിദ്വാൻ പോർട്ടൽ. ഓക്കെ, സോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് നെറ്റ്വർക്കിംഗ്. ഇതുവഴി ഇങ്ങനെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്ന എയിം ഇതാണ്, നെറ്റ്വർക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക. ദെൻ കൊളാബറേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഷെയറിംഗ് എമംഗ് റിസർച്ചേഴ്സ്. റിസർച്ചേഴ്സിന് വേണ്ട നോളജ് ഷെയറിങ്ങിനുള്ള ഒരു വേദിയായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വിദ്വാൻ ഡേറ്റാബേസ് എയിം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ശോധ് ഗംഗ ആൻഡ് ശോധ് ഗംഗോത്രി. ശോധ് ഗംഗ ഇസ് ദി ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ഇലക്ട്രോണിക് തീസിസ് ആൻഡ് ഡിസർട്ടേഷൻസ് ഫ്രം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. സോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന തീസിസുകളുടെ റെപ്പോസിറ്ററി, റിസർച്ച് തീസിസുകൾ പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഒരു ഇലക്ട്രോണിക് കോപ്പി ശോധ് ഗംഗയിൽ അവൈലബിൾ ആയിരിക്കും. Then Shodh Gangotri provides a platform for research scholars to deposit their research synopsis. ഗംഗോത്രി ആണെങ്കിൽ റിസർച്ച് സിനോപ്സിസ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഗംഗോത്രി വരുന്നത്. സോ ശോധ് ഗംഗ എന്താണ്? തീസിസുകളുടെ ഒരു കളക്ഷൻ ആണ്. തീസിസുകളുടെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള തീസിസുകളുടെ ഒരു കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം ശോധ് ഗംഗോത്രി ആണെങ്കിൽ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഫോർ റിസർച്ച് സ്കോളേഴ്സ് ടു ഡെപ്പോസിറ്റ് ദെയർ റിസർച്ച് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ശോധ് ഗംഗോത്രി. ഓക്കെ, ഇത് രണ്ടും ഓർത്തേക്ക്. അടുത്തത് ഇ കല്യാൺ. ഇ കല്യാൺ ഈസ് ആൻ ഇനീഷ്യേറ്റീവ് focused on providing scholarship and financial assistance to students from economically weaker sessions through an online portal. സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ഓൺലൈൻ പോർട്ടൽ വഴി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇക്കണോമിക്കലി വീക്കർ സെഷൻസിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വരുന്നത്. സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ കല്യാൺ. Then next is Spoken Tutorial Project. Spoken Tutorial Project offers free online tutorials in various languages on topics related to software, programming and technology. ഓൺലൈൻ ട്യൂട്ടോറിയൽസ് ഓഫർ ചെയ്യുന്ന ഒരു സൈറ്റ്. പ്രധാനമായിട്ടും ഇത് കവർ ചെയ്യുന്ന ടോപ്പിക്സ് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതേപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ടു അക്വയർ പ്രാക്ടിക്കൽ സ്കിൽസ്. അതിനുവേണ്ടിയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ട്യൂട്ടോറിയൽ ആണ്. സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ഇത് ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോം ആണ്. ക്ലാസ്സുകൾ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി കാണാൻ സാധിക്കും, മീൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തത് സാക്ഷത് പോർട്ടൽ. സോ സാക്ഷത് പോർട്ടൽ ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് ഇ-ലേണിംഗ് റിസോഴ്സസ് including lectures, animations, simulations to enhance the learning experience of students. വീണ്ടും മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ ഒരു വെറൈറ്റി ഓഫ് ഇ-ലേണിംഗ് റിസോഴ്സസ് അവൈലബിൾ ആണ്. ലൈക്ക് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്, ആനിമേഷൻസ്, വീഡിയോസ് അവൈലബിൾ ആണ്, സിമുലേറ്റഡ് ആയിട്ടുള്ള ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് എല്ലാ സ്റ്റുഡൻസിന്റെ ലേണിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം മെറ്റീരിയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ പറഞ്ഞ 7 ഇനീഷ്യേറ്റീവ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 7 ഇനീഷ്യേറ്റീവ്സ്. ഒന്ന്, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ഓക്കെ, എന്താണെന്ന് ഓർക്കുക. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി, ഇന്റർനെറ്റിന്റെ ICT ബേസ്ഡ് ആയിട്ടുള്ള ICT ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ മിഷൻ എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി പല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് NME ICT വർക്ക് ചെയ്യുക. ദെൻ അക്കാഡമിക് ക്ലൗഡ്, വിദ്വാൻ ഡേറ്റാബേസ്, ശോധ് ഗംഗ ആൻഡ് ശോധ് ഗംഗോത്രി, ഇ കല്യാൺ, സ്പോക്കൺ ട്യൂട്ടോറിയൽ ആൻഡ് സാക്ഷത് പോർട്ടൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഏതെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ ആണോ എല്ലാവർക്കും? ഫൈൻ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കാണ് ഇമെയിൽ പ്രോട്ടോകോൾസ് ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനകത്ത് കുറച്ച് അഡീഷണൽ പ്രോട്ടോകോൾസ് കൂടി പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇമെയിൽ പ്രോട്ടോകോൾസും ഇന്റർനെറ്റ് പ്രോട്ടോകോൾസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കൂടാതെ അഡീഷണലി വരുന്ന ചില ഇമെയിൽ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ആണ് ഈ ഒരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചില അഡീഷണൽ തിങ്സ് ആർ ദെയർ. അത് നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, എനിവേ റീഡ് ഇറ്റ്, ബിക്കോസ് വളരെ ടഫ് ആക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല.
ഇതുവരെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. പിന്നെ ഈ പറയുന്ന TCP/IP, HTTP അതുപോലുള്ള FTP പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. Then now സോ ഇതെല്ലാം ഒന്ന് നോക്കിയാൽ മതി. ഇത് അഡീഷണലി വരുന്നതാണ്, നമ്മളോട് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ല, അഡീഷണലി ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം കേട്ടോ. നൗ ലെറ്റ് മീ മൂവ് ഓൺ. യെസ്, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ഇതാണ്. ലാസ്റ്റ് ഏരിയ ICT എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 2018 ശേഷം സിലബസ് റിവൈസ് ചെയ്തപ്പോൾ പിന്നീടുള്ള 3 വർഷങ്ങളിൽ കണ്ടില്ല. പക്ഷെ ലാസ്റ്റ് ഇയറിലും അതിന് മുമ്പത്തെ എക്സാമിനേഷനിലും ഈ ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ബൈനറി നമ്പറിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ 2 ഏരിയയിൽ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ കൺവേർട്ട് എ ബൈനറി നമ്പർ ടു ഡെസിമൽ. സോ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഈ തന്നിരിക്കുന്ന നമ്പർ നിങ്ങൾ എഴുതുക 101010. കൺവേർഷൻ നടത്തേണ്ടത് ആർക്കെങ്കിലും അറിയോ എങ്ങനെയാണെന്ന്? ഇവിടെ ചെയ്യേണ്ടത് എൻഡിൽ നിങ്ങൾ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് തൊട്ട് മുമ്പത്തേതിനെ 2⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് 2⁻2, then 2⁻3, then 2⁻4, this one 2⁻5. ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫൈൻ. സോ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ നടത്തിയാൽ മാത്രം മതി, അതിനകത്ത് വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. അതായത് നമ്മൾ ഈ ഒരു എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക, 2⁻0 സ്റ്റാർട്ട് ചെയ്യുക, then 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5 ആ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 into 2⁻5 plus 0 into 2⁻4 plus 1 into 2⁻3 plus 0 into 2⁻2 plus 1 into 2⁻1 plus 0 into 2⁻0. ഓക്കെ, ചെയ്യുമ്പോൾ എത്ര കിട്ടും? നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഫൈൻ. 2⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 2⁻4 എന്ന് പറഞ്ഞാൽ 2നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ബി ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. വെരി ഗുഡ്. 2നെ 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32. ഓക്കെ, 32 കിട്ടും. പ്ലസ് 0 into something means 0 plus 2⁻3, that is 8, plus 0 plus 2⁻1 എന്ന് പറഞ്ഞാൽ that is 2 plus 2⁻0 0. Okay, so you'll get 2⁻0 0 അല്ല കേട്ടോ, 2⁻0 1 ആണ്, 1 into 0 0. So you'll get 32 plus 8, that is 40, 40 plus 2 42. Fine. ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതേപോലെ ഡെസിമൽ തന്നു കഴിഞ്ഞാൽ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന എഗെയിൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബൈനറി നമ്പർ ആണ് 11011. ഇതിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സി. ഓക്കെ ഫൈൻ. ഓക്കെ, സി തന്നെ. സോ 1 into 2⁻4 അല്ലെ വരുന്നത്, അതായത് 0 1 2 3 4 ഫോർത്ത് പൊസിഷൻ ആവുക. സോ 1 into 2⁻4 plus 1 into 2⁻3 plus 0 into 2⁻2 plus 1
into 2 raised to 1 plus 1 into 2 raised to 0. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 raised to 4 എന്ന് പറഞ്ഞാൽ that is 16 plus 2 raised to 3 that is 8 plus 0 plus 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് plus 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ 16 plus 8 24, 24 plus 3 27. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്? ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തനിയൊന്ന് ചെയ്തേ വേഗം. $114. Okay. സാറേ, യെസ് പറയും. ഈ ബൈനറിനെ ഡെസിമൽ ആക്കുന്ന ഒന്നുകൂടെ ഒന്ന് പറയാം, ഞാൻ ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. ഓക്കെ ഓക്കെ, അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പർ നോക്കുക. ദെൻ ആ ബൈനറി നമ്പറിന്റെ നമ്മൾ ഒറ്റയുടെ ആ പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 2 raised to 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യത്തെ ഡിജിറ്റിനെ. ദെൻ രണ്ടാമത്തേതിനെ 2 raised to 1, ദെൻ മൂന്നാമത്തേതിനെ 2 raised to 2. ആ ഒരു ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഷോ യു സി 2 raised to 0, 0 1 2 3 4 5 6 6 വരെ വരും. 2 raised to 6 വരെ വരും. അതുകൊണ്ട് ആദ്യത്തെ നമ്പറിനെ ഞാൻ 1 into 2 raised to 6 എന്ന് എഴുതുന്നു. പ്ലസ് 1 into 2 raised to 5 പ്ലസ് 1 into മൂന്നാമത്തെ ഡിജിറ്റ് 1 into 2 raised to 4 പ്ലസ് 0 into 2 raised to 3 പ്ലസ് 0 into 2 raised to 2 പ്ലസ് 1 into 2 raised to 1 ആൻഡ് പ്ലസ് 0 into 2 raised to 0. ഇതാണ് നമ്മുടെ ഓർഡർ. ഇത് വെച്ചുകൊണ്ട് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആണ്. പ്ലസ് 2 raised to 5 എന്ന് പറഞ്ഞാൽ that will be 2 into 5 times, that is 32. പ്ലസ് 2 raised to 4 എന്ന് പറഞ്ഞാൽ that will be 16 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 2 into 2, sorry 1 into 2, that is 2 itself, then plus 0. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 64 32 96. ഓക്കെ, ദെൻ 112 114 140. ഓക്കെ അല്ലേ? ഓക്കെ സാറേ, താങ്ക് യു. ശരി. ഇനി നമ്മളിപ്പോ ചെയ്ത 3 ക്വസ്റ്റ്യൻസും ഒരു ബൈനറി തന്നു കഴിഞ്ഞാൽ ഡെസിമൽ ആക്കാനുള്ളതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഡെസിമൽ നമ്പർ തരുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെ ചെയ്യണം? വളരെ ഈസിയാണ്. 45ന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെറുതാക്കി കൊണ്ടുവരിക. 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 4ൽ 2 ടൈംസ്, ദെൻ അഗെയിൻ 4ൽ 2 ടൈംസ്, റിമൈൻഡർ 1 ഉണ്ട്, 1 എഴുതാം. ദെൻ അടുത്തത് വീണ്ടും 2 എഴുതുക. 2 എഴുതുമ്പോൾ 22 11, റിമൈൻഡർ 0 ആണ്. വീണ്ടും 2 എഴുതുക, 5, റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 2, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 1, റിമൈൻഡർ 0. ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് മെത്തേഡ്. ദെൻ ഇതിനെ റിവേഴ്സ് ഓർഡറിൽ അങ്ങ് എഴുതുക. സോ വിൽ ഗെറ്റ് റിവേഴ്സ് ഓർഡറിൽ എൻഡ് തൊട്ട് മുകളിലേക്ക് എഴുതുക 1 0 1 1 0 1.
101101 മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ല ആൻസർ, അത് ഓപ്ഷൻസിന്റെ എറർ ആയിരിക്കാം. ഓപ്ഷൻസിൽ മിസ്റ്റേക്ക് വന്നായിരിക്കും കേട്ടോ. എനിവേ ഇത് തന്നെയാണ് റൈറ്റ് ആൻസർ കിട്ടുക. ദാറ്റ് മേ ബി ആൻ എറർ ഇൻ ഓപ്ഷൻ, റൈറ്റ്? തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ, ചെക്ക് ചെയ്തേ. ഇല്ല സർ. മിസ്റ്റേക്സ് വന്നിട്ടില്ല. സോ അത് ഓപ്ഷനിൽ വന്നിരിക്കുന്ന എററാണ്. നോ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അടുത്ത ഒരെണ്ണം നമുക്ക് ചെയ്യാം. സി 89 നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. 89 ഓപ്ഷനിൽ തന്നെ കിട്ടണമെന്നില്ല കേട്ടോ, ഓപ്ഷൻ ചിലപ്പോൾ എറർ ഉണ്ടാകാം. ജസ്റ്റ് ചെയ്ത് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ യുൽ ഗെറ്റ് 44, റിമൈൻഡർ 1 ഉണ്ട്. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. യുൽ ഗെറ്റ് 22, റിമൈൻഡർ ഈസ് 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11, റിമൈൻഡർ 0. ദെൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2, റിമൈൻഡർ 1. ദെൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യുൽ ഗെറ്റ് 1, 0. ഓക്കെ, 10111001 നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ബൈനറി തന്നു കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കാനും ഡെസിമൽ തന്നു കഴിഞ്ഞാൽ ബൈനറി ആക്കാനും ഇപ്പൊ ഈസി ആയിട്ട് സാധിക്കില്ലേ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ഇത്രയും ഏരിയാസ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ICT-യിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ് എല്ലാം കഴിഞ്ഞു. ഇനി അതിനൊപ്പം തന്നെ ലാസ്റ്റ് ഞാൻ പെട്ടെന്ന് പറയാതെ വിട്ടൊരു ഏരിയ ഉണ്ട്, അത് നിങ്ങളോട് വായിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാനത് ഡിസ്കസ് ചെയ്യണോ? വാട്ട് യു തിങ്ക്? അതിന്റെ സിഗ്നിഫിക്കൻസ് ഒരു 20% മാത്രമേ അതിന് സിഗ്നിഫിക്കൻസ് ഉള്ളൂ. ബിക്കോസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാം. വാട്ട് യു തിങ്ക്? ഇതാണ് ഏരിയ. ബിക്കോസ് ഇമെയിൽ പ്രോട്ടോകോൾസ് ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് ആണ്. അഡീഷണലി ഇതുവരെ ഡയറക്റ്റ്ലി ചോദിക്കാതെ ചില അഡീഷണൽ ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഡു യു വാണ്ട് മീ ടു കവർ ഇറ്റ് റൈറ്റ് നൗ? യെസ് ഓർ നോ പ്ലീസ്. ഒപ്പീനിയൻ ടൈപ്പ് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല, പറയൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവോ സാർ? ഷുവർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇമെയിൽ പ്രോട്ടോകോൾസ് ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. സോ ഇമെയിൽ പ്രോട്ടോകോൾസ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇമെയിൽ പ്രോട്ടോകോൾസിലേക്ക് വരുമ്പോൾ POP 3 ഓർക്കുന്നുണ്ടല്ലോ എന്താണെന്ന്? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 3. പോസ്റ്റ് ഓഫീസിനെ പോലെ തന്നെ പോസ്റ്റ് ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഈ ഒരു പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മളുടെ നോഡിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് ഒരു ഇമെയിൽ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ക്ലയന്റിൽ പോയിട്ട് അല്ലെങ്കിൽ സെർവറിൽ പോയിട്ട് സെർവറിൽ നിന്നും ഈ ഒരു ഇമെയിൽ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിന്നീട് ആ ഇമെയിൽ സെർവറിൽ അവൈലബിളും ആയിരിക്കില്ല. ഓക്കെ, ലൈക്ക് ഒരു പോസ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് പോരും. അതേ കൺസെപ്റ്റ് ആണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 3 വരുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. IMAPും അതേ ഒരു കൺസെപ്റ്റ് ആണ്. IMAPിനെ പറ്റി നമ്മൾ പറഞ്ഞു. അനദർ ഇമെയിൽ റിട്രീവൽ പ്രോട്ടോകോൾ ദാറ്റ് അലൗസ് ദി യൂസർ ടു ആക്സസ് ദെയർ ഇമെയിൽ ഓൺ മൾട്ടിപ്പിൾ ഡിവൈസസ്. അതായത് ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആവശ്യമില്ല, ഡൗൺലോഡ് ചെയ്യുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. പകരം ഇത് നമുക്ക് പല നോഡുകളിൽ നമുക്ക് ആ സെർവറിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. മെയിൽ സെർവറിൽ തന്നെ നമുക്കിത് ഓപ്പൺ ആക്കാം. അതിനുശേഷം അവിടെ തന്നെ അത് കിടപ്പുണ്ടാവും. ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ നോഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതാണ് IMAP. ദെൻ SNTP എന്ന് പറയുമ്പോൾ ഔട്ട് ഗോയിങ് മെസ്സേജുകൾക്കാണ്, സെൻഡ് ചെയ്യാനുള്ള പ്രോട്ടോകോളാണ്. മുമ്പ് പറഞ്ഞ രണ്ടും മെയിൽ റിട്രീവൽ പ്രോട്ടോകോൾ ആണെങ്കിൽ SNTP എന്ന് പറയുന്നത് മെയിൽ സെൻഡ് ചെയ്യാനുള്ള പ്രോട്ടോകോളാണ്. ഓക്കെ, ദെൻ SNTPS അത് സെക്യൂർഡ് ആയിട്ടുള്ള SNTP.
SNTP എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SNTP സെക്യൂർഡ് എന്നാണ്. സെക്യൂർഡ് എസ് എല്ലായിടത്തും വരുമ്പോൾ SNTP വരുമ്പോൾ അതിനർത്ഥം എന്താണ്? മോർ സെക്യൂരിറ്റീസ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ഒന്നെങ്കിൽ SSL അല്ലെങ്കിൽ TLS. ഇത് രണ്ട് എൻക്രിപ്ഷൻ മെത്തേഡ്സ് ആണ്. ഈ രണ്ട് എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, SNTPS is a version of secure version of SNTP that uses encryption. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ SSL ആകാം അല്ലെങ്കിൽ TLS ആകാം. ടു പ്രൊട്ടക്ട് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ക്ലയന്റ് ആൻഡ് ദി സെർവർ. ഇവിടെ എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡേറ്റ ലോസ് ഹാപ്പൻ ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. സോ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് ഇമെയിൽ കണ്ടന്റ് ക്രെഡൻഷ്യൽസ് റിമെയിൻ കോൺഫിഡൻഷ്യൽ. നമ്മളുടെ ആ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പാക്കുക. അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതൊക്കെയാണ് SNTPS കൊണ്ട് ഉള്ള ഗുണം. എസ് എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ആണെന്നുള്ളത് ഓർക്കുക. ദെൻ SSL-ഉം TLS-നെ പറ്റി നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും എൻക്രിപ്ഷൻ മെത്തേഡ്സ് ആണ്. SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ സോക്കറ്റ്സ് ലെയർ ആണ്. SSL സെക്യൂർ സോക്കറ്റ്സ് ലെയർ, ഫുൾ ഫോം ഓർത്തേക്കുക. ആൻഡ് ഇറ്റ്സ് സക്സസർ പിന്നീട് വന്നിരിക്കുന്നതാണ് TLS. TLS എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. ഓക്കെ, SSL സെക്യൂർ സോക്കറ്റ് ലെയർ, TLS ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ആർ cryptographic protocols for securing data transmissions over networks like internet. ഇന്റർനെറ്റിലൂടെ ഡേറ്റ ട്രാൻസ്മിഷനെ കൂടുതൽ സെക്യൂർഡ് ആക്കാനുള്ള പ്രോട്ടോകോൾ ആണ്. അതിന്റെ ഓൾഡർ വെർഷൻ ആണ് SSL, അതിന്റെ പുതിയ വെർഷൻ ആണ് TLS. ഓക്കെ, TLS being more secure has replaced SSL due to security flaws in their earlier versions. മുമ്പുണ്ടായിരുന്ന വെർഷൻ ആയിട്ടുള്ള SSL-നെ പിന്നീട് വന്ന TLS കുറച്ചുകൂടി സെക്യൂർഡ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും TLS ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇത് രണ്ടും എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്, എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ആണെന്ന് ഓർക്കുക. ഇനി ദെൻ POP3S എന്തായിരിക്കും? POP3 സെക്യൂർ, അത്രയേ ഉള്ളൂ. എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും POP3 പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് POP3S എന്ന് പറയും, POP3 സെക്യൂർ എന്ന് പറയും. ദെൻ IMAP-ന്റെയും സെക്യൂർ വെർഷൻ. ദെൻ അടുത്ത പ്രോട്ടോകോൾ പറയും. ഈ എൻക്രിപ്റ്റഡ് ആകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ് സാറേ? കോഡഡ് ആയിരിക്കും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഫയൽ അതേ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. നമ്മളിപ്പോ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വാട്സപ്പിൽ എപ്പോഴും എഴുതിയിട്ടുണ്ടാവില്ലേ, എഴുതി കാണിക്കില്ലേ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇസ് ദെയർ. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുമ്പോഴാണ് അത് ഒറിജിനൽ കണ്ടന്റ് ആയി മാറുന്നത്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേയിൽ കോഡുകളായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മളുടെ ഡിവൈസിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് അത് മെസ്സേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക. അതിന് മുമ്പുള്ള ആ ട്രാൻസ്മിഷൻ പാത്തിൽ ഇത് പൂർണ്ണമായിട്ടും കോഡുകളായിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഡേറ്റ ചോർത്തെടുക്കാൻ ശ്രമിച്ചാൽ ഇൻ ബിറ്റ്വീൻ കോഡുകൾ മാത്രമായിരിക്കും അക്സസ് ചെയ്യാൻ സാധിക്കുക. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, IMAP-S എന്ന് പറഞ്ഞാൽ സെയിം തിങ്, സെക്യൂർ വെർഷൻ ഓഫ് IMAP ദാറ്റ് എൻക്രിപ്റ്റ്സ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇമെയിൽ ക്ലയന്റ് ആൻഡ് സെർവർ. ക്ലയന്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും വരിക. ഡേറ്റ അതുകൊണ്ട് തന്നെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. സെയിം തിങ്. ദെൻ MIME മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്. മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ ആണ് MIME. സോ MIME is not an email protocol itself. It's rather an extension that enables the inclusion of non-text attachments, multimedia elements, and formatting in email messages. It allows email to carry images, audio, video, and other types of content. Like in the case of HTTP, നമ്മൾ പറഞ്ഞില്ലേ, HTTP പ്രോട്ടോകോൾ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന MIME എന്ന് പറയുന്നത് ഇമെയിൽ അയക്കുന്ന സമയത്ത് നമുക്ക് കണ്ടന്റുകൾ, ഇപ്പോൾ ഇമേജുകളോ ഓഡിയോയോ വീഡിയോസോ ഒക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രോട്ടോകോളാണ്, ലൈക്ക് സിമിലർ ടു HTTP. അതുപോലെ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് ഇമെയിൽ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുമ്പോൾ, എക്സ്റ്റൻഷൻസ് ഇൻ ദി സെൻസ് ടെക്സ്റ്റ് അല്ലാതെ മറ്റ് അറ്റാച്ച്മെന്റ് എന്ത് വന്നാലും അതിനെ എക്സ്റ്റൻഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ടൈമിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോളാണ് MIME. ഫുൾ ഫോം മാത്രം ഒന്ന് ഓർത്താൽ മതിയാവും, അതിൽ കൂടുതലൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ദെൻ അടുത്തത് എക്സ്ചേഞ്ച് ആക്റ്റീവ് സിങ്ക്. ദിസ് പ്രോട്ടോകോൾ ഈസ് ഡിസൈൻഡ് ബൈ മൈക്രോസോഫ്റ്റ് for mobile devices to synchronize email, content, calendar, and task with Microsoft Exchange Server. നമ്മളിപ്പോൾ മൊബൈലിൽ എങ്ങനെയാണ്
ഈ സിങ്ക്രണൈസേഷൻ നടക്കുന്നത്. ടൈം ആയാലും ക്ലോക്ക് ആയാലും കലണ്ടർ ആയാലും അതേപോലെ നമ്മളുടെ ഇമെയിലുകൾ, നമുക്ക് വന്നിരിക്കുന്ന ഇമെയിലുകളെല്ലാം നമ്മുടെ മൊബൈലിലും വരുന്നില്ലേ, ആ ഒരു പ്രോസസ്സിനെയാണ് ഓട്ടോ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ആ സിങ്ക്രണൈസേഷൻ നമുക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഡിവൈസിലും കാണാൻ സാധിക്കണം. അവിടെ മെയിൽ ബോക്സിൽ മെയിൽ വരുമ്പോൾ നമ്മുടെ മൊബൈലിലും അത് സിങ്ക്രണൈസ് ചെയ്ത് വരണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് എക്സ്ചേഞ്ച് സിങ്ക് ആക്റ്റീവ് സിങ്ക് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ആക്റ്റീവ് സിങ്ക്. ഓക്കെ, so it ensures that changes made on the device are reflected in the mailbox. നമ്മളുടെ മൊബൈലിൽ നിന്നും നമ്മുടെ മൊബൈലിലെ ഇമെയിൽ ക്ലയൻറ്റ്, ലൈക്ക് നമ്മൾ ജിമെയിലിന്റെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് വിചാരിക്കാം. മൊബൈൽ യൂസ് ചെയ്യുന്ന ഈ ജിമെയിൽ ആപ്പിൽ നിന്ന് നമ്മളൊരു മെയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ സെയിം എഫക്റ്റ് നമ്മുടെ മെയിൽ ബോക്സിലും ആപ്പൻ ചെയ്യുന്നില്ലേ? അത് ആപ്പൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ സിങ്ക്രണൈസ് ചെയ്ത് പോവുകയാണ്, ഒരുമിച്ച് കൊണ്ടുപോവാണ്. ആ ഒരു പ്രോസസ്സിനെ, സിങ്ക്രണൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോളാണ് എക്സ്ചേഞ്ച് ആക്റ്റീവ് സിങ്ക്. ഓക്കെ, ദെൻ വെബ്മെയിൽ ഇന്റർഫേസ്. While not traditional protocols, webmail interfaces like HTTP and HTTPS are used to access email services through web browser. വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമെയിൽ സർവീസുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ എല്ലായിടത്തും ഈ വെബ്മെയിൽ ഇന്റർഫേസ് വരും. അത് വെബ്മെയിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, HTTPയും HTTPSും ആണ്. ഓക്കെ, HTTP എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPSO ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ വെബ്മെയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഇന്റർഫേസ് എന്നുള്ള ഇത് വെബ്മെയിൽ യൂസ് ചെയ്യുന്ന ടൈമിലെല്ലാം ഈ ഇന്റർഫേസ് നമുക്ക് വരും. So these interfaces offer a convenient way to manage emails without requiring email client software. നമുക്ക് ഇമെയിൽ ക്ലയന്റ് സോഫ്റ്റ്വെയർ ഇല്ലാതെ. എന്താണ് ഇമെയിൽ ക്ലയന്റ് സോഫ്റ്റ്വെയർ? ഔട്ട്ലുക്ക് ഒക്കെ ഇല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന, റൈറ്റ്? ഔട്ട്ലുക്ക് പോലുള്ള സോഫ്റ്റ്വെയർസ് നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക്, അതാണ് ക്ലയന്റ് സോഫ്റ്റ്വെയർ. ആ ക്ലയന്റ് സോഫ്റ്റ്വെയർ ഇല്ലാതെ തന്നെ നമുക്ക് ജിമെയിലൊക്കെ ആക്സസ് ചെയ്തുകൂടെ? ഓക്കെ, അവിടെ ഒരു ക്ലയന്റ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഒരു സിങ്ക്രണൈസേഷന് നമ്മൾ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള വെബ് മെയിൽ ഇന്റർഫേസസ് ആണ്, HTTP ആൻഡ് HTTPS. ഓക്കെ, ദെൻ POP4 ആൻഡ് IMAP4 ഇത് അപ്ഡേഷൻസ് ആണ്, നത്തിങ് മോർ. പുതിയ ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ട് POP3യുടെ ഇംപ്രൂവ്മെന്റ് ആണ് POP4. അതേപോലെ IMAPന്റെ നെക്സ്റ്റ് വെർഷൻ ആയിട്ടാണ് IMAP4 വരുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ? ഒരു ഐഡിയ കിട്ടിയോ? ഏതെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടോ? POP3, IMAP, SNTP, SNTPS, SSL ആൻഡ് TLS, ഇത് രണ്ടിന്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തു വെക്കണമെന്ന് ഞാൻ കമ്പൽ ചെയ്തു. മസ്റ്റ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല ബാക്കിയുള്ളതൊന്നും, എന്നാൽ ദിസ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിവിടെ പലർക്കും കൺഫ്യൂഷൻ വരും, ഇത്രയും പറഞ്ഞൊന്നും അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും പറഞ്ഞതിൽ IMAP, SNTP, അതേപോലെ നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ഇല്ലേ, അതെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമ്മൾ അഡീഷണലി പറഞ്ഞ കുറച്ച് ചില എലമെന്റ്സ് MIME പോലുള്ള ഒന്നും അത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. അതേസമയം SSLന്റെ ഫുൾ ഫോമും TLSന്റെ ഫുൾ ഫോമും ഐ തിങ്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ചോദിച്ചിട്ടുള്ളതാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. 100% സർട്ടനിറ്റിയോട് കൂടിയല്ല, പക്ഷെ എൻ്റെ ഓർമ്മയിൽ അത് ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതുകൊണ്ട് ഓർത്തേക്കുക. പിന്നെ IMAP 3S, S വരുമ്പോൾ സെക്യൂർ എന്ന് ഓർക്കുക. അതേപോലെ IMAP-S, then MIME, Exchange Active Sync, Webmail Interfaces and POP3 and POP4. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെയാണ് സർ. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് ഇമെയിൽ പ്രോട്ടോകോൾസിനെ പറ്റിയാണ്. ഇനി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ രണ്ട് കമ്പൈൻ ചെയ്തു പറയാം, ബിക്കോസ് ബോത്ത് ആർ സിമിലർ. ഇൻഫാക്ട് ഇമെയിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാ? ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടും കമ്പാരിറ്റീവ്ലി ഈസിയർ, സെയിം ആയിട്ട് പലപ്പോഴും പറയാം. സോ എന്നാലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ഈസ് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. സോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞു. എന്താണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? ഇറ്റ്സ് എ സ്യൂട്ട് ഓഫ് പ്രോട്ടോകോൾസ് ദാറ്റ് ഫോംസ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴി നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ബേസിക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP/IP ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾ ഏതാണെന്ന് ഐ തിങ്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് TCP/IP വിത്തൗട്ട് എനി ഡൗട്ട്. TCP/IP ആണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മെയിൻ പ്രോട്ടോകോൾസ്. 2 പ്രോട്ടോകോൾസ് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. TCP,
which ensures reliable and ordered delivery of data. Transfer, right? Transmission control protocol ആണ്. സോ ഡെലിവറി, ഡേറ്റ ഡെലിവറി ഓർഡേഡ് ആണ്, അവിടെ ഒന്നും ഡേറ്റ വേസ്റ്റേജ് ഹാപ്പൻ ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യുകയാണ് TCP എയിം ചെയ്യുന്നത്. എന്നാൽ IP ആണെങ്കിലോ വിച്ച് ഹാൻഡിൽസ് അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ്. ഏതാണ് IP അഡ്രസ് എന്നല്ലേ പറയുന്നത്, അതായത് ഏത് ലൊക്കേഷനിലേക്കാണ് ഈ ഡേറ്റ പോവേണ്ടത്, ഏത് ലൊക്കേഷനിലേക്കാണ് ഈ പാക്കറ്റ് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് IP ആണ്. സോ ഹാൻഡിൽസ് അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ് ഓഫ് ഡേറ്റ പാക്കറ്റ്സ്. ഇത് രണ്ടിനും വേണ്ടിയാണ് TCP IP പ്രോട്ടോകോൾ വരുന്നത്. Then HTTP, Hypertext Transfer Protocol. So HTTP is used for transmitting hypertext. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റിന്റെ ഒപ്പം ഇമേജുകൾ, ലിങ്കുകൾ, മൾട്ടിമീഡിയ കണ്ടന്റ് ഇവയെല്ലാം വെബിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ HTTP പ്രോട്ടോകോൾ ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ദി പ്രോട്ടോകോൾ ബിഹൈൻഡ് മോസ്റ്റ് വെബ് പേജസ് ആൻഡ് ഇറ്റ് അലൗസ് ബ്രൗസേഴ്സ് ടു റിക്വസ്റ്റ് ആൻഡ് റിസീവ് വെബ് കണ്ടന്റ് ഫ്രം സെർവർ. വെബ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്നതെല്ലാം ഈ പ്രോട്ടോകോളിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ദെൻ മൂന്നാമതായിട്ട് സെക്യൂർ. ഓക്കെ, HTTPS. ഇപ്പോൾ എല്ലാ നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ് പേജുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും HTTP വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളോട് അപ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിക്കും, ഇത് സെക്യൂർഡ് അല്ല, കയറണോ? പലപ്പോഴും കണ്ടിട്ടുണ്ട് HTTP വച്ചിട്ടുള്ള വെബ് പേജുകൾ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ബ്രൗസർ ഇത് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് അല്ല, എൻ്റർ ചെയ്യണോ എന്ന് നമ്മൾ നോക്കിയിട്ട് അവസാനം നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന രീതിയാണ്. അതേസമയം HTTPS ആണെങ്കിൽ കുറച്ചുകൂടി സെക്യൂർഡ് ആണ്. ഓക്കെ, സോ HTTPS is the secure version of HTTP. It adds a layer of encryption. ഒരു അഡീഷണൽ എൻക്രിപ്ഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, SSL or TLS. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ വെബ് ബ്രൗസേഴ്സും അല്ലെങ്കിൽ സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ എൻക്രിപ്ഷൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി സെക്യൂർ ആണ്. അടുത്തത് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫയൽസ് ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് സെർവർ ഓൺ എ നെറ്റ്വർക്ക്. ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിമോട്ട് സർവീസിലെ ഫയൽ മാനേജ് ചെയ്യുന്നു, അവിടെയൊക്കെ FTP പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ SFTP, SSH FTP. ഓക്കെ, അതായത് SSH എന്ന് പറഞ്ഞാൽ എന്താ? സെയിം തിങ്, സെക്യൂർ ഷെൽ എന്നാണ് അതിന്റെ പേര്. സെക്യൂർ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, SFTP is the secure version of FTP. It uses secure shell protocol to encrypt data during file transfer. ഫയൽ ട്രാൻസ്ഫർ ടൈമിൽ ഡൗൺലോഡിങ്ങിലും അപ്ലോഡിങ്ങിലും ഒക്കെ ഡേറ്റ എൻക്രിപ്ഷൻ നടത്തുന്നു. അതുകൊണ്ടാണ് SFTP എന്ന് പറയുന്നത്. ഇനി DNS, ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. DNSന്റെ ഫുൾ ഫോം ഓർത്തേക്കുക, ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. സോ DNS translates human readable domain names like www, example.com ഇങ്ങനെയുള്ള ആ ഒരു ഡൊമൈൻ നെയിമിനെ IP അഡ്രസ് ആക്കി മാറ്റുന്നതാണ് DNSന്റെ പർപ്പസ്. ഓക്കെ, സോ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഈ ഡൊമൈൻ നെയിംസിനെ into IP addresses that computer used to locate resources on the internet. കമ്പ്യൂട്ടർ മനസ്സിലാവണമെങ്കിൽ അത് IP അഡ്രസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ IP അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് DNS വെച്ചുകൊണ്ടാണ്. സോ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ബ്രൗസിംഗ് ദി വെബ് ആൻഡ് ആക്സസിംഗ് വെബ്സൈറ്റ്സ്. സോ വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാനും വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പറയുന്ന DNS സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, ദെൻ അടുത്തത് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ DHCP is used to automatically assign IP address and network configuration settings to devices on the network. അതായത് ഡൈനാമിക്കലി അസസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് ഈ നമ്മളിപ്പോ ഒരു ഡിവൈസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെടുവാണെങ്കിൽ ആ ഡിവൈസിന് അപ്പോൾ തന്നെ ഒരു IP അഡ്രസ് കൊടുത്തിരിക്കും. അത് കൊടുക്കുന്നത് ഈ DHCPയുടെ സപ്പോർട്ടോടു കൂടിയാണ്. ഓക്കെ, സോ ഇഫ് ദർ ഇസ് എ നോഡ് കണക്റ്റഡ് ടു എ ഇന്റർനെറ്റ് പോർട്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് ഒരു നോഡ് കണക്ട് ചെയ്താൽ, നെറ്റ്വർക്കിലേക്ക് ഒരു നോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അപ്പോൾ തന്നെ ഒരു IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലിഫൈസ് ദി പ്രോസസ് ഓഫ് കണക്ടിങ് ഇൻ ടു നെറ്റ്വർക്ക്സ്. ഓക്കെ, ദെൻ ICMP, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. സോ ICMP is used for sending error messages and operational information about network connections. It is often associated with tools like ping used to test network connectivity. അതായത്
ഇപ്പോൾ എറർ മെസ്സേജുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യില്ലേ നെറ്റ്വർക്ക് കണക്ഷനുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള എറർ മെസ്സേജുകളൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ICMP. ഓക്കെ, സോ ഓപ്പറേഷണൽ ഇൻഫർമേഷനോ മെസ്സേജസോ എറർ മെസ്സേജസോ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ICMP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ദെൻ SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. Simple Network Management Protocol allows devices on a network to be monitored and managed remotely. It is commonly used for network management and monitoring devices like router and switches. So, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഡിവൈസുകളെ റിമോട്ട്ലി മാനേജ് ചെയ്യണമെങ്കിൽ, അതായത് ഡയറക്ട്ലി അല്ലാതെ റിമോട്ട്ലി മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ റൂട്ടറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് സ്വിച്ച് കണക്ടിവിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് പോകണം. ആ ഒരു ഇൻ ബിറ്റ്വീൻ കണക്ടിവിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ റൂട്ടേഴ്സും സ്വിച്ചും ഒക്കെ. ആ റൂട്ടേഴ്സിനും സ്വിച്ചിനും ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന, അതിന്റെ ഫങ്ഷനിങ് ഓക്കെ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോട്ടോകോളിനെയാണ് SNMP എന്ന് പറയുന്നത്, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. അതായത് ആ ഒരു കണക്ടിവിറ്റി, ഇപ്പോൾ ലാൻ കണക്ടിവിറ്റിയിലൊക്കെ നമ്മൾ സ്വിച്ചസ് ഉപയോഗിക്കും, റൂട്ടേഴ്സ് ഉപയോഗിക്കും. ഇതെന്തിനു വേണ്ടിയാ? ഈ കണക്ടിവിറ്റി ഈസി ആയിട്ട് പോകാൻ വേണ്ടിയാണ്. സോ ഈ കണക്ടിവിറ്റിയിലെ അത്തരം ഡിവൈസുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് SNMP. ദെൻ SSH നമ്മൾ പറഞ്ഞു. SSH FTP പറഞ്ഞപ്പോൾ SFTP പറ്റി പറഞ്ഞു, അവിടെ SSHനെ പറ്റി പറഞ്ഞു. എന്താണ് സെക്യൂർ ഷെൽ? SSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ഷെൽ എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. അതായത് ഇറ്റ്സ് എ സെക്യൂർ പ്രോട്ടോകോൾ ഫോർ റിമോട്ട് ആക്സസ് ആൻഡ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ. SSH ആയാലും നമ്മൾ ഈ പറയുന്ന SSL ആയാലും ഇവിടെയൊക്കെ എന്താണ് എൻക്രിപ്ഷൻ ചെയ്യുന്നു. എൻക്രിപ്ഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സെക്യൂരിറ്റി കിട്ടും. ആ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനകത്ത് ഡേറ്റ ലോസ് ആകുന്നില്ല, കമ്മ്യൂണിക്കേഷനകത്ത് മറ്റൊരു ഡേറ്റ മീൻസ് മെസ്സേജോ അല്ലെങ്കിൽ ഡേറ്റ ലോസേജോ ഒന്നും ഹാപ്പൻ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് SSH ആഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ഓവർ ആൻ അൺസെക്യൂർഡ് നെറ്റ്വർക്ക്. അൺസെക്യൂർഡ് നെറ്റ്വർക്കിലൂടെ എൻക്രിപ്റ്റഡ് ആയുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് SSH ഓർ SSL ഓർ TLS. ഇവയുടെ മൂന്നെണ്ണത്തിന്റെ പർപ്പസ് ബേസിക്കലി ഇത് തന്നെയാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസിൽ പറയാനുണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. TCP/IP, HTTP, HTTPS, FTP, SFTP, DNS ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തേക്കുക, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ദെൻ DHCP, ICMP, SNMP and SSH. Any doubts? ഡൗട്ട് ഒന്ന് ക്ലിയർ ആണോ? ഓക്കെ, സോ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ല, അഡീഷണലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നോക്കാം. വിച്ച് പ്രോട്ടോകോൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവെർട്ടിംഗ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് ഇൻ ടു IP അഡ്രസ്? ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസിനെ IP അഡ്രസ് ആക്കി മാറ്റുന്നത് എന്താണ്? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് DNS. DNSന്റെ പർപ്പസ് അതാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഇമെയിൽസ്? ഇമെയിൽ സെൻഡിങ്ങിനും ഇമെയിൽ റിസീവിങ്ങിനും വേണ്ടി ഉപയോഗിക്കാവുന്ന പ്രോട്ടോകോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, സോ ദാറ്റ് ഈസ് SNTP. ഇമെയിൽ പ്രോട്ടോകോൾസ്, ഇമെയിൽ സ്പെസിഫിക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SNTP ആണ്. കൺസെപ്റ്റ് കുറച്ച് പ്രശ്നമുണ്ട്, എന്നാൽ ഇഗ്നോർ ഇറ്റ്. ഇമെയിൽ സ്പെസിഫിക് പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലാണ് SNTP ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് DHCP പ്രോട്ടോകോൾ? DHCP എന്തിനു വേണ്ടിയായിരുന്നു? എൻക്രിപ്റ്റിംഗ് ഡേറ്റ ട്രാൻസ്മിഷൻ, മാനേജിംഗ് നെറ്റ്വർക്ക് റൂട്ടിംഗ്, ഓട്ടോമാറ്റിക്കലി അസൈനിങ് IP അഡ്രസ്, സെക്യൂറിംഗ് വെബ്സൈറ്റ് കണക്ഷൻ. എന്താണ് പർപ്പസ്? IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് DHCP വരുന്നത്. അടുത്തത്, വിച്ച് പ്രോട്ടോകോൾ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സെക്യൂർ റിമോട്ട് ആക്സസ് ആൻഡ് ഫയൽ ട്രാൻസ്ഫേഴ്സ്? റിമോട്ട് ആക്സസിനും ഫയൽ ട്രാൻസ്ഫേഴ്സും സെക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്?
അത് ആക്ച്വലി ആ ഒരു എൻക്രിപ്ഷൻ പ്രോട്ടോക്കോളിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് SSH. SSH വന്നാലും SSL വന്നാലും TLS വന്നാലും കൺസെപ്റ്റ് സെയിം ആണ് കേട്ടോ. ഓക്കെ, അവിടെ എല്ലാം അതൊക്കെ ഓപ്ഷൻസിലുണ്ടെങ്കിൽ ഈ പറയുന്ന എൻക്രിപ്ഷൻ അതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി പ്രോട്ടോകോൾ ദാറ്റ് ഇൻഷ്യൂസ് റിലയബിൾ ആൻഡ് ഓർഡേർഡ് ഡെലിവറി ഓഫ് ഡേറ്റ. റിലയബിൾ ആൻഡ് ഓർഡേർഡ് ഡെലിവറി ഓഫ് ഡേറ്റ IP ആണോ, FTP ആണോ, TCP ആണോ? ഓക്കെ, IP ഇതിനാ അഡ്രസ്. ഓക്കെ, അഡ്രസ് ആണ്. FTP ഫയൽ ട്രാൻസ്ഫർ ആണ്. TCP ആണ് കൃത്യമായിട്ട് ഓർഡറിലാണ് ആ ഡേറ്റ ഡെലിവർ ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ഡേറ്റ ട്രാൻസ്മിഷൻ തന്നെയാണ്, ആ ഡേറ്റ കൃത്യം ഓർഡറിലാണ്, പ്രോപ്പർ ഓർഡറിലാണ് എൻഷുർ ചെയ്യുന്നത്. TCP ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ദെൻ വിച്ച് പ്രോട്ടോകോൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ടെസ്റ്റിംഗ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ബൈ സെൻഡിങ് ICMP ഇക്കോ റിക്വസ്റ്റ് മെസ്സേജസ്? നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ എറർ മെസ്സേജുകളൊക്കെ കാണിക്കുന്ന ആ പ്രോട്ടോകോളിന്റെ പേരെന്താണ്? എറർ മെസ്സേജുകൾ വരുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ. ഓക്കെ, ദാറ്റ് ഈസ് ICMP. നമ്മൾ പറഞ്ഞിരുന്നു, അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്, അത്രയും മാത്രം. അടുത്തത്, വിച്ച് പ്രോട്ടോകോൾ ആഡ്സ് എ ലെയർ ഓഫ് എൻക്രിപ്ഷൻ ടു HTTP എൻഷുറിംഗ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ വെബ് ബ്രൗസേഴ്സ് ആൻഡ് സെർവർ? HTTPക്ക് ഒരു എൻക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? HTTPS, റൈറ്റ്? ദാറ്റ് ഈസ് secure, HTTP secure. Then what is the purpose of SNMP, Simple Network Management Protocol? അതിന്റെ പർപ്പസ് എന്താണ്? Secure email communication, remote access to database, network monitoring and management, then secure file transfer. ബേസിക്കലി ആ നെറ്റ്വർക്കിൽ വരുന്ന റൂട്ടേഴ്സ്, അതേപോലെ മറ്റു കാര്യങ്ങൾ, അങ്ങനെയുള്ള കണക്ടിവിറ്റി, ആ നെറ്റ്വർക്കിൽ വരുന്ന സ്വിച്ചുകൾ, റൂട്ടേഴ്സ്, ഇവയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോട്ടോകോൾ വരുന്നത് കേട്ടോ. നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ആൻഡ് മാനേജ്മെന്റ്, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഫോർ റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡിംഗ് വോയിസ് ഓർ വീഡിയോ കോൾസ് ഓവർ ദി ഇന്റർനെറ്റ്? വോയിസ് കോൾസ്, വീഡിയോ കോൾസ് ഒക്കെ വരുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ, ഓക്കെ, അതിന് ഉപയോഗിക്കുന്നത് VoIP ആണ് കേട്ടോ. VoIP. VoIP സ്റ്റാൻഡ്സ് ഫോർ വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് VoIP. So it is a technology that enables voice communication and multimedia sessions over the internet, other IP networks. So basically ഇന്റർനെറ്റ് വഴി മൾട്ടിമീഡിയ സെഷൻസ്, നമ്മളിപ്പോൾ ലൈവ് സെഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്ട്രീമിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ട്രീമിംഗ് പ്രോട്ടോകോൾ കൂടാതെ ഈ ഒരു വോയിസ് കണക്ടിവിറ്റിയാണ് പ്രധാനമായിട്ട് വരുന്നത്. സോ വോയിസ് ഓവർ ഇന്റർനെറ്റ് എന്ന് പറയും. വോയിസ് കമ്മ്യൂണിക്കേഷൻ, അതായത് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് കണക്ടിവിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുക. That's enough. അത്രയും ഓർത്തേക്ക്. Then which protocol is responsible for handling error messages and operational information about the network? നെറ്റ്വർക്ക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട എറർ മെസ്സേജും ഓപ്പറേഷൻ ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ICMP ആണ്. ഓൾറെഡി ആ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, റൈറ്റ്? സോ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ICT ഏരിയ ഇസ് ഡൺ. ഇത്രയും ടോപ്പിക് നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഹലോ സാറേ. യെസ്, പറയൂ സാറേ, MCQന്റെ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോഴേ അതിനകത്ത് ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടേക്കാവോ സാറേ? ആൻസർ എല്ലാം ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. ആൻസർ അല്ല, ഇപ്പൊ ഞാൻ ഷെയർ ചെയ്ത ആൻസേഴ്സ് ഒക്കെ നെക്സ്റ്റ് പേജിലുണ്ട്. ബിക്കോസ് ആദ്യത്തെ സ്ലൈഡിൽ മാർക്ക് ചെയ്തില്ല, അതിന്റെ തന്നെ സെക്കൻഡ് സ്ലൈഡിൽ റെഡ് ചെയ്തിട്ടുണ്ട് ആൻസർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ദിസ് വൺ. ഇതിലൊക്കെ ആൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തൊന്നും ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് കേട്ടോ, ഇന്റൻഷനലി. അത് നിങ്ങൾ ചെയ്തു നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇന്നലെ ഷെയർ ചെയ്ത സ്ലൈഡിനകത്ത് സാറേ, ഇന്നത്തെ ചെയ്തതിനകത്തും ഐ തിങ്ക് ആൻസേഴ്സ് അതെയാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസേഴ്സ് ഇല്ലെങ്കിൽ ഞാനത് നോക്കാം കേട്ടോ. ചിലതിനകത്തില്ലെന്ന് തോന്നുന്നു സാർ. ചിലത് ഏതൊക്കെയാണെന്നൊന്ന് പറയുകയാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ ചില സ്ലൈഡിലുണ്ട്, ചിലതിനകത്തില്ല. ശരി ശരി ശരി, അത് ആ ഏരിയയിലുണ്ടല്ലോ. ഓക്കെ, ഇനിമേ നമുക്ക് നോക്കാം. ശരി, അപ്പോ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ഒരു 7 PM സ്റ്റാർട്ട്, റൈറ്റ്? ഒരു 5 minutes.
7 PM നമ്മൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 5 minutes. Okay, sir.